ഞാൻ പോരാൻ പുറപ്പെട്ടാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി പെട്ടിയൊക്കെ എടുത്ത് പോരുമ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഇവരോടുള്ള വാശിക്ക് പോകണ്ട, ഇതുകൊണ്ട് പഠിച്ചോ, അതിൽ ഹൈറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിന്നാണ്. അത് തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഞങ്ങൾ കൊടുന്നു. ഫസ്റ്റത്തെ ഭക്ഷണം അതാ. ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്, ഒരു കരച്ചിലും ഇതൊക്കെ വന്നു. എന്നാലും വന്നാലേ അവിടെ നിൽക്കാൻ വിചാരിച്ച്. ഉച്ചക്ക് പിന്നെ ഇതന്നെ പരിപ്പ് തന്നെയാണ്. പരിപ്പും ഇതിൽ കൂടെ വഴുതനങ്ങ ഉരുളങ്കിഴങ്ങോ അതും ചോറും ഉണ്ടാവും. രാത്രി തന്നെ പരിപ്പും വഴുതനങ്ങ തിരിച്ചു ഇങ്ങനെ തന്നെയാണ്. അവിടെ 3 നേരം ചോറായിരുന്നു. ആ 100 റുപ്യ വേണം ഒരു മാസം. അന്ന് 100 റുപ്യ അത്യാവശ്യം ഉണ്ട്. ആ 100 റുപ്യ പോസ്റ്റ് ഓഫീസിൽ മണി ഓർഡർ ആയിട്ടാണ് വരിക. അപ്പോൾ അന്ന് ലിസ്റ്റ് ഇടും, മണി ഓർഡർ ഉള്ള പറഞ്ഞുണ്ട്. നമ്മൾ വാടക തരാം. അന്ന് ചായക്ക് 75 പൈസ, 5 റുപ്യ ഉണ്ടെങ്കിൽ തന്നെ 4 ചായ അടിക്കാം. അപ്പം 100 റുപ്യ ഇഷ്ടം പോലെ ഇരുന്നു. ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. അതേ വരുന്നുണ്ടെങ്കിൽ കിതാബൊക്കെ വായിച്ച് അക്ഷരമൊക്കെ ഹർക്കത്തൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾ ഇരിക്കുള്ളൂ, വായിപ്പിക്കും. പക്ഷെ വേറൊന്നുണ്ട്, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നല്ല നന്നായി വായിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഇത് കണ്ടാൽ അപ്പം തന്നെ ചായക്ക് ഓർഡർ ചെയ്യും. എന്നിട്ട് ആ ചായ ക്ലാസ്സിൽ കൊണ്ടിപ്പിച്ചിട്ട് കുടിക്കാൻ പറയും. അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും മറ്റവർ നോക്കണത്. അത് നോക്കണ്ട വെച്ചാൽ കുടിച്ചോ, നിനക്ക് അർഹത ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെ ആ നിലക്കൊരു പ്രേരണ അടുപ്പുണ്ടാക്കിയിട്ട് അവർക്ക് അതോടെ എന്നാൽ പേടിയാണ്. ഇപ്പം ചായ കുടിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചിത്തറായിരിക്കൊന്നുമില്ല, അതേക്കും തെറ്റിയാൽ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായത്. കുട്ടികളെ ദേഷ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാലും പിന്നെ ആ കുട്ടികളോട് നല്ല സ്നേഹം കാണിക്കുന്ന ഒരു സമീപനം അവരധ്യാപകർ. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ വാക്കല്ല, പിന്നെ തെളിവുകളാണ്. അതിലേക്ക് വേണ്ട പ്രമാണങ്ങൾ നമ്മൾ ആയത്തുകളായിട്ടോ ഹദീസുകളായിട്ടോ ചരിത്രങ്ങളായിട്ടോ എന്തൊക്കെ വേണം വെച്ചാൽ അതിലേക്ക് യോജിപ്പിച്ചുണ്ടാക്കുക, നല്ല തെർത്തീപാക്കും. ഏത് പ്രസംഗത്തിന് പോവുകയാണെങ്കിലും ഞാനൊരു വലുപ്പത്തരം പറയല്ല, ഞാനങ്ങനെ ഓടിപ്പോകാറില്ല. അപ്പം എൻ്റെ കയ്യിൽ 10, 200, 300, 500ഓളം കുത്തുബകളുണ്ട്. എന്നാലും ഇനി അടുത്ത ആഴ്ചക്കുള്ള കുത്തുബ ഞാൻ ഉണ്ടാക്കി വെച്ചു, പുതിയ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ പ്രസംഗത്തിന് വാപ്പ പറഞ്ഞിരുന്നു, എപ്പോൾ നിങ്ങൾക്ക് ആയത്തും ഹദീസും അറിയുമെങ്കിലും അത് എഴുതി വെച്ചിട്ടേ പോകാവും. അപ്പോൾ വിഷയത്തെക്കുറിച്ച് നമ്മളൊരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം ഒന്ന് ഫുള്ളായിട്ട് വായിക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു വായനാശീലം വരുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം. ഇപ്പോൾ ഒരു കുത്തുബ പറയുമ്പോൾ നമുക്ക് തോന്നും കുത്തുബേൻ്റെ അടക്കൈക്കാർ ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള വിഷയം കിട്ടും. ഒരു വിഷയം പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷയം പെട്ടെന്ന് വന്നാൽ നമുക്ക് അടുത്ത ആഴ്ചക്കുള്ള വിഷയം മീമ്പറമെന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് പിന്നെ അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഫുള്ളായിട്ട് വായിച്ചിരിക്കണം. അപ്പോൾ എഴുതുന്ന ആളുകളും പ്രസംഗിക്കുന്ന ആളുകളും കൂടുതൽ നന്നായിട്ട് വായിക്കുക. പിന്നെ ഞാനൊരു എത്ര വായിച്ചാലും പഠിച്ചാലും അറിഞ്ഞാലും ഞാൻ ഇൽമുള്ള ഒരാളായി എന്നൊരു തോന്നൽ, അഹങ്കാരം ഒരിക്കലും ആർക്കും വരരുത്. എത്രത്തോളം നമുക്ക് ഇൽമു കിട്ടണം അത്രത്തോളം തവാലുവ താഴ്ന്നു വരിക. ഞാൻ പണ്ഡിതനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു തോന്നൽ നമ്മളാരും മനസ്സിൽ വരരുത്. അങ്ങനെ ഖൈറും മിൻഹു എന്നുള്ളൊരു തോന്നൽ വന്ന അള്ളാഹു ഇബ്ലീസിനെ ഒതുക്കിയതും അന ഖൈറും മിൻഹുമേലാണ്, ഖാറൂനിനെ ഒതുക്കിയതും അന ഖൈറും മിൻഹും എന്നുള്ള ആ ചിന്താഗതിമേലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ്. പട്ടാമ്പിക്കടുത്ത് ആമയൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ബഹുമാന്യനായ പണ്ഡിതൻ ഫദ്ല കുമരി ഉസ്താദിൻ്റെ സ്വദേശം. നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് പോവാണ്. ഉമറാബാദി വിശേഷങ്ങളും മറ്റോരോ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ ഉള്ളത് എൻ്റെ ഉസ്താദ് കൂടിയായ ഫദ്ലുൽ കുമരി ഉസ്താദിൻ്റെ വീട്ടിലാണ്. അപ്പോൾ കുറച്ച് നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഉമരി എന്നുള്ള ഒരു പക്ഷേ നമ്മളൊരു കേരളത്തിലൊരു സലഫി പശ്ചാത്തലത്തിൽ ഉമരികൾ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്താദ് എങ്ങനെയാണ് ഈ ഉമരികൾ ആരാണ്, ഉമരികൾ എവിടെ പഠിച്ചാലാണ് ഉമരികളാവുന്നത്, അതുപോലെ ഉസ്താദിൻ്റെ അതിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവച്ചാൽ നന്നായിരുന്നു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മളെ നാടുകളിൽ ഇപ്പോൾ ചില ആളുകൾ ഫാറൂഖികൾ, ചില ആളുകൾ സുല്ലമികൾ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ഓരോ സ്ഥാപനങ്ങളിൽ പഠിച്ചത് കൊണ്ടാണ്. ചിലപ്പോൾ ആ നാടിൻ്റെ പേര് വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ പേര് വെച്ചിട്ടായിരിക്കാം. അതുപോലെ തമിഴ്നാട്ടിലുള്ള ഈ സേലം കഴിഞ്ഞ്
കാട്ട്പാടി അടുത്തുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഉമറാബാദ്. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിച്ച ആളുകൾക്കാണ് സാധാരണ ഉമരി എന്നുള്ള പേര് പറയുന്നത്. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഉസ്താദ് ഏത് വർഷമായിരുന്നു പോയത്? ഞാൻ 90-91 10ാം ക്ലാസ് കഴിഞ്ഞ്, അതായത് 1990-91. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ജൂൺ മാസം അധ്യയന വർഷം തുടങ്ങുമ്പോൾ പിന്നെ വാപ്പ അബ്ദുലക്ക സുല്ലമി എന്നെ കൊണ്ടുപോയി ചേർത്തത് എടവണ്ണ ജാമ്യയിലാണ്. അപ്പോൾ വീട് വിട്ട് നിന്നിട്ട് വലിയ പരിചയമല്ല, ഏറ്റവും ആദ്യമായിട്ടാണ് വീട് വിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അധികകാലം പഠിച്ചിട്ടില്ല, 1 മാസം നിന്നിട്ടുള്ളൂ. ആ 1 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ പോകുന്നു. തിരിച്ചു വന്നിട്ട് ഇവിടെ കരിങ്ങനാട് സലഫിയ അറബി കോളേജിൽ, അന്ന് വാപ്പ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെയാണ് പിന്നീട് ആ കൊല്ലം പഠിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതികളും പിന്നെ നാട്ടിൽ നിന്നാൽ പഠനത്തിൽ ഉള്ള ഒരു പോരായ്മകളും ഒക്കെ, പോരായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നമുക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും, ലൈബ്രറികളും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ആ ബന്ധങ്ങളൊക്കെ ആകുമ്പോൾ കൂടുതൽ നമുക്കൊരു വൈജ്ഞാനികമായിട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ അത് വാപ്പ ചിന്തിച്ചുകൊണ്ടാണ് നാട്ടിൽ നിർത്തണ്ട, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കണ്ട എന്നുള്ളൊരു ഇത് വരികയും, ഏതായാലും 1 കൊല്ലത്തോളം ഇവിടെ നിന്ന് ഇവിടെ എക്സാം എഴുതിയിട്ടില്ല. അന്ന് പ്രിലിമിനറിയാണ് ഉള്ളത്. പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് ചേർന്ന് അത് 91 തന്നെയാണ്, 91ൻ്റെ അവസാന ഭാഗമൊക്കെ സമയത്ത്. പക്ഷേ എക്സാം എഴുതിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഈ ഉമറാബാദിലേക്കുള്ള പിന്നെ അപേക്ഷ ക്ഷണിക്കുന്ന ഒരു സമയം വന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ് തുടങ്ങുന്നത് റമദാൻ കഴിഞ്ഞിട്ടാണ്, ശവ്വാൽ 15. ശഅബാൻ 15 പൂട്ടി ശവ്വാൽ 15 തുടങ്ങുന്ന, അത് 2 മാസമാണ് അവിടെ വെക്കേഷൻ. അപ്പോൾ ഈ ശഅബാൻ 15 മുന്നേ തന്നെ എന്ത് ചെയ്യും, ഇവർ ഇതിൻ്റെ സമയമായ മൊത്തത്തിലൊന്ന് അറിയിക്കും. പിന്നെ അവിടെ പഠിക്കുന്ന കുട്ടികളും നമ്മളോട് പറയാറുണ്ട് ഇന്ന സമയത്തെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വാപ്പ അവിടേക്ക് അപേക്ഷ കൊടുത്ത്, അപേക്ഷ വന്ന് ഇവിടുന്ന് നേരെ എന്ത് ചെയ്തു, അത് പിന്നെ ഉമറാബാദിക്ക് പോവുകയാണ് ചെയ്തത്. അല്ല, ഉപ്പാക്ക് എങ്ങനെ ഇപ്പോൾ അന്ന് നാട്ടിൽ വേറെ ഉമരികളെ അറിയുന്നതുകൊണ്ടാണോ, അത് എങ്ങനെ സ്ഥാപനം നേരത്തെ എങ്ങനെ കേട്ട് പരിചയം? വാപ്പാൻ്റെ ആവശ്യം അതായിരുന്നില്ല. വാപ്പനോട് എപ്പോഴും പറയുന്ന കാര്യം 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു എഴുത്തുകാരനാകണം, പിന്നെ ഒരു പ്രാസംഗികനാകണം. കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള 2 വഴികൾ, ഒന്ന് എഴുത്തും മറ്റൊന്ന് പ്രസംഗമാണ്. ഇപ്പോൾ നാട്ടിലിപ്പോൾ കോളേജിൽ പോവുക പോരുക, അത് ബസ് വരലും പോകലും തിരക്കും, പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. ഒരു പഠനത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നുള്ള പഴയകാല ഒരു ഇത് നടക്കണമെങ്കിൽ അതിനായിട്ട് ഒഴിഞ്ഞിരിക്കണം. അപ്പോൾ ഉമറാബാദിനെ കുറിച്ച് വാപ്പ കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മൊയ്യദ്ദീൻ വാപ്പ നല്ല ബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ സലഫിയൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗൾഫിൽ ദുബായിലൊക്കെ അബുദാബിയിലൊക്കെ പോകുമ്പോൾ മൊയ്യദ്ദീൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള ബന്ധങ്ങളും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മളെ കരുവള്ളി മുഹമ്മദ് മൗലവി ഇവിടെ പഠിച്ചതിന് ശേഷം അദ്ദേഹം ഉമറാബാദിൽ ഉപരിപഠനത്തിന് വേണ്ടി കുറച്ചു കാലം പോയി നിന്ന ആളാണ്. കരുവള്ളി മുഹമ്മദ് മൗലവി. അദ്ദേഹം ഒരു ഉമരിയാണ്, പേരിലില്ലാന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പഴയ കാലത്തെ ആളുകളും പിന്നെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ പണ്ഡിതന്മാരൊക്കെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ അതിലൊക്കെ പല ആളുകളും ഉമരികളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് അവിടെ പോയി പഠിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വാപ്പാക്കുണ്ടായി. വാപ്പന്നെ അവിടെ കൊണ്ടാക്കിയത്. സത്യം പറഞ്ഞാൽ ഈ ഉസ്താദിൻ്റെ ഒരു തലമുറയിൽ നമ്മളൊരു പരിസരത്ത് നിന്ന് ഉസ്താദ് തന്നെയല്ലേ ആ സമയത്ത്? എൻ്റെ ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരുണ്ട്, പക്ഷെ അതും നമ്മളെങ്ങനെ ദേവാരംഗത്ത് സജീവമായിട്ടുള്ള ആളുകളല്ല. ഇപ്പോൾ നമ്മളെ NV സക്കരിയ സാഹിബിൻ്റെ അനുജനുണ്ട്, ഹസൂർ ഉമരി, അനുജൻ ഉമരിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജാമിയ സലഫിയയിലുള്ള അബ്ദുൽ നാസർ ഉമരി, അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഒരു പ്രസംഗ രംഗത്തോ അല്ലെങ്കിൽ എഴുത്ത് രംഗത്തൊന്നും ഉള്ള ആളുകളല്ല. പിന്നെ പല ആളുകളും ഇവിടുന്ന് വരുന്നത് അന്നൊക്കെ അഫ്ദൽ ഉലമ ഇവിടുന്ന് കഴിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ 2 വർഷം അവിടെ പഠിക്കുക, ഒരു ഉമരി എന്നുള്ളൊരു ഇത് കിട്ടി. പിന്നെ ഇവിടെ വന്നിട്ട് അവർ സ്കൂളിലേക്ക് കയറുക, അങ്ങനെ സ്കൂൾ ജോലിയിലാണ് പല ആളുകളുള്ളത്. പിന്നെ അധിക സുഹൃത്തുക്കളുടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രവർത്തകന്മാരാണ്. അപ്പം അവർ അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ കൊണ്ടുപോയി ചേർത്ത് അവരെ പഠിപ്പിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്നിരുന്ന അധികം കുട്ടികളും ജമാഅത്തിൽ ഉള്ള അനുഭാവികളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഈ ഉമറാബാദിൻ്റെ ഒരു പണ്ട് നമ്മൾ കേൾക്കാറുള്ളത് പള്ളി ദർശനമൊക്കെ കഴിഞ്ഞ് വലിയൊരു ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ പോയി ബാക്കവി ആവുകയെന്നുള്ളത്. അപ്പോൾ ഈ ഉമറാബാദ് എന്നുള്ളത് പിന്നെ ഒരു ജമാഅത്ത് ഒരുപാടുണ്ട്, പക്ഷേ ബാക്കിയാത്ത് പോലെ അല്ലല്ലോ. അപ്പോൾ ഈ ഉമറാബാദിൻ്റെ ഒരു
പിന്നെ കാക്ക അദ്ദേഹം ഉമർ അദ്ദേഹം തുടങ്ങുന്ന അതിൻ്റെ ഒരു കാഴ്ചപ്പാടും ഇതൊക്കെ എങ്ങനെയാണ്? ഉസ്താദ് പഠിച്ചിരുന്ന കാലത്തും ഉസ്താദുമാർ, കുട്ടികൾ അവരൊക്കെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? ശരിക്ക് ഉമറാബാദ് എന്നുള്ള പിന്നെ പേര് ആദ്യകാലത്ത് അതിനില്ല, ആ പേര് ഉണ്ടാകുന്നില്ല. അതിന് തൊട്ടപ്പുറത്ത് ഗഡാംപൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആമ്പൂർ ആ ഒരു റെയിൽവേ സ്റ്റേഷനുള്ള ടൗണാണ്. ആമ്പൂരിൽ നിന്നൊരു 8-10 കിലോമീറ്ററിനുള്ളിലാണ് ഉമറാബാദൊക്കെ ഉള്ളത്. ആ ഉമറാബാദിൽ തൊട്ട് മുമ്പ് സ്ഥലമാണ് ഗഡാംപൂർ. അവിടെ പണ്ട് ഈ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമ്മൾ പല സ്ഥലത്തുള്ള ഏറ്റുമുട്ടൽ പോലെ ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അന്ന് ആ ഇതിൽ കൊല്ലപ്പെട്ട 2 ആളുകൾ, നജീബുദ്ദീൻ അതേപോലെ അൻവർ ഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പറയുന്ന പേര് ഓർമ്മയില്ല കൃത്യമായിട്ട്, 2 ആളുകളെ മക്ബറൊന്നും അവിടെ ഉണ്ട്. അവരുടെ സുരക്ഷത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചില കോട്ടകളുടെ ഭാഗം ഇന്ന് ഉമറാബാദ് ആ കോളേജിൻ്റെ ബാക്ക് സൈഡിലുള്ള മലൻ്റെ മുകളിൽ ഒരു കോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കാണാൻ പറ്റും. പിന്നെ തോക്ക് ഉപയോഗിക്കാനുള്ള ദ്വാരങ്ങൾ, ഇവിടുന്ന് അങ്ങോട്ട് കയറുന്ന ആൾ അതിൻ്റെ ഉള്ളിലുള്ള ആൾ അങ്ങോട്ട് കാണൂല, അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് കാണാം. അങ്ങനെയുള്ള കോട്ടയും സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് പിന്നെ ഈ സ്ഥലത്താണ് ഈ നമ്മളിപ്പോൾ ഇന്ന് ഉമറാബാദിൻ്റെ പിന്നെ നിയന്ത്രണം ഉണ്ടായിരുന്ന കാക്ക മുഹമ്മദ് ഉമറിൻ്റെ വാപ്പ ബഹാവുദ്ദീൻ എന്ന് പറയും. കാക്ക ബഹാവുദ്ദീൻ ഇദ്ദേഹത്തിൻ്റെ തറവാടും അസുലൊക്കെ കേരളത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് പിന്നെ ചാവക്കാട് ഏരിയയിലായിട്ടായിരുന്നു ഈ കാക്ക ബഹാവുദ്ദീൻ്റെ തുടക്കം, ഒരു അടിസ്ഥാനം എന്നാണ് പറയപ്പെടുന്നത്. ഈ കാക്ക ബഹാവുദ്ദീൻ്റെ 3 മക്കളുണ്ടായിരുന്നു. അതിലെ ചെറിയ മകനാണ് കാക്ക മുഹമ്മദ് ഉമർ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് പൊതുവെ കേരളത്തിൽ കുറച്ച് മുന്നുണ്ടെങ്കിലും ആ ഏരിയകളൊക്കെ വളരെ പിറകിലാണ്. പക്ഷേ അവർ ആണെങ്കിൽ വലിയ ബിസിനസ്സുകാരാണ്. ഈ ലെതർ ഫാക്ടറികൾ, അത് ഷൂ, അതേപോലെ ഈ ബെൽറ്റ്, ഇങ്ങനെ തൊപ്പി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വലിയ വലിയ ലെതർ ഫാക്ടറികൾ നടത്തുന്ന ആളുകൾ. ആമ്പൂർ ഇപ്പോഴും അതിൻ്റെ ഇപ്പോഴും ആമ്പൂർ മുതൽ ഇപ്പോൾ നമ്മൾ ഉമറാബാദ് പോവുകയാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെ ലെതറിൻ്റെ ആ മണമൊക്കെ വരും. എല്ലാതരം ഫാക്ടറികളുണ്ട്, ജോലി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ മക്കളെയും അദ്ദേഹം എന്ത് ചെയ്തു, ഈ ബിസിനസ് വഴിയിലാണ് ഇറക്കിയത്. പക്ഷേ കാക്ക ഉമർ സാഹിബ് എന്ത് ചെയ്തു, അദ്ദേഹം കോളേജിൽ പഠിച്ചിട്ടും അങ്ങനെ ഒരു പിന്നെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ പള്ളി ദർസ് സിസ്റ്റത്തിൽ പഠിച്ച ആളൊന്നും അല്ല. അദ്ദേഹം ബിസിനസ് ആവശ്യാർത്ഥം ഈ വാപ്പാൻ്റെ ഉപദേശപ്രകാരം പല സ്ഥലത്തേക്കും പോവുകയാണ്. അദ്ദേഹം ഇന്ത്യ വിട്ടുപോലും പല സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ അദ്ദേഹം ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം ആ ഒരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഏത് പണ്ഡിതന്മാരാണുള്ളതെന്ന് അന്വേഷിക്കും. എന്നാൽ ആ പണ്ഡിതന്മാരായിട്ട് ബന്ധം സ്ഥാപിക്കും. ഇപ്പോൾ സർ സയ്യദ് അഹമ്മദ് ഖാനായിട്ട് പോലും ബന്ധം ഉണ്ടായിരുന്ന ആളാണ് കാക്ക ഉമർ സാഹിബ്, കാക്ക മുഹമ്മദ് ഉമർ സാഹിബ്. അപ്പോൾ അവരിത് പഠിക്കണമുണ്ട്, അദ്ദേഹം കുറേ കാര്യങ്ങൾ പഠിക്കണമുണ്ട്. അപ്പം അങ്ങനെ ഇൽമുള്ള ആളായി മാറും ചെയ്തു. അപ്പോൾ ഇൽമ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണത് ഇതെങ്ങനെ മറ്റുള്ളവരെയും പഠിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ടായി. അപ്പം അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു അതിനെക്കുറിച്ച്. അപ്പോൾ ഈ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മാത്രമല്ല, അന്നത്തെ പേര് അറിയപ്പെട്ടിരുന്ന പല പണ്ഡിതന്മാരായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇങ്ങനെ ഇൽമുള്ള ആളുകൾ ഉണ്ടാകണം എന്നൊരാഗ്രഹം. പക്ഷെ ആ ആഗ്രഹം വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ പ്രശ്നം വന്നു. ഏത് സ്ഥലത്ത് പോയാലും ഇതൊന്നുകിൽ ഇത് അഹ്ലു ഹദീസിൻ്റെയാണ്, അല്ലെങ്കിൽ ഇത് ഹനഫിൻ്റെയാണ്, അല്ലെങ്കിൽ ഇത് ജമാഅത്തെ ഇസ്ലാമിൻ്റെയാണ്. ഇങ്ങനെയുള്ള ഒരു വേർതിരിവാണ് കാക്ക മുഹമ്മദ് ഉമർ സാഹിബിന്, പിന്നെ ഉമർ സാഹിബിനെ എവിടെ പോയാലും കാണാൻ സാധിച്ചത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ആലോചിച്ച് സ്വയം കണ്ടെത്തിയൊരു തീരുമാനമാണെന്ത്, ഇങ്ങനെയുള്ള വേർതിരിവുകളില്ലാതെ എല്ലാ മദ്ഹബിലെ പണ്ഡിതന്മാരും സംഘടനയിലെ പണ്ഡിതന്മാരും പഠിപ്പിക്കുകയും എല്ലാ സംഘടനയിലെയും കുട്ടികൾ ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ഉണ്ടാകണം. അപ്പോൾ അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ദീനി ദാവത്തും ഇൽമ് ഉണ്ടാക്കലും ഇൽമ് പ്രചരിപ്പിക്കലും. അപ്പോൾ ഏത് സംഘടനകളായാലും ഇപ്പോൾ ചില അല്പസ്വല്പം വ്യത്യാസങ്ങളോ മദ്ഹബി വീക്ഷണങ്ങളോ ഇജ്തിഹാദിയ വിഷയങ്ങളും അതല്ല മറ്റു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പഠിക്കുന്നത് ദീനാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്നിച്ച് പഠിക്കുന്നൊരു സ്ഥാപനം എനിക്ക് വേണം, അല്ലെങ്കിൽ നാട്ടിൽ നിലവിൽ വരണം എന്ന് അദ്ദേഹം ചിന്തിച്ച് ഈ യാത്രക്കിടയിലാണ് അദ്ദേഹം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 1924 ഡിസംബർ 7-നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു മൂലയിൽ വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് തുടങ്ങുന്നത്. വീടിൻ്റെ മൂലയിലാണ് തുടങ്ങിയത്. വീടിൻ്റെ ഒരു ഭാഗം അതിന് വേണ്ടിയിട്ട് മാറ്റിക്കൊടുത്തു. പിന്നീടാണ് അവിടെ മറ്റുള്ള പള്ളി, അവിടെയുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ റോഡിൻ്റെ ഒരു സൈഡിൽ പിന്നെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്, റോഡിൻ്റെ ഇങ്ങേ സൈഡിൽ വേറെ പുതിയ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പള്ളിയും പഴയ കാലത്തെ ബിൽഡിങ്ങുകളൊക്കെ ആയിട്ട് അന്ന് അവിടെ തുടങ്ങി. അത് പിന്നെ ശരീഅത്ത് പഠിപ്പിക്കൽ തുടങ്ങി, ഹിഫ്ള് സ്ഥാപനം തുടങ്ങി. അങ്ങനെ അതിങ്ങനെ പുരോഗമിച്ച് വരെ ചെയ്തു.
അപ്പോൾ ഈ കാക്കാ മുഹമ്മദ് ഉമർ സാഹിബിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ ഭാഗത്ത് അദ്ദേഹം ഇത് തുടങ്ങിയത് കൊണ്ട് ഉമറാബാദ് എന്നുള്ള പേര് വന്നത്. ആബാദ് എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ അറബിയിൽ നമ്മൾ ഇമ്രാൻ എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഒരു നാടിനെ ജീവിപ്പിക്കാം, ജനനിബിഡമാക്കാം. എല്ലാ ജനനിബിഡ ആളുകളെ കൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും ഒരു ഇമ്രാൻ ഉണ്ടാക്കുക എന്ന് പറയും. ജീവല്ലാത്ത നാടിന് ജീവൻ കൊടുക്കുക, ആബാദ് ആക്കുക എന്ന് പറയും. ഹൈദരാബാദ് കയ്യിൽ പെട്ട ഹൈദർ എന്ന ആ വ്യക്തിയുടെ പേരിലാണ് ഹൈദരാബാദ് വരുന്നത്. ഓരോ വ്യക്തിയിലേക്കാണ് ചെയ്യുന്നത്. അതാണ് ഉറുദുവിൽ ആബാദ് എന്ന് പറഞ്ഞത്. ആബാദ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നാടിനെ സജീവാക്കുക എന്നുള്ള. അങ്ങനെയാണ് ആ നാടിനെ അങ്ങനെ ആക്കിയ ആളുന്നത് കൊണ്ടാണ് ഉമറാബാദ് എന്നുള്ള പേര് ഈ ഗഡാംപൂരിൽ നിന്ന് വേർതിരിച്ചിട്ട് പിന്നീട് അവിടെ വരുന്നത്. ഉസ്താദ് ചെല്ലുമ്പോൾ ഈ കാക്ക ഉമർ സാഹിബ് അദ്ദേഹം മുമ്പേ മരണപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ കാക്ക സയ്യിദ് ഉമരിയാണ് സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പം അദ്ദേഹം അല്ല, അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ പോയപ്പോൾ കാക്ക അനീസ് ഉമരി എന്ന് പറഞ്ഞ ആളായിരുന്നു. സയ്യിദ് ഉമരിയുടെ അനിയനോ? അദ്ദേഹത്തിൻ്റെ അനിയനാണ്. അപ്പോൾ അന്നത്തെ അവിടുത്തെ അധ്യാപകർ, പ്രധാനപ്പെട്ട അധ്യാപകർ, സിലബസ് കാര്യങ്ങൾ, അന്ന് അധ്യാപകന്മാർ എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ സംഘടനാ രംഗത്ത് ഇപ്പോൾ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ സംഘടനാ വ്യത്യാസങ്ങളോ മദ്ഹബി പക്ഷപാതിത്വം ഇല്ലാതെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകന്മാരും വേണം, എല്ലാം ചിന്താഗതിക്കാരുള്ള കുട്ടികളും വേണമെന്നുള്ള നിയത്തിലാണ് ഇദ്ദേഹം സ്ഥാപനം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പല നിലക്കുള്ള അധ്യാപകന്മാരുണ്ടായിരുന്നു. അപ്പോൾ ചില അധ്യാപകന്മാരൊക്കെ ഓരോ സംഘടനയുടെയും വ്യത്യസ്ത സ്റ്റേജുകളിലും മറ്റൊക്കെ അറിയപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ പെട്ട ആളായിരുന്നു ഷെയ്ഖ് അനീസുർ റഹ്മാൻ ആദമി ഉമരിയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നെ ജ്യേഷ്ഠനാണ് ഷെയ്ഖ് ഖലീലുർ റഹ്മാൻ ആസമിയാണ്, ഉമരിയാണ്. ഈ ആസം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ യു പിക്കാരാണ്, ആസംഗഡ്. പിന്നെ ഇവിടെ നിന്ന് താമസാക്കിയിട്ട് ഇവിടെ തന്നെ നിന്നവരാണ്. അതേപോലെ ഷെയ്ഖ് ഹഫീസുർ റഹ്മാൻ, അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്താണ് മരിക്കുന്നത്. വലിയ നല്ല പ്രാസംഗികനായിരുന്നു അഹ്ലെ ഹദീസിൻ്റെ. അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുള്ള. അങ്ങനെ പ്രഗത്ഭരായ പല അധ്യാപകന്മാരും അവിടെ ഉണ്ടായിട്ട് പല ആളുകളും. ഇപ്പോൾ ചില ആളുകൾ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ മരണപ്പെട്ട ആളുകളുമുണ്ട്, നല്ല കഴിവുള്ള ആളുകൾ. പ്രിൻസിപ്പൾ ആരായിരുന്നു? പ്രിൻസിപ്പൾ അന്ന് ഖലീലുർ റഹ്മാൻ ആയിരുന്നു. അവിടെ 3 കാറ്റഗറി ആയിട്ടുള്ളത്. ഒന്ന് സ്ഥാപനം നിയന്ത്രിക്കുന്നത്, ഒന്ന് സദർ, സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ നോക്കും സദർ, പിന്നെ ജനറൽ സെക്രട്ടറി, പിന്നെ നാലിം താലീം വിദ്യാഭ്യാസ ഡയറക്ടർ എന്നുള്ള ഇതിൽ. അങ്ങനെ 3 ആളുകളുടെ നിയന്ത്രണത്തിലാണ് സ്ഥാപനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുസ്തകം പോകുമ്പോഴും അഹ്ലെ ഹദീസിൻ്റെ ആളുകളാണ് ഒരു പ്രമുഖരെന്ന് പറയാൻ പറ്റുമോ? അതോ പ്രമുഖരെന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് തഫ്സീർ എടുത്തിരുന്ന ആള് ഷെയ്ഖ് അബ്ദുൽ കബീർ, ഷെയ്ഖു തഫ്സീർ എന്നാണ് പറയാം. അദ്ദേഹം നല്ല ഹനഫി പണ്ഡിതനാണ്, വലിയ ഹനഫി പണ്ഡിതനാണ്. എന്നാൽ ഹദീസ് എടുത്തിരുന്ന ഷെയ്ഖ് സഹീറുദ്ദീൻ, അദ്ദേഹം മഹലാദീസിൻ്റെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന പ്രാസംഗികനും പണ്ഡിതനുമായിരുന്നു. അപ്പം അങ്ങനെ അറിയപ്പെടുന്നവരെ, പക്ഷെ പല മേഖലയിലൂടെയാണെന്നുള്ളത് മാത്രം. ഇവരായിരുന്നു അന്ന് പ്രായം കൂടിയിട്ടുള്ള ആളുകളായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ അബ്ദുൽ വാജിദ് ഉമരി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. സഹപാഠികളോ ഈ കുട്ടികൾക്കിടയിൽ ഈ പറഞ്ഞ പോലെ ഉസ്താദ് ഇപ്പം ഉസ്താദിൻ്റെ ഉപ്പ അബ്ദുൽ ഹഖ് സുല്ലമി ഇവിടുത്തെ ഒരു മുജാഹിദ് പ്രസ്ഥാനമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടാവും. ഉസ്താദിൻ്റെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ എങ്ങനെയായിരുന്നു? പല നാട്ടിൽ നിന്നുള്ള ആളുകളുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നാണ്, ആന്ധ്രാപ്രദേശ് അവിടെ ഇവിടെ. അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ അന്ന് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മഹാരാഷ്ട്ര എന്ന് എൻ്റെ കൂടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ആന്ധ്രയിൽ നിന്ന് കുട്ടികളുണ്ട്. ആന്ധ്രയിൽ ഹൈദരാബാദിൽ നിന്ന് കുറേ കുട്ടികൾ വരാറുണ്ട്. പിന്നെ അതുപോലെ കർണാടകയിൽ നിന്നുണ്ട്. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റിൽ നിന്നൊക്കെ കുട്ടികളുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യക്ക് പുറത്ത്, ഇപ്പോൾ നമ്മൾ പുറത്തല്ല, മാലദ്വീപിലെ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. മുമ്പ് ശ്രീലങ്കയിലെ കുട്ടികൾ അവിടെ വന്നിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, നമ്മളെ കൂടെ ഉണ്ടായിട്ടില്ല. അതുപോലെ ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപിലെ ഒരുപാട് കുട്ടികളവിടെ. മിനിക്കോയിലൊന്നും ഒരുപാട് ഉമരികളെ ഇപ്പല്ല, പഴയ കാലത്ത് അവിടുത്തെ അധ്യാപകന്മാരൊക്കെ മുൻഷിമാരൊക്കെ ഉമരികളാണ്. അപ്പോൾ ഈ വരുന്ന കുട്ടികളിലും പല രൂപത്തിലാണ്. ചില അവർ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് അതനുസരിച്ചിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ നല്ല സംഘടന അഹ്ലെ ഹദീസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള നാട്ടിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരാളെ മക്കളായിട്ട് വരികയാണെങ്കിൽ അവരെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാവും. എന്നാൽ ഹനഫി വഴിയിലൂടെ വന്നിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. എന്നാൽ അതൊന്നുമില്ലാണ്ട് ഇപ്പോൾ തീരെ വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും എത്താത്ത, എന്നാൽ ഉമറാബാദിൽ നിന്ന് കേട്ടിട്ട് ഇങ്ങോട്ട് വരുന്ന, അപ്പോൾ സംഘടനയും മറ്റു അത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു ഇൽമ എന്നുള്ള മാത്രത്തിലേക്ക് വന്ന കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ ഏത് നിലക്കുള്ള വന്നവരാണെങ്കിലും നമ്മളെ മനസ്സിലെന്തുണ്ടാവില്ല, അത് അവിടെ ആ സ്ഥാപനത്തിൽ പോയി നിന്നാൽ തന്നെ നമ്മളെ മനസ്സിൽ നമ്മളിവിടെ അവൻ ജമാഅത്തുകാരനാണ് അല്ലെങ്കിൽ ഇന്നാളാ എന്നൊരു മനസ്സിൽക്കൊരു ഇത് വരും. കാണുമ്പം ചുരുക്കമൊക്കെ ഉണ്ടെങ്കിലും അതിനർത്ഥം വെറുപ്പുണ്ടെന്നല്ല, എന്നാലും ഒരു മറ്റൊരാളെന്നൊരു തോന്നലിവിടെ ഉണ്ടാവും. അത് അവിടെ ഇല്ല. നമ്മളെ ഏറ്റവും വലിയ സുഹൃത്ത് ഇപ്പോൾ നമ്മളെ റൂമിലുണ്ടായിരുന്നത് ഈ മംഗലാപുരത്തുള്ള ഒരു ഹനഫി സുഹൃത്താണ്.
അതുപോലെ തന്നെ മദ്രാസിലുള്ള മൊയ്നുദ്ദീൻ ഇപ്പോൾ ഞങ്ങൾ ബന്ധപ്പെടാതെ സംസാരിക്കാറുണ്ട്. ഈ ഹനഫി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ സുന്നികളെ പോലെയാണോ അവരെ ഒരു അഖീദയും കാര്യങ്ങളൊക്കെ? അതോ അല്ല, അത് ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അത് അഖീദ നാട്ടിലെ സുന്നി എന്ന് പറയുമ്പോൾ സുന്നി എന്ന് പറയുന്നതിലേക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നാട്ടിലെ സമസ്ത എന്ന് പറയുമ്പോൾ കാരണം ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞ് വേറെ റൂട്ട് കൂടെ പോണ നാട്ടിലുള്ള ഒരു ആചാരം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എന്നാൽ ഇതങ്ങനല്ല. അത് ഹനഫി മദ്ഹബും ഷാഫി മദ്ഹബും തമ്മിൽ ഫിഖിയായ വിഷയങ്ങൾ കുറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ റൂട്ടിൽ കൂടെ പോകുന്ന ആളുകൾ എന്നാൽ ആ ഉമറാബാദിലെ പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ അവിടെ ഖുറാഫാത്തോ ബിദ്അത്തോ സമ്മതിക്കൂല. ഇപ്പോൾ ഒരു കൂട്ടുപ്രാർത്ഥന അവിടെ ഉണ്ടാവില്ല. ഞാൻ ഹനഫി ആയാലും ശരി ഷാഫി ആയാലും ശരി. സുബൈക്ക് ഞാൻ ഹനഫി ഇമാം എന്നാലും ഷാഫി മദ്ഹബുള്ള ഇമാം എന്നാലും ഖുനൂത്തില്ലാതെയാണ്. അപ്പോൾ ഈ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഒരു പ്രശ്നം വരില്ല അവിടെ? കാരണം പലരും പല ഇതാകുമ്പോൾ ഇപ്പോൾ അവിടെ ഒന്ന് പ്രശ്നം വന്നിട്ടില്ല, പിന്നെ അവിടെ പ്രശ്നം വരാൻ പാടില്ല. പ്രശ്നം ഉണ്ടാക്കണമെന്ന് അവിടെ സ്ഥാനമല്ല. അതായത് ഞാൻ അയൽ ഹദീസുകാരനാണ്, ഈ ഹനഫിയാണ് എന്നൊരു വേർതിരിവ് അവിടെ കുട്ടികൾക്കിടയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് അധ്യാപകന്മാർക്കിടയിൽ വരാനും പാടില്ല. അപ്പോൾ കുട്ടികൾക്കിടയിൽ അങ്ങനത്തെ ഒരു വേർതിരിവും മറ്റു കാര്യങ്ങളും വേർതിരിവ് പ്രദർശനത്തിൽ പാടില്ല. പക്ഷെ ഞാൻ പഠിക്കുന്ന കാലത്ത് അപ്പം അന്ന് അധികം ജമാഅത്തെ ഇസ്ലാമിക്കാരായിരുന്നു. അപ്പോൾ അവർ നമ്മളൊരു മാഗസിൻ ഉണ്ട്, എല്ലാ ഭാഷയിലുണ്ട്. അറബി ഉണ്ട്, ഉറുദു ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ ഇറക്കുന്ന മാഗസിനാണ് അസബാഹ്. അപ്പോൾ ഈ അസബാഹിൽ അന്ന് നമ്മൾ ലേഖനങ്ങൾ എഴുതും. അപ്പോൾ പഠിക്കണ കാലത്ത് നമുക്ക് അറിയണം എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് ഒരു പുസ്തകം. എല്ലാം ഞങ്ങൾ കുട്ടികൾ അന്ന് 10-20 മലയാളികളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ മാസവും ഓരോന്ന് ഇറക്കും. ഞങ്ങൾ തന്നെ ഞാൻ തന്നെ 3-4 ലേഖനമൊക്കെ. ഇതെങ്ങനെ ഇത് എന്തെങ്കിലും സംവിധാനം യൂണിയൻ പോലെ അങ്ങനെ എന്തെങ്കിലും മലയാളികൾക്ക് കൂട്ടായ്മ ഉണ്ട്. അത് എല്ലാ ഭാഷക്കാരെയും ഉണ്ട്. മലയാളം വേറെ ഉണ്ട്, തമിഴ് വേറെ ഉണ്ട്, തെലുങ്ക് വേറെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാഗസിനുകളും വേറെ ഉണ്ടാവും. അതുപോലെ അവരൊക്കെ സാഹിത്യ സമാജങ്ങളും വേറെ. ഉറുദു എല്ലാവർക്കും കൂടി ഒന്നിച്ചുള്ളതാണ്. അറബി ഫദീല കോഴ്സ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. അപ്പോൾ അത് പറയാൻ കാരണം അന്ന് ഈ മാഗസീനിൽ നമ്മൾ ലേഖനം എഴുതുമ്പോൾ 1-2 ജമാഅത്ത് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ ജമാഅത്തെ ഇസ്ലാമിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഇതൊക്കെ എഴുതി. അപ്പോൾ എനിക്കങ്ങനെ അത് അന്നൊന്നും എനിക്ക് എതിര് കണ്ടാൽ ഞാൻ അത് പ്രതികരിക്കുക എന്നുള്ളതൊരു ഇതാണ്. എഴുത്തിലായാലും ശരി പ്രസംഗത്തിലായാലും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മറുപടിയായിട്ട് നന്നായിട്ട് എഴുതി. അപ്പോൾ അവരും മറുപടി അടുത്ത ലക്കത്തിൽ അവരും മറുപടി ഈ കേസ് കോളേജിൽ എത്തി. അപ്പോൾ അന്ന് അബുൽ ബയാൻ ഹമ്മാദ് സാഹിബ് കണ്ടൊരു വണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജമാഅത്തെ ഇസ്ലാമി ഏതുള്ള ആളുമാണ്. അതേപോലെ ഒരു ഹനഫി വീക്ഷണക്കാരനാണ്. നല്ല പണ്ഡിതനായിരുന്നു. പിന്നെ കന്യാകുമാരിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മകന് എൻ്റെ സീനിയറായിട്ട് അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഈ കേസ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അവരാണ് അത് എത്തിച്ചത്. എന്നെ വിളിച്ചു, നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ നമ്മളെ സ്ഥാപനമാകൊണ്ട് അങ്ങനെയുള്ള എഴുത്തുകളൊന്നും വേണ്ട. അപ്പോൾ ഞാനായിട്ട് എഴുതിയതല്ല, ഇവരിങ്ങനെ എഴുതിയപ്പോൾ ഞാനും എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം നല്ലൊരു പണ്ഡിതനാണ്, ആക്ഷേപിക്കുക ചീത്തറം ചെയ്തില്ല. അതെ, ഈ വിവരം അന്ന് അവിടുത്തെ ഷെയ്ഖ് ഹഫീസ് റഹ്മാൻ സാഹിബിനും വിവരം കിട്ടി, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിപ്പിച്ചു. അദ്ദേഹം അൽ ഹദീസിൻ്റെ പുറത്തൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിലൊന്നും ഇടപെട്ടിട്ട് അതിനൊരു പ്രശ്നം ആകാൻ നിൽക്കണ്ട എന്നുള്ള നല്ല നിലക്ക് മൂപ്പരും എന്ത് ചെയ്തു, ഉപദേശിച്ചു. അപ്പോൾ പറഞ്ഞ അധ്യാപകന്മാരും പിന്നെ പോലും ഇങ്ങനെ ഇപ്പോൾ അവൻ ജമാഅത്തുകാരനെന്ന് കരുതിയിട്ട് അവൻ്റെ കൂടെ നിന്നിട്ട് അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ചെയ്തിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, ഒരു പ്രശ്നം അവിടെ ആകും. എങ്ങനെയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി ആളുകൾ കൂടുതൽ അങ്ങോട്ട് പോകാൻ കാരണം എന്താണ്? ആ സ്ഥാപനം അങ്ങനെ അത് അധ്യാപകന്മാരായിട്ട് വരുന്നവരിൽ പിന്നെ അവിടുത്തെ സ്ഥാപനത്തിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അധ്യാപകന്മാരും ഇവിടെ വേണമെന്നുള്ള നിലക്ക് അത് അവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർക്ക് ഇൽമുണ്ടോ എന്നാണ് അവർ നോക്കുക. അത് ഇൽമുണ്ടോ നോക്കിയിട്ട് എല്ലാ അന്ധവിശ്വാസവും ഖുറാഫാത്തും ത്വരീഖത്തും നടക്കുന്നവർ കൊണ്ടുവരാം. നേരെ മറിച്ച് കാര്യമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റി ഇപ്പോൾ ഏത് സംഘടന ആയാലും അല്ല ഇൽമി. ഇപ്പോൾ ഹനഫി മദ്ഹബിലൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമുള്ള വലിയ വലിയ പണ്ഡിതന്മാരുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾ അവർ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ കൊണ്ടുവരും. അധ്യാപകന്മാർ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് കൊണ്ടുവരിക, സ്ഥാപനത്തിൻ്റെ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്. കുട്ടികളിൽ പിന്നെ ഈ മലയാളികളുടെ കാര്യത്തിലാണ് എന്ത് പറഞ്ഞത്, ജമാഅത്തേൽ കൂടുതൽ വരിക എന്ന് പറഞ്ഞത്. മറ്റുള്ളവരിൽ അതില്ല. കാരണം മലയാളികൾ അവരെ ഇപ്പോൾ ശാന്തപുരം ഇസ്ലാമിയ കോളേജിൽ നിന്ന്, അതുപോലെ തന്നെ അവിടെ ആലുവയിൽ നമ്മുടെ CMOയിൽ ഉണ്ടായിരുന്നു അവരുടെ ജമാഅത്തിൻ്റെ ഒരു പണ്ഡിതനായിട്ട്. അവരൊക്കെ ഇവരെ പ്രോത്സാഹിപ്പിച്ചു, ഉമറാബാദ് പോയി പഠിക്കും എന്ന് പറഞ്ഞാൽ അവർ കുട്ടികളെ എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ സംഘടനാ രംഗത്തുള്ള ആളുകൾ അത്തരം കുട്ടികളെ നിലക്ക് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരികയൊന്നും
ചെയ്തിട്ടില്ല. നമ്മുടെ നാട്ടിലെ അന്നത്തെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ അഫ്ലുലമ കഴിയുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ ഉന്നതങ്ങളിൽ പോയി പഠിക്കുകയും അതേപോലെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയി പഠിച്ചിട്ടൊക്കെ ഒരു ഭൗതിക ഇതിൽ കുറച്ച് ഉയർന്നത് കൊണ്ട് അവരും പഠിക്കാനുള്ള സംവിധാനം അവരും ഇങ്ങനെ മക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ പഠനം സത്യം പറഞ്ഞാൽ അത് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഉമരികൾക്ക് ഈ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒരു പ്രത്യേക പരിഗണന അവർ കൊടുക്കുകയാണെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പഠനത്തിൻ്റെ ഒരു അത്രമാത്രം ഒരു പഠനം, അപ്പോൾ ഇന്നും നമ്മൾ പല കുട്ടികളെയും പരിചയപ്പെടുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമ്മൾ കേരളത്തിൽ സാധാരണ പഠിച്ചു വരുന്ന സ്ഥാപനങ്ങളെക്കാളും ആ ഒരു പഠനത്തിനൊരു നിലവാരമുണ്ടല്ലോ, ആ ഒരു അസിൽ പല വിഷയങ്ങളും ഇപ്പം ഭാഷ അങ്ങനത്തെ സംഗതികളിലൊക്കെ. അതിൻ്റെ ഒരു കാരണം സിലബസ് ആണോ, അധ്യാപകരാണോ, തുടക്കം മുതലേ ഉസ്താദൊക്കെ പഠിക്കുന്ന സമയത്ത്? രണ്ട് ഘടകമുണ്ട്. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ പലയിടത്തും എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവസാനം അദ്ദേഹം ഉമരിയായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ ഒരാളെ ജോലിക്ക് എടുക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, അവൻ്റെ ആ കഴിവാണ്. കഴിവ് പറയുമ്പോൾ ഒന്ന് ഭാഷാപരമായ കഴിവാണ്. അപ്പോൾ ഉമറാബാദിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നമ്മൾ ആദ്യം കോഴ്സിൻ്റെ രൂപം മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാകാം. 8 വർഷത്തെ കോഴ്സാണ്. 8 വർഷത്തെ കോഴ്സ് പറഞ്ഞാൽ ആദ്യത്തെ 3 കൊല്ലം ഇബ്തിദായിയാണ്. ഈ കുട്ടികൾ 6-7 വയസ്സുള്ള സമയത്ത് വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മദ്രസ സിസ്റ്റം അവിടെ ഇല്ല. ഇപ്പോൾ അവിടെ മദ്രസ സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് കാലത്ത് ഈ മദ്രസ സംവിധാനം നമ്മുടെ നാട്ടിലുള്ളതല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് 10-9 വയസ്സാകുമ്പോഴത്തേന് അവരെന്ത് ചെയ്യാണ്, ഇങ്ങനെ കോളേജ് കൊടുത്ത് ചേർക്കുക. അവർ പഠിക്കണേ കോളേജിലാണ് തുടക്കം. അപ്പോൾ ആദ്യത്തെ 3 കൊല്ലം ഇബ്തിദായിയിൽ കാര്യമായിട്ട് ലോകത്താണ് പഠിപ്പിക്കുന്നത്, ഭാഷ. അതിന് ചെറിയ ചെറിയ ഗ്രാമർ ബുക്കുകളുണ്ട്. അതിനോടൊപ്പം ഈ ഖിറാഅത്തുർ റാഷിദ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ ഖിസസുൽ അംബിയാ, ഇത് ഒരു കഥ പഠിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലും അല്ല. അവർക്ക് അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളും എന്നാൽ ഇൽമും കിട്ടും, കഥയും കിട്ടും, ഭാഷയും കിട്ടും. അബുൽ ഹസൻ നബിയുടെ അപ്പോൾ ഈ 6-7 വയസ്സെന്നല്ലേ പുസ്തകം പറഞ്ഞ, അതായത് ഒരു 10 വയസ്സിന് ആകുമ്പോഴേക്കിനും അവരെന്ത് ചെയ്യും, ഇവിടെ കൊടുത്തിട്ട് ചേർക്കും. അത് ഇബ്തിദായിയാണ് 3 കൊല്ലം. 3 കൊല്ലം ഇബ്തിദായി കഴിഞ്ഞാൽ പിന്നെ 3 കൊല്ലം ആലിമിയാണ്. ഈ ആലിമിയയിലേക്കാണ് കുട്ടി എത്തുമ്പോൾ ഏതാണ്ട് എനിക്കൊരു 10-12 വയസ്സ്, 13 വയസ്സ്, 14 വയസ്സ് വന്ന കുട്ടിയുടെ പ്രായം അനുസരിച്ചിട്ട് മാറ്റം വരും. അവിടെ മുതലാണ് നഹ്വിൻ്റെ മറ്റുള്ള പ്രധാനപ്പെട്ടൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത്. ഇപ്പോൾ നഹ്വ് നമ്മുടെ 3 വാള്യം, അത് ഇബ്തിദായിയുണ്ട്, സാനവിയൻ്റെ 3, പിന്നെ സർഫിൻ്റെ കിതാബുകൾ നമ്മൾ ഇവിടെ അല്ലാത്ത അവിടെ പഠിപ്പിക്കുന്ന കുറേ കിതാബുകളുണ്ട്, അത് 3 കൊല്ലം. പിന്നെ 2 കൊല്ലം എന്താണ് ഫളീല, അതിലാണ് കാര്യമായിട്ടുള്ള ഹദീസിൻ്റെ കിതാബുകളും ഫിഖിൻ്റെ കിതാബുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ എല്ലാ ക്ലാസ്സിലും എന്തുണ്ട്, ഭാഷ ഉണ്ട്. നഹ്വും സർഫായിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ കൂടുതലുണ്ടാവും. ഇപ്പോൾ നഹ്വുൽ വാദി പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ വേറെ അവസാനം ഞങ്ങൾ പഠിച്ചത് അൽ മുഫസ്സൽ എന്ന് പറഞ്ഞ കിതാബാണ്. ഭയങ്കര ടഫാണത്. നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പരീക്ഷ നാളെ നടക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ടീമായിട്ട് ഇരുന്നിട്ട് സുബൈ വേറെ ബുക്ക് ഇരുന്ന് വായിച്ചത്. ഉറങ്ങിയിട്ടില്ലെന്ന്. തോൽക്കാൻ പറ്റൂല. തോറ്റ ഇവിടുത്തെ പോലെ അധ്യാപകന്മാർ കൂടി നിന്നിട്ട് പിന്നെ അവനക്ക് നമ്മളൊരു മാർക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 35 ജയിക്കാൻ വെച്ചാൽ അവർക്ക് 30 ഉണ്ട്. അപ്പോൾ സാറില്ല 30 ഓനോ ആണ് പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് മാർക്ക് 30 ഇങ്ങോട്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ ആ സംവിധാനം അവിടെ ഇല്ല. തോറ്റാൽ തോറ്റ തന്നെയാണ്. അവനൊരു കൊല്ലം തോറ്റാളുവാണെയാണ്. എന്നൊരു കാരണം ഞാൻ വേറെ പറഞ്ഞായിരുന്നു. അപ്പോൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെ എല്ലാ ക്ലാസ്സിലും ഭാഷാപരമായിട്ടൊരു ഒരു ഒരു പ്രാധാന്യം കുട്ടിക്ക് കൊടുക്കുകയും. ഇപ്പോൾ ഇൻഷാൻ്റെ പീരീഡ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ ഇൻഷാ എന്താ, അറബി കൊടുക്കുക, അത് മലയാളത്തിലാക്കി വരും, അല്ലെങ്കിൽ മലയാളം കൊടുത്തിട്ട് അത് നാളെ വരുമ്പോൾ അറബിക്കാക്കി പോയ ഏതാണ് ഇൻഷാ. അവിടുത്തെ ഇൻഷാ അതല്ല. ക്ലാസ്സിൽ 2 ആളെ എണീപ്പിച്ച് നിർത്തിയിട്ട് ഇൻഷാ നടക്കുകയാണ്. അറബി ഒരു വിഷയം തരും, മുസ്തഷ്ഫ, നിങ്ങൾ സംസാരിക്കും. നിങ്ങൾ 2 ആളും സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളല്ല, നിങ്ങൾ വഴി വെച്ച് കണ്ടുമുട്ടി, നിങ്ങൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഇങ്ങനെ ദിവസവും ഇൻഷാൻ്റെ പീരീഡിൽ സംസാരം നടക്കുകയാണ്. അത് ഒരു ക്ലാസ്സിലല്ല, എല്ലാ ചെറിയ ക്ലാസ് മുതലേ എന്തുണ്ട്, ഇൻഷാ ഉണ്ട്. പിന്നെ അതിനോടൊപ്പം എഴുത്തുകാരുണ്ട്, അറബിയിൽ നിന്ന് ഉറുദു ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഉറുദു നിന്ന് അറബിക്കാക്കുക, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ സംസാരിപ്പിച്ചുകൊണ്ടുള്ള ശീലിപ്പിക്കൽ അവിടെ നല്ല നടക്കുന്നുണ്ട്. പിന്നെ വല്ല ഗസ്റ്റുകളൊക്കെ ആയിട്ട് ഷേഖന്മാരൊക്കെ വരുമ്പോൾ അധ്യാപകന്മാർ കുട്ടികളെ ഏൽപ്പിക്കുക. നമ്മൾ കുട്ടികളെല്ലാം കൊണ്ടു നടക്കപ്പെടെ, നമ്മളെ സ്ഥാപനങ്ങൾ വന്നാൽ അധ്യാപകന്മാരെ എന്ത് ചെയ്യാം, ഷേഖന്മാരെ കൊണ്ടു നടക്കും. അവിടെ അവർ വന്നാൽ അധ്യാപകന്മാരൊന്നും അതിൻ്റെ ആളുകളല്ല, കുട്ടികളെ അവർക്കൊരു ജനറൽ സെക്രട്ടറിയും മെയിൻ ആളുകളും അതുപോലെ സാഹിത്യ സമാജങ്ങളെ ഓരോന്നിൻ്റെയും സെക്രട്ടറിയും പ്രസിഡന്റും ഒരു ടീം ഉണ്ടാവും. അവരെയാണ് ഇവരെ ഏൽപ്പിക്കുക. അപ്പം ബന്ധങ്ങളായി. അപ്പം അങ്ങനെ കുട്ടികൾക്കൊരു ഭാഷാപരമായിട്ട് നേരിടാനുള്ളൊരു കഴിവും അതിലറിവും കിട്ടിയത് കൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ ഉമരി എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ആളുകളെ കാണുന്നത്. അവിടെ ഉറുദു ആയിരുന്നല്ലോ കൂടുതൽ ഉസ്താദന്മാരും. പിന്നെ ഉറുദു ഭാഷ
തമിഴ് അങ്ങനെ തമിഴ് നാട്ടിലെ ഭാഷ എന്നേ ഉള്ളൂ, സ്ഥാപനമായിട്ട് ബന്ധമല്ല. നമ്മൾ കോളേജിനുള്ളിൽ കയറിയ ഉറുദുവാണ്, പുറത്തിറങ്ങിയാൽ റോട്ടിലിറങ്ങിയാൽ തമിഴ്. കാരണം പുറത്തുള്ളവർ തമിഴന്മാരാണ്, സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുള്ളവരാണ്. തമിഴ്നാട്ടിൽ വിട്ട് കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉറുദു ആണ് അവിടെ കാര്യമായിട്ട്. എല്ലാം ക്ലാസ് ഉറുദു ആണ്, ഖുത്ബ ഉറുദു ആണ്, എല്ലാം ഉറുദു തന്നെ. അന്ന് പഠിച്ച ഈ മുഫസ്സൽ കിതാബ് പറഞ്ഞല്ലോ, അതുപോലെ അവിടുത്തെ സിലബസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കിതാബുകൾ ഏതൊക്കെയായിരുന്നു? അങ്ങനെ കിതാബുകളായിരുന്നു കൂടുതലും, അതോ സിലബസ് ആയിട്ട് വേറെ എന്തെങ്കിലും? സിലബസ് ഉണ്ട്, പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര പോലെ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സിലബസ് പോലെ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇപ്പം നമ്മളെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ കുറച്ച് സിലബസ് യൂണിവേഴ്സിറ്റിയിൽ അതിന് പുറമെ വേറെ ഉണ്ട്, അതിന് പുറമെ വേറെ ഉണ്ട്, പിന്നെയും കുട്ടികൾക്ക് വേറെ. അതൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ്, ഓരോരുത്തർക്കും ഓരോ നയ നിലപാടുകൾ ഉണ്ടാവും. ഇവിടെ സിലബസ് വളരെ കുറവാണ്. ഇപ്പോൾ ഇൻ്റർനാഷണൽ, ഇപ്പോൾ നമ്മളെ ജാമ്യ ഇസ്ലാമിയിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, സിലബസ് കുറവുണ്ടാവും, കുറഞ്ഞു. അതായത് ഒരു 5, 8, 6, 7 അത്രേ ഉള്ളൂ. അപ്പോൾ അത് പക്ഷേ അതെന്തുണ്ടാവും, നന്നായി പഠിക്കാനുണ്ടാവും. അപ്പോൾ നല്ലപോലെ പഠിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പരീക്ഷ എഴുതാനും പാസ്സാകാനും പറ്റുള്ളൂ. അങ്ങനെ പരീക്ഷയ്ക്ക് നന്നായി മാർക്ക് കിട്ടിയാൽ തന്നെ അടുത്ത വർഷത്തേക്ക് അവർക്ക് കയറ്റവും കൊടുക്കുള്ളൂ. അപ്പോൾ ഞാൻ 8 വർഷം എന്ന് പറഞ്ഞല്ലോ കോഴ്സ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തിനാ ആവശ്യമില്ല, ഇബ്തിദായിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർ ഇബ്തിദായി എല്ലാം കൂടിയും കുറച്ച് അറിയാൻ അവർക്ക് സൗകര്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ വേറൊരു 3 കൊല്ലത്തെ കോഴ്സ് കൂടി തുടങ്ങി. അതാണ് ഏദാദിയ എന്ന് പറഞ്ഞത്. അവർ ഈ ആലിമിയലല്ല ചേർക്കുക. ഇപ്പോൾ നമ്മളെ സാധനം ഇബ്തിദായിയ കഴിഞ്ഞിട്ട് പിന്നെ ആലിമിയ ഉണ്ടല്ലോ, അതിലല്ല ആരെ ചേർക്കുക, ഈ വരുന്ന 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നവരെ ചേർക്കുക. അവർക്ക് 3 കൊല്ലത്തെ ഏദാദിയ എന്ന് പറഞ്ഞൊരു കോഴ്സ്. അതിൽ 3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ 2 കൊല്ലം ഫദീല, അപ്പോൾ 5 കൊല്ലം. അപ്പോൾ ഞാൻ പോയി ചേർന്നത് ഏദാദിയയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് പഠിക്കുമ്പോൾ ഒരു വിഷയത്തിൽ 50 മാർക്ക് കിട്ടും, 50 കുറയാൻ പാടില്ല. മൊത്തം പെർസെൻറ്റേജ് 60% കിട്ടും. അങ്ങനെ എനിക്കൊരു വിഷയത്തിൽ 45 മാർക്ക് കിട്ടി. 48 കിട്ടി. 50-ന് 2 മാർക്ക് കുറവ് ഒരു വിഷയത്തിൽ. ആ വിഷയം താരിഖുൽ ഇസ്ലാമാണ്, 2ാം വർഷം പഠിക്കുകയാണ്. താരിഖുൽ ഇസ്ലാമിൽ ഖുലഫാഉർ റാഷിദും അമവിയും അബ്ബാസിയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഉറുദു കിതാബുകളാണ്. എനിക്ക് അന്ന് ഭാഷ അത്ര അങ്ങോട്ട് വശം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിൽ തോറ്റു. ഇവിടെ നിന്ന് പോകുമ്പോൾ അറബി എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് പഠിച്ച അറബിയാണ്, കാര്യമായിട്ട് അറിയൊന്നുമില്ല. ഉറുദു അറിയില്ല, വാപ്പാക്കും അറിയില്ല. വാപ്പ തന്നെ കൊണ്ട് ചേർക്കുമ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പേ എനിക്ക് ചെറിയ ഇടങ്ങറൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വാപ്പാടെ ചോദിച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ഭാഷയും കൂടി ആരാണ്, ഞാൻ എന്ത് കേട്ടാനാണ് എനിക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉറുദു മാലും നെയ് എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് അതും അറിയാം, ഉറുദു മാലും നെയ് അതൊരു അറിവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി വാപ്പനെ കൊണ്ടാക്കി വാപ്പ തിരിച്ചു പോന്നിട്ട് ഞാൻ അവിടെ അങ്ങനെ കള്ളിയത്തിനടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി ഇത് മലയാളിയാണ്, മലബാരികൾ അല്ലെങ്കിൽ കുട്ടി എന്നൊക്കെയാണ് അവർ വിളിക്കുക. എല്ലാവരും അത് എല്ലാവരുടെ പേരും ഒരു കുട്ടിയുണ്ടാവില്ലേ. കാരണം നമ്മളെല്ലാവരും എല്ലാ ഉസ്താദന്മാരും കുട്ടി എന്നാണ് വിളിക്കുക. അപ്പോൾ നമുക്കൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. മറ്റുള്ളവരെക്കാളും അറബിയിലൊക്കെ ഒരു കഴിവ് നമുക്കുണ്ടെന്നൊരു ധാരണ അവർക്കുണ്ട്. അപ്പോൾ ഈ ആളിനോട് വന്നിട്ട് എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഉറുദു മാലും നെയ്യുന്നർ. അപ്പം അതുപോലെ നമുക്ക് പറയാനുള്ളൊരു ഇതില്ല, മറുപടി കൊടുക്കാനുള്ള. അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തുന്നത് ഒന്നും അറിയില്ല. അപ്പം അങ്ങനെയാണ് പിന്നെ ആ ഭാഷ ഞാൻ പഠിച്ചു വരുന്നത്. പക്ഷെ 2ാം കൊല്ലം ആയപ്പോഴും കൃപ്പന പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഈ താരിഖുൽ ഇസ്ലാമിൽ എന്ത് ചെയ്തു, 2 മാർക്കിന് തോറ്റു. അപ്പോൾ ഞാൻ ഈ എക്സാം വീണ്ടും എഴുതാമെന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. പിന്നെ വേണമെങ്കിൽ 2ാമത് ചെക്ക് ചെയ്യാം, പൈസ കൊടുത്തിട്ട് ഫീസ് സംവിധാനം കൊടുത്തിട്ടുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഒരു കൊല്ലം കൂടി ആ 2 മാർക്കിൻ്റെ പേരിൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ പോരാൻ പുറപ്പെട്ടാണ്. അപ്പോൾ എല്ലാം റെഡിയാക്കി പെട്ടിക്കെടുത്ത് പോരുമ്പോൾ ഒരു ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു, ഇവരോടുള്ള വാശിക്ക് പോകണ്ട, ഇവിടെ നിന്ന് പഠിച്ചോ, അതിൽ ഹൈറേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നിന്നാണ്. ആ ഉസ്താദ് പിന്നെ അവിടുന്ന് പോയി. പിന്നെ ബുറൈദയിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ബദായിയോ വേറെ സ്ഥലത്ത് അൽവത്തനിൻ്റെ കോഴി കമ്പനി ഉണ്ട്, ദജാലുൽ വത്തനി. ആ കോഴി കമ്പനിയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി അവിടെ കുറേ മലയാളികൾ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ദായി ആയിട്ടുള്ളത് ഈ ഉസ്താദാണ്. 13 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യം അടച്ചു, 2014 കാണുന്നു. ഹുസൈൻ, ഈ ആദ്യമായിട്ട് മറാബാദി പോകുമ്പോൾ ഉള്ളൊരു ഫീലിങ്സ് എന്തായിരുന്നു? ഈ അറിയാത്ത നാട്, ഭാഷ അറിയില്ല, എന്തായിരുന്നു ഹുസൈൻ്റെ ഒരു അവിടത്തെ കുറിച്ചുള്ളൊരു അന്നത്തെ ആശങ്കകളും? ഫീലിങ്സ് എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞല്ലോ ഇടവണമെന്ന് ഞാൻ പോകുന്നു. പിന്നെ ഇവിടെ ചേർന്നത്, ഇവിടെ നിന്ന് ഒരു ക്ലിയർ വരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ പിന്നെ
തീരുമാനിച്ചിരുന്നു. നിന്നെ എവിടെ കൊണ്ടുപോയി നിർത്തിയാൽ ഞാൻ എന്ത് ചെയ്യും, അവിടെ എന്ത് വന്നാലും ഞാനവിടെ, കാരണം ഇവിടുന്ന് പഠനം നടക്കണില്ല. ഈ പോക്കും വരവും എന്നോട്. ഇപ്പോൾ മഴക്കാലമായി അറിയാലോ. അപ്പോൾ ഇന്നിപ്പോൾ കലക്ടർ ലീവ് കൊടുക്കണവരെ അന്ന് കലക്ടർ ലീവ് വന്നു, അത് മാവേണ്ടിട്ട് പോയി. അപ്പോൾ ആ ഒരു ഇത് കാരണം പഠനത്തിലേക്കൊന്നൊന്നുമില്ല. അപ്പം ഞാനും എനിക്കും തോന്നിയിരുന്നു ഇപ്പോൾ നാട്ടിൽ നിൽക്കണാട് നല്ലത് പോവുകയാണ്. ഇനി എന്ത് ബുദ്ധിമുട്ടാണ് ഇടവേണമെന്ന് ഞാൻ ബുദ്ധിമുട്ടാണ് പോകുന്നത്, കാരണം നാട് വിട്ടുന്ന പരിചയമല്ല, ആദ്യം പോവല്ലേ. ഇനി ഞാൻ അവിടെ പോകുമ്പോൾ എന്തായാലും ഞാൻ പോകും, അവിടെ നിൽക്കും. അങ്ങനെ അപ്പോൾ ബസ് പിന്നെ ഇവിടുന്ന് ട്രെയിനാണ് പോണത്. എനിക്ക് ട്രെയിൻ അങ്ങനെ കയറി പരിചയമില്ല. ആദ്യം കോയമ്പത്തൂർ പോയി ഇറങ്ങി അവിടുന്ന് വേറെ ട്രെയിനിൽ പോയി. പോകുമ്പോൾ പാപ്പ അങ്ങനെ പറഞ്ഞു, കമ്പി കാണിച്ചിട്ട് പറഞ്ഞു ഇത് ട്രെയിൻ പോണ കമ്പിയാണ്. ഞാൻ അങ്ങനെ കുറേ നേരം ആലോചിച്ച് എങ്ങനെ ഇപ്പോൾ ഇതിന് കുഴപ്പമില്ല ട്രെയിൻ പോകാം, അത് കറണ്ടിൻ്റെ ട്രെയിൻ പോകണമെന്ന് വാപ്പ പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിൻ്റെ ബേസിക് എൻ്റെ കയ്യിലില്ല. ഇത് ട്രെയിനിന് പോകാനുള്ള കമ്പിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ അടിയിൽ കൂടെ പോകണ കമ്പി കുറച്ച് വീതിയുണ്ട്, മുകളിൽ കൂടെ പോയി കമ്പി ഇങ്ങനെ ഇങ്ങനെ ട്രെയിനിൽ പോകാൻ കുറേ ആലോചിച്ചു. ഞാൻ അപ്പാടെ ചോദിച്ചിട്ടില്ല, ചോദിക്കണ ഈ ചോദിച്ചപ്പോഴുള്ള അങ്ങനത്തെ ഒരു ഇതുമില്ല. പിന്നെയാണത് ഇത് കറണ്ടാന്ന് മനസ്സിലായത്. പിന്നെ തമിഴ്നാട്ടിലേക്കല്ലേ പോണത്, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല, എന്നാലും അവിടെ പോവുക എന്നുള്ള നിലക്ക് കുറച്ച് ദിവസം നിന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ചെന്നന്ന് രാത്രി ഹോസ്റ്റലിലെത്തിയപ്പോൾ ഭക്ഷണം ചോറുണ്ട്, കറി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇരിക്കും, കറി ഉണ്ടാക്കി തരാമെന്ന്. അന്ന് ഇൻ്റർവ്യൂ ടൈം, അപ്പോൾ പലരും ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നു. കറി ഉണ്ടാക്കി പുളിങ്ങനെ പിഴിഞ്ഞിട്ട് അത് തിളപ്പിച്ചിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഞങ്ങൾ കൊടുക്കുന്നു. ഫസ്റ്റത്തെ ഭക്ഷണം അതാ. ചെറിയ പ്രയാസമൊക്കെ ഉണ്ട്, ഒരു കരച്ചിലും ഇതൊക്കെ വന്നു, എന്നാലും വന്നാലേ അവിടെ നിൽക്കാൻ വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് കൂടിയതാണ്. പിന്നെ ഭക്ഷണമൊക്കെ അങ്ങോട്ട് ആദ്യം നല്ല പ്രയാസമായിരുന്നു. പരിപ്പ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ രാവിലെ എന്തെങ്കിലും ദോശ ചപ്പാത്തി എന്തെങ്കിലും കടി ഉണ്ടാവും, അവിടെ വെറും പരിപ്പ് കറിയാണ്, ചോറ് രാവിലെ പരിപ്പ് കറിയും ചോറും. ആ ചോറ് രാവിലത്തെ ചോറ് 7 മണിക്ക്. ഉച്ചക്ക് പിന്നെ ഇതന്നെ പരിപ്പ് തന്നെയാണ്, പരിപ്പും കൂടെ വഴുതനങ്ങ ഉരുളങ്കിഴങ്ങോ അതും ചോറും ഉണ്ടാവും. രാത്രി തന്നെ പരിപ്പ് വഴുതനങ്ങ തിരിച്ചു അങ്ങനത്തെ അവിടെ 3 നേരം ചോറായിരുന്നു. ലാസ്റ്റ് അവസാനത്തെ കൊല്ലപ്പോൾ ഒരു സേമിയനും ഇതൊക്കെ മക്രോണൊക്കെ വരാൻ തുടങ്ങി. അന്ന് പൈസ ഉള്ള കുട്ടികളും ചെയ്യും, നല്ല മുതലാളിമാരെ മക്കളുണ്ടാവും. ഒരു പുറത്ത് പോയിട്ട് പൊറാട്ട നല്ല സാമ്പാർ വീട്ടിലേക്ക് ഉണ്ടാവും. പൊറോട്ട ഉണ്ട്, പൊറാട്ട അവിടെ ഉണ്ട്, ദേശീയ ഭക്ഷണമല്ലേ, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവർ പുറത്ത് പോയി കഴിക്കും. നമുക്കങ്ങനെ ബിസിനസ്സുകാർ, വലിയ ബിസിനസ്സുകാരുടെ മക്കളൊക്കെ ഉണ്ടാവും, നല്ല പൈസ ഉള്ള മക്കൾ. നമുക്കന്ന് വാപ്പ മാസം അയച്ചു തരിക 100 റുപ്യ. ആ 100 റുപ്യ വേണം ഒരു മാസം. പക്ഷെ അന്ന് 100 റുപ്യ അത്യാവശ്യം ഉണ്ട്. ആ 100 റുപ്യ പോസ്റ്റ് ഓഫീസിൽ മണി ഓർഡർ ആയിട്ടാണ് വരിക. അപ്പോൾ അന്ന് ലിസ്റ്റ് ഇടും, മണി ഓർഡർ ഉള്ള പറഞ്ഞുണ്ട്. എന്നിട്ട് നമ്മൾ വാർഡൻ്റെ അടുത്ത് പോകും. വാർഡൻ്റെ കയ്യിലെ ലിസ്റ്റ് ഇത് ചീട്ട് ഫുള്ളുണ്ടാകും. ആ മൊത്തം വാർഡൻ പോസ്റ്റ് ഓഫീസിൽ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും, നമ്മുടെ കയ്യിൽ തരില്ല. ഇങ്ങനൊരു രജിസ്റ്റർ ഉണ്ടാവും, അതിലിങ്ങനെ പേര് ഇതിന് ഓരോരുത്തരുടെ രജിസ്റ്റർ ഉണ്ട്, ഇന്ന ആളെ 10 റുപ്യ അവിടെ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ വെക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് 10 റുപ്യ വേണമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, വാങ്ങണം. അപ്പോൾ ഞാൻ 10 വാങ്ങില്ല, നമ്മൾ 5 6 ഒക്കെ വാങ്ങും. കാരണം അന്ന് ചായക്ക് 75 പൈസ, 5 റുപ്യ ഉണ്ടെങ്കിൽ തന്നെ 4 ചായ അടിക്കാം. അപ്പോൾ 100 റുപ്യ ഇഷ്ടം പോലെ ഇരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ എങ്ങനെയാണ്? അഡ്മിഷൻ ഇൻ്റർവ്യൂ ആയിരുന്നു, എന്തൊക്കെയാണ് അത്? ഇൻ്റർവ്യൂ അത് നമ്മൾ ഈ അപേക്ഷ കൊടുത്ത് അപേക്ഷ കിട്ടിയവർക്ക് ചെല്ലാൻ പറഞ്ഞവർക്ക് കത്ത് വരും, ചെല്ലേണ്ട ആളുകൾക്ക് കത്ത് വരും. നമ്മൾ ആ കത്തിയിട്ട് നമ്മൾ ചെല്ലാം. ഒരു ദിവസം ഇൻ്റർവ്യൂ ഉണ്ടാവും, അന്ന് എല്ലാവരും അവിടെ വരണം. പിന്നെ അന്ന് എടുക്കൂല. പിന്നെ അല്ല റെയർ കേസുകളൊക്കെ വലിയ പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ച് പറഞ്ഞാൽ അത്യാവശ്യമാണ്, അങ്ങനത്തെ കേസുകൾ മാത്രം എടുക്കൂല. ഇടയിൽ വെച്ചിട്ട് ചെയ്യൂല, ആര് പറഞ്ഞാലും അവിടെ എടുക്കൂല. ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം ചെല്ലണം. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മൾ പിന്നെ പരീക്ഷയാണ്, പിന്നെ എഴുത്ത്, അറബി ഭാഷ, അങ്ങനെയൊക്കെ പരീക്ഷണം. പിന്നെ കുറച്ച് വായിപ്പിക്കൽ. ഇൽമിപ്പോൾ വരുന്നവർക്ക് അതെല്ലാം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. ഖുർആൻ ഓതിപ്പിക്കും, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ അഖീദപരമായിട്ട് നമ്മുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവർ നമ്മൾ മലയാളികളെ നമുക്കറിയാം. അപ്പോൾ കുറച്ചൊക്കെ തമിഴ് അറിയുന്ന അധ്യാപകന്മാരുണ്ട്, തമിഴ് മലയാളമൊക്കെ ഇവിടെ കൂട്ടി കുഴച്ചിട്ട് നമ്മളോട് ചോദിക്കും. അതനുസരിച്ചിട്ട് അവിടെ അന്ന് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ റിസൾട്ടും തരും, അന്ന് തന്നെ തരും. ഒക്കെ അത് പിന്നെ എക്സാം ആയാലും അങ്ങനെ തന്നെ, അതൊക്കെ വേറെ സിസ്റ്റങ്ങളാണ്. അന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് തരും. കിട്ടാത്തവർക്ക് അന്ന് തന്നെ എന്ത് ചെയ്യാം, പോവാം. ഈ ഗസ്റ്റ് അന്ന് ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ ഗസ്റ്റുകൾക്കൊക്കെ കടക്കാനുള്ള സൗകര്യങ്ങൾ, ഭക്ഷണ സൗകര്യമൊക്കെ അവിടെ ആരും ഉണ്ടായി. ഉസ്താദ് ഇപ്പോൾ ഞാൻ ജാമ്യയിൽ ഉസ്താദ് നമ്മളെ സർഫാണ് ഫസ്റ്റ് മുതൽ പഠിപ്പിച്ചത്. അപ്പോൾ സർഫിലും ഇതിലുള്ള ഇതെങ്ങനെയാണ്, അവിടെ നിന്ന് കിട്ടിയതാണോ അതോ പിന്നെ ഉസ്താദിൻ്റെ സ്വന്തം താല്പര്യം അങ്ങനെ ഒന്ന് അവിടെ നിന്ന് കിട്ടിയ തന്നെയാണ്. സെർഫിൽ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു സെർഫിൻ്റെ കിതാബുണ്ട്.
അതിൽ നമ്മളിപ്പോൾ ഈ മീസാനും സഞ്ചാനും ഒക്കെ പുറമെ ആ ആ ഒറ്റ ബുക്ക് തന്നെ എല്ലാം ഉൾക്കൊള്ളുന്നൊരു ബുക്കാണ്. അതായത് സാധാരണയുള്ള ഫേല് മാലി മുലാരി അമ്ര കഴിഞ്ഞ് നൂന് തക്കീല ഖഫീഫ അമ്ര നഹി അങ്ങനെ പോയിട്ട് പിന്നെ അതിന് സിഫത്തുകൾക്ക് പോവുകയാണ്. ഇസ്മുഫായിൽ ഇസ്മഫുൽ സിഫത്ത് മുസബ ഇസ്മു മുബാലക അതങ്ങനെ പോയിട്ട് പിന്നെ അതിൽ തന്നെ എന്ത് ചെയ്യാണ് താലീൽ ഓരോ മുഴത്തലിൽ താലീലാത്തുകൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ ആ ഒരു പുസ്തകം ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ കൊല്ലം പഠിക്കും ഫസ്റ്റ് വർഷം തന്നെ. അപ്പം അതിൽ വേറെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ ഉറുദും കിട്ടും. അപ്പം നമ്മളിവിടെ ഫാല ഫാല ഫാലു എന്ന് പറയുമ്പോൾ നമ്മൾ ഫാല ഫാലെന്നേ പഠിക്കണുള്ളൂ. അവിടെ അങ്ങനെയല്ല പഠിക്കുക. ഫാല ഓ ഏക് മർദിനെ കിയ അവൻ ഒരാൾ ചെയ്തു. ഫാല ഉൻ ദോ മർദോനെ കിയ ഫാലു ഓ സബ് മർദോനെ കിയേ. അപ്പോൾ ഉറുദുവിൻ്റെ ഗ്രാമറും കിട്ടി, അറബിൻ്റെ ഗ്രാമറും കിട്ടി. അത് മുലാരിയാകുമ്പോൾ എഫ് അലു ഓ ഏക് മർദ് കർത്താ ഹേ, എഫ് അലാനി ഓ ദോ മർദ്ദേ കർത്തേ ഹേ, എഫ് അലൂന ഓ സബ് മർദ്. അപ്പോൾ ഉറുദുവിൻ്റെ ഗ്രാമർ ഒപ്പം വരും. അപ്പോൾ ആ നിലക്കുള്ളൊരു പഠനമായിരുന്നു അത്. ഓരോന്നും അതിപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സിൽ വന്ന് എല്ലാവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് നാളെ ബാക്കി എടുക്കുള്ളൂ. എഴുതാൻ നല്ല ഉണ്ടാവും, ഒരുപാട് വർക്ക് ഉണ്ടാവും. ക്ലാസ്സിലൊക്കെ എത്ര കുട്ടികളുണ്ട്? ക്ലാസ്സിൽ 40-30 ഒക്കെ ഇടയിലായിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എഴുതാനുള്ളത് എഴുതിപ്പിക്കും, എഴുതിയത് വായിപ്പിക്കുക ചെയ്യാം. നോക്കണതിന് പകരം എഴുതിയത് വായിക്കുന്നതാണ്. അതിൽ വേറൊരു ഹിക്മത്തുണ്ട്. ചില കുട്ടികൾ കോപ്പി അടിച്ച് വരും, എഴുതാൻ വായിക്കാൻ കിട്ടൂല. അവന് മനസ്സിലാക്കി എഴുതിയത് അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ കിട്ടൂല. അപ്പോൾ കുട്ടികൾക്ക് എഴുത്തും നടക്കണം, ഓനിക്കത് മനസ്സിലാവും വേണം, ഓനിക്ക് വായിക്കാനുള്ള ശീലവും വരണം. അപ്പോൾ ക്ലാസ്സിൽ കിതാബ് എടുക്കുകയാണെങ്കിലും ഉസ്താദ് വല്ല വായിക്കുക, അങ്ങനെ കൊണ്ട് വായിപ്പിക്കുക. ഹുജ്ജത്തുൽ ആൽബാലി എടുത്തിരുന്നു, തിർമിദി അതിൻ്റെ ഹദീസിൻ്റെ എടുത്തിരുന്നു. ഒക്കെ നമ്മളാണ് വായിക്കണം. അബ്ബാസിയ ചരിത്രം അറബിയായിരുന്നു, താരീഖുൽ അബ്ബാസിയ ഖലീൽ റഹ്മാൻ എടുത്തിരുന്നു. അത് ഞങ്ങളാണ് വായിക്കുക, അവരതിൻ്റെ ആശയം പറഞ്ഞ് പോവുള്ളൂ. അപ്പോൾ കുട്ടികളെ കൊണ്ട് നമ്മുടെ നാട്ടിലെ കുറവാണ്. നമ്മുടെ നാട്ടിൽ ഉസ്താദ് വായിക്കും, ഉസ്താദ് അർത്ഥം പറയും, കുട്ടികൾ കേൾക്കും. ഇസ്തിമാനെക്കാട്ടും കൂടുതൽ വരേണ്ടത് കുട്ടികളുടെ ഒരു കറാത്ത് ഇങ്ങോട്ട് വരണം. അതെ അതെ, അത് നമ്മുടെ ആക്ഷേപം പറയല്ല, അങ്ങനെ ഒരു പരിമിതി ഇവിടെ ഉണ്ട്. അതായത് നമുക്ക് സിലബസ് കൂടുതലാണ്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ വായിച്ചിട്ട് വിഷയം തീരൂല്ല, തെറ്റൊക്കെ തിരുത്തി കൊടുക്കൽ പീരീഡ് കഴിയും. പിന്നെ അധ്യാപകന്മാരെ പരിമിതികളും ഉണ്ടാവും. ഉസ്താദ്മാരിൽ അന്ന് ഉസ്താദിനെ ഏറ്റവും സ്വാധീനിച്ചതോ അല്ലെങ്കിൽ ഒരുപാട് പാഠങ്ങൾ കിട്ടിയൊരു തിരിച്ചറിവുകൾ കിട്ടിയ ഉസ്താദ്? തിരിച്ചറിവ് കിട്ടുക പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ചീത്തയക്കണ ആരാക്കുന്ന ഓരോക്കാലത്ത് തിരിച്ചറിവ് കിട്ടുക. അതിപ്പോൾ നമുക്ക് ലഫറുൽ ഹക്ക് കണ്ട ആളുണ്ടായിരുന്നു. ലഫറുൽ ഹക്ക് അദ്ദേഹത്തിൻ്റെ വാപ്പ അവിടുത്തെ പഴയകാല അധ്യാപകൻ ഷാക്കിർ നായിറ്റി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പിന്നെ കോയമ്പത്തൂർ തിരുപ്പൂർ ഏതോ ഭാഗത്ത് പള്ളിയിലെല്ലാം വിളിച്ച കുത്തുബക്കും വരും. ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് പേടിയുള്ള അധ്യാപകൻ അദ്ദേഹം. ഏത് വിഷയം? അതായത് എടുക്കുന്ന സൊറൂഫ എടുത്തിരുന്നു, നഹു എടുത്തിരുന്നു, പിന്നെ ഹുജ്ജത്തുൽ ആൽബാലി അദ്ദേഹം എടുത്തിരുന്നു. അങ്ങനെ ചില വിഷയങ്ങളൊക്കെ. പക്ഷെ അദ്ദേഹത്തിന് സ്വഭാവം എന്ന് വെച്ചാൽ ക്ലാസ്സിൽ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ്. അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ കിതാബൊക്കെ വായിച്ച് അക്ഷരമൊക്കെ ഹർക്കത്തൊക്കെ ക്ലിയറൊക്കെ ഞങ്ങൾ ഇരിക്കുള്ളൂ, വായിപ്പിക്കും. പക്ഷെ വേറൊന്നുണ്ട്, നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചിട്ട് നല്ല നന്നായി വായിച്ച് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു ഇത് കണ്ടാൽ അപ്പം തന്നെ ചായക്ക് ഓർഡർ ചെയ്യും. എന്നിട്ട് ആ ചായ ക്ലാസ്സിൽ കൊണ്ടിപ്പിച്ചു കുടിക്കാൻ പറയും. അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവും മറ്റവർ നോക്കണത്. അത് നോക്കണ്ട വെച്ചാൽ കുടിച്ചോ, നിനക്ക് അർഹത ഉണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെ ആ നിലക്കൊരു പ്രേരണ അടുപ്പുണ്ടാക്കിയിട്ട് അവർക്ക് അതോടെ എന്നാൽ പേടിയാണ്. ഇപ്പം ചായ കുടിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ചീത്തറായിരിക്കൊന്നുമില്ല, അവിടെ തെറ്റിയാൽ. അപ്പം അങ്ങനൊരു ഇതുണ്ടായത്. കുട്ടികളെ ദേഷ്യപ്പെട്ടിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാലും പിന്നെ ആ കുട്ടികളോട് നല്ല സ്നേഹം കാണിക്കുന്ന ഒരു സമീപനം അവർ അധ്യാപകരിൽ കണ്ടു. അപ്പം ഇപ്പം അടുത്ത് ഞാൻ പോയപ്പോഴും അദ്ദേഹത്തെ കാണണ്ടായി. അതേ ഇപ്പോഴവിടെ ഇപ്പോഴല്ല, അതിപ്പോൾ മരിച്ചോ അല്ലേ എന്നൊക്കെ ഒരു ഉറപ്പ് പറയാൻ വയ്യ. കാരണം അത്രയ്ക്ക് സുഖമില്ലാണ്ട് വീട്ടിലിരുന്നു. കഴിഞ്ഞ കൊല്ലം പോയ കുട്ടികൾ കണ്ടു, സംസാരിച്ചു, വന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായിരുന്നു ഞാനങ്ങോട്ട് കുട്ടികൾ വേറെ കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ സഹപാഠികൾ അന്ന് കൂടെ പഠിച്ചിരുന്നവരിൽ പിന്നെ കേരളത്തിൽ നിന്നുള്ള അല്ലാതെ ആരെങ്കിലും അതുപോലെ പുറത്തുനിന്ന് ആരെങ്കിലും നമുക്കിന്ന് അങ്ങനെ വലിയ സേവനങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ സഹപാഠികളിൽ? അതിലിപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഉമറാബാദിൻ്റെ നാദിമിൻ്റെ സ്ഥാനത്തിരിക്കണ അബ്ദുൽ അലീം അവനങ്ങളൊന്നിച്ച് പഠിച്ചവരാണ്. പിന്നെ അവിടുത്തെ അധ്യാപകനാണ് ഇബ്രാഹിം ചട്ടറഗി, കർണാടകയിലുള്ള ആളാണ്. അതേപോലെ ഇപ്പോൾ നമ്മളെ ബാംഗ്ലൂരിൽ പിന്നെ കുല്യത്തുൽ ഹദീസ് നടത്തുന്ന ഇതിലുള്ള പല ഇതിലും അവിടെയാണ് അബ്ദുൽ വാജിദ് ഉമരി അങ്ങനെയുള്ള ആളുകളൊക്കെ.
പിന്നെ പല പല ആളുകളും ബിസിനസ് രംഗത്താണ്, പലരെയും അറിയാം. ഇപ്പോൾ ബാംഗ്ലൂരുണ്ടായിരുന്ന വലിയ ജലീൽ സാഹിബ് എന്ന് പറയും, അവർ കോഴീൻ്റെ ബിസിനസ്സാണ്, കോഴി ഇറച്ചിയും കോഴി മുട്ടയൊക്കെ. ആ മകനിപ്പോൾ കൊണ്ടെടുത്ത് ഞാൻ ചിലപ്പോൾ ബാംഗ്ലൂർ മുമ്പ് അവനെ കാണാൻ വേണ്ടി പോകാറുണ്ട്, ശിവാജി നഗറിൽ മാർക്കറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ പല ആളുകളും പല രംഗത്തായിട്ട് ഇപ്പോൾ ഉള്ളത്, പലരും ഇവർ അധ്യാപകമാരായിട്ട് തന്നെ ഇപ്പോൾ 3-4 ആളുകൾ ഉമറാബാദിലുണ്ട്. ചായ വേണമെങ്കിൽ കുടിച്ചോളൂ. പിന്നെ അവിടുത്തെ ഒരു ഷെഡ്യൂൾ ഒന്ന് പറയാൻ പറ്റും? ഒരു ദിവസം ഒരു ഉസ്താദ് പഠിച്ചിരുന്ന കാലത്ത് പഠനത്തിൻ്റെ ഷെഡ്യൂള് രാവിലെ 7 നമ്മൾ സുബൈൻ്റെ മുമ്പ് നമ്മളെ വിളിക്കും, വാർഡൻ വരും. വാർഡൻ കയ്യിൽ വലിയ വടി ഉണ്ടാവും, കുട്ടികളെ തല്ലാനല്ല, കട്ടിലും പഠിക്കാനാണ്. എല്ലാ റൂമിലും വന്ന് വിളിച്ച് സുബൈൻ്റെ ജമാഅത്തിനോട് കൂടി എല്ലാവരും ചെയ്യണം, പള്ളിയിൽ എത്തണം. സുബൈ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ആരും എണീറ്റിരിക്കുന്നത് കാണാൻ പാടില്ല, നോട്ടിക്ക്. കാരണം നമ്മളെ വിഷയങ്ങളിൽ സിലബസിന് പുറമെ അഖ്ലാഖ് കണ്ടർ മാർക്കുണ്ട്. എല്ലാവരും ഇതിൽ ജയിച്ചില്ലെങ്കിലും പോവും, തോൽക്കും. അപ്പോൾ അതുകൊണ്ട് ജമാഅത്തിന് ആരും വൈകൂല. പിന്നെ ജമാഅത്ത് കഴിഞ്ഞാൽ കുട്ടികളവിടെ ഇരിക്കണം. എന്നിട്ട് ഈ വാർഡൻ ഹോസ്റ്റലിൽ വരും, ആരൊക്കെ വരാത്തത് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഹാജരെടുക്കും. ഹാജർ എന്നാ എടുക്കാമെന്ന് അറിയില്ല, ചിലപ്പോൾ 1.5 എടുക്കും, ചിലപ്പോൾ ദിവസം കൊടുക്കും, ചിലപ്പോൾ 10 ദിവസം കൂടുമ്പോൾ എടുക്കും. എന്ന് ഹാജരെടുത്താലും അതിൻ്റെ സമയത്തൊന്നുമില്ല, ഏത് ജമാഅത്തിനും എന്ത് ചെയ്യും, ഹാജരെടുക്കും. അപ്പോൾ ആ ഹാജരെടുക്കുമ്പോൾ എല്ലാ കുട്ടികളും അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലാത്തവരെ വിളിപ്പിക്കും ഓഫീസിൽ, അവിടെ പോയി എന്തിനു പോയി, എന്തുകൊണ്ട് വന്നില്ല, കാരണമൊക്കെ അവിടെ ബോധിപ്പിക്കണം. അപ്പോൾ സുബൈ കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരുന്ന് വായിക്കും. കുറച്ച് ഒരു 15 മിനിറ്റ് ഓതാനുള്ള സമയം, അപ്പോൾ ഓത്തേ പാടുള്ളൂ. ഓത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇരുന്നിട്ട് വായിക്കണം അവിടെ തന്നെ. 7 മണി ആകുമ്പോഴത്തേന് അടുക്കളയിൽ ബെല്ലടിക്കും. അടുക്കളയിൽ വന്ന് ഭക്ഷണം കഴിച്ച് 7:30 ആകുമ്പോഴത്തേന് കോളേജിൽ ബെല്ലടിക്കും, അങ്ങോട്ട് പോകണം. 7:30 മുതൽ 12:30 വരെയാണ് ക്ലാസ്, 7 to 12. അതിൻ്റെ ഇടയിൽ ഇൻ്റർവെല്ലുണ്ട്. പിന്നെ ഉച്ചക്ക് വന്നിട്ട് 1-1.5 മണിക്കൂർ ദൂറും കഴിഞ്ഞ് പിന്നെ ക്ലാസ് വീണ്ടും തുടങ്ങും 3:30 വരെ, 1.5 മണിക്കൂർ. അസർ വരെ ക്ലാസ് ഉണ്ട്. അസർക്ക് ശേഷം ഗ്രൗണ്ട് ഉണ്ട്. ഹോസ്റ്റലിൽ ഇരിക്കാൻ പാടില്ല, ഒന്നുകിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കണം, അല്ലെങ്കിൽ പിന്നെ ലൈബ്രറി പോകണം. ഹോസ്റ്റലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്ന ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരു ഉഷാറ് ഊർജ്ജസ്വലത ഉണ്ടാവില്ല. ചിലരുണ്ടല്ലേ ക്ലാസ് വായിക്കുക പിന്നെ കടന്നുറങ്ങുക, പിറ്റേ ദിവസം എടുത്ത് ക്ലാസ്സിൽ പോവുക, അങ്ങനെ പറ്റില്ല. ഓനൊരു ഉഷാറായിട്ട് വളരണം. അത് കഴിഞ്ഞ് മഗ്‌രിബ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വായിക്കണം. എന്താ പറയുക, അല്ല മഗ്‌രിബ് കഴിഞ്ഞാൽ ഭക്ഷണം, മഗ്‌രിബ് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ഇശാക്ക് ജമാഅത്തിന് വരുമ്പോൾ വായിക്കാനുള്ള പുസ്തകം കൊണ്ട് വേണം വരാൻ. ഈ വരണ്ട് പള്ളിക്കലേക്കാണ്, പള്ളീൻ്റെ വലിയ ഒരു പള്ളിയുണ്ട് ഉമറാബാദ് കോളേജിൻ്റെ, അതിൻ്റെ കോമ്പൗണ്ടിൽ അതിൻ്റെ പള്ളീൻ്റെ ഉള്ളിലും മുറ്റത്തെ ഹാള് പുറത്തൊക്കെ ആയിട്ടാണ് ഓരോ ക്ലാസ്സിലും ഗ്രൂപ്പ് ഉണ്ടാവും. അത് അധ്യാപകന്മാരെ നിശ്ചയിച്ച് തരും. ഓരോ ക്ലാസ്സിലും 5 കുട്ടികൾ 6 കുട്ടികൾ വീതം ഓരോരോ ഗ്രൂപ്പാക്കി മാറ്റും. ആ ഗ്രൂപ്പുകൾ ഇരുന്നിട്ടാണ് എന്ത് ചെയ്യുക, വായിക്കുക. ഒറ്റക്കൊരാളും വായിക്കില്ല. ഒരു പുസ്തകം ഇന്ന് എടുത്ത വിഷയം ഒരു അമീർ ഒരാൾ വായിക്കും, മറ്റുള്ളവർ കേൾക്കും, ചർച്ച ചെയ്യും. എനിക്ക് സംശയമുള്ളത് അവൻ പറഞ്ഞു തരും, എനിക്ക് സംശയമുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കും. അടുത്ത വിഷയം എടുത്താലും അത് വേറൊരാൾ വായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും. ഗ്രൂപ്പ് പഠനമാണ് അവിടെ. അങ്ങനെ വായനയിൽ മലയാളികളാണോ അതോ ഉറുദുക്കാരനെ മൊത്തത്തിൽ നമ്മുടെ ഇടപെടൽ നമ്മൾ ഇപ്പോൾ കളിക്കലും പിന്നെ ചോറിനലും കടന്നുറങ്ങലും പള്ളി പോക്കും അതേപോലെ അടിപിടി കൂടുകയാണെങ്കിലും ഒക്കെ ഉറുദുനെ പറയും. അതുകൊണ്ട് ഭാഷ നേരെ കിട്ടും. മറ്റെവിടെ പോയിട്ട് കിട്ടാത്ത രൂപത്തിൽ ഉമറാബാദ് പഠിച്ചാൽ ചെയ്യും. വാപ്പാൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭാഷ പഠിക്കുക എന്നുള്ളൊരു, നമുക്ക് എവിടെ പോയാലും ആവശ്യമുള്ള ഭാഷയാണ് ഉറുദു. അതുകൊണ്ട് ഉറുദു പഠിക്കുക എന്നുള്ള ലക്ഷ്യപ്പെടി വാപ്പാൻ്റെ അന്നത്തെ നിയമത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധപ്പോൾ ഗ്രൂപ്പായിട്ട് ഇരുന്ന് വായിക്കൽ, കളിക്കാൻ പോകുമ്പോൾ കൂടെ പോയാൽ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതിലും ആ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള നമുക്ക് തോന്നും. അന്ന് ഇപ്പോഴത്തെ നമ്മൾ 2 മാസം 2-3 ആഴ്ച മുമ്പ് പോയപ്പോഴും ഉമറാബാദ് ആ വലിപ്പമുള്ള സ്ഥാപനം അത് അതേപോലെ തന്നെ അന്നും ആ വലിയ പള്ളിയും അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയുടെ ബാക്കിൽ ലൈബ്രറി, കുറേ കെട്ടിടങ്ങൾ, ഹോസ്റ്റല്, വലിയൊരു കോമ്പൗണ്ട് ആണല്ലോ. ഉസ്താദ് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ? സ്ഥാപനങ്ങളായിട്ട് പുതിയതൊന്നും വന്നിട്ടില്ല. നമ്മൾ കോളേജിലേക്ക് കയറി ചെന്നാൽ ആദ്യം മുൻഭാഗത്ത് കാണാൻ വലിയ പള്ളി. ആ പള്ളി 95-ലോ 96-ലൊക്കെയാണ് അതിൻ്റെ പണി പൂർത്തിയായിട്ട് ഉദ്ഘാടനം കഴിയുന്നത്. അതിന് തൊട്ടപ്പുറത്ത് വലത്തെ ഭാഗത്തുള്ള ഹോസ്റ്റൽ, അത് അന്നുള്ളതാണ്. പിന്നെ പള്ളീൻ്റെ അടുത്ത സൈഡിലുള്ള ഒന്ന് കുല്ലിയൻ്റെ ബിൽഡിങ്, തൊട്ടപ്പുറത്ത് താറുഫുൽ ഇസ്ലാം, ഈ പുതിയ മുസ്ലിങ്ങൾക്ക് ഉള്ള ബിൽഡിങ്,
തൊട്ടപ്പുറത്ത് സാനവി ഇബത്തിദായിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബിൽഡിങ്, അതിൻ്റെ അപ്പുറത്ത് IT വകുപ്പിൽ പഠിക്കാനുള്ള, ഇതൊക്കെ അന്നും ഉള്ള തന്നെയാണ്. പുതിയതായിട്ട് പിന്നെ അവിടെ വന്നിട്ടൊന്നുമില്ല. പുതിയത് വന്നത് പള്ളിൻ്റെ പിൻഭാഗത്തൊരു ലൈബ്രറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ആ ലൈബ്രറിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പഴയ ഹോസ്റ്റലിൻ്റെ അങ്ങേ സൈഡിൽ ഒരു പുതിയ ഹോസ്റ്റലിൻ്റെ ഭാഗം പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അന്ന് മുതലേ ഉള്ള ബിൽഡിങ്ങുകളാണ്. ഉസ്താദ് പഠിച്ച സമയത്ത് ലൈബ്രറി അപ്പോൾ എവിടെയായിരുന്നു? ഇതിന് ക്ലാസ്സിൻ്റെ ആ കെട്ടിടത്തിനുള്ളിലാണ് ലൈബ്രറി? അല്ല, പിന്നെ അത് ആ കോമ്പൗണ്ടിലല്ല, ഇപ്പുറത്തെ കോമ്പൗണ്ടിലാണ്. പുറത്തെ പഴയ സൈഡിൽ ഈ പുറത്തുള്ള ഉമർ മൗലവി ഈ ഭാഗത്തിന്റെ മാന പഠിക്കാൻ വേണ്ടി വന്നു എന്ന് പറഞ്ഞ ആ ലൈബ്രറിയാണ് പഴയ കാലത്തെ കെട്ടിടമാണ്. അതിലാണ് അന്ന് ഞങ്ങൾ ലൈബ്രറി ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇഷാകേശം വായന കഴിഞ്ഞ ശേഷം ഒരു 10 മണി വരെ വായിക്കണം. പിന്നെ പോയിട്ട് 10:30 എല്ലാവരും ലേറ്റ് ആക്കി ഉറങ്ങണം. അതിൻ്റെ അപ്പുറം ഇരിക്കാൻ പാടില്ല. 10 കൂടി പിന്നെ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ പ്രശ്നമല്ല, റൂമിൽ ശല്യം ഉണ്ടാക്കരുത്. അപ്പോൾ എന്തായി, കുട്ടികൾ വരാന്തയിൽ അവിടെ ലേറ്റ് ഉണ്ട്, അവിടെ പായി വിരിച്ചിട്ട് ഒറ്റയ്ക്ക് കുറച്ച് കൂടുതൽ എഴുതാനുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് തലേ ദിവസം ലീവായാൽ നോട്ട് പകർത്താനുള്ളവരോ ഒറ്റയ്ക്ക് വായിക്കണമെന്നൊക്കെ പുറത്തിരിക്കാം. റൂമിൽ ലേറ്റ് ഇട്ടിട്ട് ആൾക്കാർക്ക് കുട്ടികൾക്ക് ശല്യം ഉണ്ടാക്കാൻ പാടില്ല. ലീവ് എങ്ങനെയാണ്? ലീവ് പിന്നെ കൊല്ലത്തിൽ 3 ലീവാണുള്ളത്. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ഷവ്വാൽ 15 അവിടെ എത്തിയാൽ ഷവ്വാൽ 15, ദുൽഖഅദ് 15, ദുൽഹജ്ജ് 1 ലീവാവും. 1 ദുൽഹജ്ജ് 3-4 ലീവാവും. ദുൽഹജ്ജ് 15 വരെ ഒരു 10 ദിവസം, അത് ഒരാഴ്ച, അത് വലിയൊരുനാളുടെ ലീവാണ്. അതാണ് ആദ്യത്തെ ലീവ്. അത് വൈകി ചെല്ലാനും പാടില്ല, ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിരിക്കണം. ആരും വൈകി എത്തൂല, പേടിയാണ്. കറക്റ്റ് നല്ല സ്ട്രോങ് നിയമങ്ങൾ. പിന്നെ അടുത്ത ലീവ് വരുന്നത് ദുൽഹജ്ജ് കഴിഞ്ഞാൽ മുഹറം, സഫർ, റബീഉൽ അവ്വൽ 15 കൂട്ടുക. റബീഉൽ അവ്വൽ 15 മുതൽ 30 വരെ. അപ്പോൾ ആ പേരിൽ എക്സാം കഴിയും, സർക്കുലർ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ലീവാണ്. പിന്നെ റബീഉൽ ആഖിർ, ജമാദുൽ ഊല, ജമാദുൽ ഉഖറ, റജബ്, ശഅബാൻ 15, 4.5 മാസം. എന്നിട്ട് പോറ്റാടുക. ശഅബാൻ 15 പോകുന്ന പിന്നെ ഷവ്വാൽ 15 പിന്നെ തിരിച്ചു പോകും. 2 മാസത്തെ. കാരണം ഒക്കെ അധികം കുട്ടികൾ ഹാഫിദുകളായിരിക്കും. അവർക്കൊക്കെ പള്ളിയിൽ പോയി നിൽക്കുന്നവർ, ഇമാമത്ത് നിൽക്കുന്നവരൊക്കെ. അങ്ങനെ കൊല്ലത്തിൽ 3 ലീവ്. അതിൻ്റെ അപ്പുറം ഒരു ലീവ് നമുക്ക് ഇല്ല. പിന്നെ എമർജൻസി കേസുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് കൊടുത്താൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയാണ് മരണം കാര്യങ്ങളൊക്കെ. അന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തുകളായിരിക്കുമല്ലോ ഉസ്താദ്, വീട്ടിലേക്കൊക്കെ കത്തായിരിക്കും. അന്ന് കത്തെഴുതലാണ്, മൊബൈലൊന്നും ഇല്ലല്ലോ. പിന്നെ ചിലപ്പം ബൂത്തിൽ പോയിട്ട് അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കും. അതൊക്കെ ടെൻഷനാണ്, കാരണം ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുമല്ലോ. കത്ത് എഴുതുമ്പോൾ അതറിയില്ല ഏതിനെ കൂടെയല്ലേ, നേരിട്ട് സംസാരിക്കല്ലേ. പിന്നെ വീട്ടിലും ഫോണൊന്നും ഉണ്ടാവില്ല, അതിപ്പോൾ അപ്പുറത്ത് വീട്ടിലുണ്ടാവും. വീട്ടിൽ പിന്നെ അന്ന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഉമറാബാദൊക്കെ എത്തിയപ്പോൾ ഫോൺ വന്നിട്ടുണ്ട് ഇവിടെ. അന്ന് ഞങ്ങൾ ഇവിടെ തന്നെയാണ് വീടുണ്ടായിരുന്നത്. പക്ഷെ വിളിക്കാറ് അധികമല്ല, കത്ത് എഴുതുകയാണ്. പിന്നെ കാർഡിൽ അധികം എഴുതുക. കാർഡാകുമ്പോൾ 15 പൈസയുള്ളൂ. അന്ന് കാർഡ് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയണോ? 15 പൈസൻ്റെ കാർഡ്, അതിലാണ് എഴുതുക. മറ്റേത് 75 പൈസയാണ് ഇല്ലൻ്റെന്. ഇത് ഇവിടെ സുഖമാണ്, അവിടെ സുഖമല്ലേ, എഴുതിയിട്ടാണ് കൂടും. വാപ്പി അവിടുന്ന് കത്തായിരുന്നു. പാപ്പ കൂടെ വരുമോ? അത് പാപ്പ ആദ്യ തവണ വന്നിട്ടുള്ളൂ. ആദ്യ തവണ വന്ന് എന്നെ ചേർത്ത്. പാപ്പ അന്നലെ രാത്രി അന്നലെ വൈകുന്നേരം തിരിച്ചു പോന്നു, എന്നെ ചേർത്തിട്ട്. അതിൻ്റെ ശേഷം പിന്നെ വാപ്പ വന്ന് ലാസ്റ്റ് ഞങ്ങൾ സനത് വാങ്ങുന്ന വർഷം സനദാന സമ്മേളനത്തിന് അന്ന് എനിക്ക് പ്രസംഗം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിന് പ്രസംഗം ഉണ്ടായിരുന്നു, മലയാളം, ഉറുദു, അറബി. അതെല്ലാ കൊല്ലവും ഓരോ വാർഷിക സമ്മേളനത്തിന് ഒരാൾക്ക് പ്രസംഗിക്കാൻ അവസരം കൊടുക്കും. അത് മുമ്പ് കഴിഞ്ഞ് സമാജങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഫസ്റ്റിൽ കിട്ടുന്ന ആൾക്ക്. അപ്പോൾ അറബിയിൽ എല്ലാ കൊല്ലവും എനിക്കാണ് ഫസ്റ്റ് കിട്ടും. എല്ലാ കൊല്ലവും ഞാനാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ആ സനത് വാങ്ങണ കൊല്ലം അത് അന്ന് പ്രസംഗം ഉണ്ടായിരുന്നു. അന്നാണ് പിന്നെ വാപ്പ അവിടെ വരുന്നത്. കൊണ്ടുവന്നാക്കി പിന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ പുതിയ മുസ്ലിങ്ങളുടെ ആ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, താറുഫ് ഇസ്ലാം അല്ലേ? അവിടെ ഉസ്താദിൻ്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു അവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ? അന്ന് പിന്നെ ഞാനവിടെ പേര് മറന്നുപോയി. ഈ പാലക്കാട് ഭാഗത്തുള്ള ഒരാളുണ്ടായിരുന്നു, മലയാളിയാണ്. അദ്ദേഹം അവിടെ താമസിച്ചിരുന്നു. തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ പോയിട്ട് ദാവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളായിരുന്നു. അയാളുടെ പേരിൻ്റെ ഓർമ്മയ്ക്ക് വരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിൻ്റെ തന്നെ ചോല കൂടെ അങ്ങനെ സംഘടനാ പ്രവർത്തനങ്ങൾക്കില്ല, ദാവത്ത് പ്രവർത്തനം. എന്നിട്ട് ഇവരെ കൂട്ടിപ്പോവും. ഇവിടെയുള്ള കുട്ടികളുണ്ടല്ലോ, താറുഫുൽ ഇസ്ലാമിൽ അവർക്ക് കൂടുതൽ പഠിക്കലും മാത്രമല്ല ദാവത്ത് നടത്തി പഠിപ്പിക്കൽ കൂടി ഉണ്ടായിരുന്നു. കാരണം അവർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആളുകളാണ്. അപ്പോൾ അവരെ കൂട്ടി പോവുക,
എന്നിട്ട് പറയും ഈ പാവപ്പെട്ട കുറേ ഏരിയകൾ തമിഴ്നാട്ടിൽ ഒറ്റ ദരിദ്രന്മാരായ ആളുകൾ അവർക്ക് ചിലർക്ക് അറിയാഞ്ഞിട്ടാണ് അവരെ പോയി പറഞ്ഞു കൊടുത്താൽ അവർ അപ്പത്തിനും ഇസ്ലാം സ്വീകരിക്കുക. അങ്ങനെ കുറേ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഇവരെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാറുണ്ട്. അതിന് പുറമെ അവർക്കൂടെ സിലബസും കാര്യങ്ങളും ഉണ്ട്. പഠനം, ഖുർആൻ ഹിഫ്ളാക്കലും ദുആകൾ പഠിപ്പിക്കൽ, നിസ്കാരത്തിന് രൂപങ്ങൾ പഠിപ്പിക്കൽ, അതൊക്കെയാണ് കാര്യമായിട്ടാണ്. അവിടെ വലിയൊരു കോഴ്സ് എന്നുള്ള നിലക്കല്ല. ഇപ്പോൾ മതപരമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ പഠിപ്പിക്കുക, ഒരു ദാവത്തിന് വേണ്ടി അവരെ ഒരുക്കുക. അതാണ് താറൂഫുൽ ഇസ്ലാമിൽ നടന്നിരുന്നത്. കമ്പ്യൂട്ടറിൻ്റെ അതും അന്ന് തന്നെ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിന് IT കോഴ്സ് അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ അത് അന്നേ ഉണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഉസ്താദിൻ്റെ പേര് ഫദലുൽ ഹക്ക്, മക്കളുടെ ഒക്കെ പേര് ഹക്ക്, എല്ലാവരുടെ പേരിലും ഹക്ക് ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു തുടക്കം എവിടെ നിന്നാണ്? ഉസ്താദിൻ്റെ ഉപ്പയാണോ, അബ്ദുൽ ഹക്ക് സുല്ലമിയാണോ അതിൻ്റെ ആദ്യത്തെ ആൾ? അതോ വാപ്പയുടെ പേര് അബ്ദുൽ ഹക്ക് എന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹക്ക് കൂട്ടിയിടുക എന്നുള്ള താല്പര്യം വാപ്പക്ക് ഉണ്ടായിരുന്നു. ആ നിലക്ക് അങ്ങനെ ഇട്ടതാണ്. പിന്നെ വാപ്പ ചില പേരുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചിലർക്കൊക്കെ. അപ്പം അങ്ങനെ അപ്പോൾ ഇക്രാമുൽ ഹക്ക് ഇപ്പം എൻ്റെ ഇഷാൻ്റെ കുട്ടിക്ക് ആ പേരിടാനുള്ള കാരണം അത് വേറെ മകൻ്റെ കുട്ടിക്ക് വാപ്പ പറഞ്ഞതായിരുന്നു. പിന്നെ അന്നത് ഇടാതിരിക്കാൻ എന്താ പെൺകുട്ടി അങ്ങനെ എന്തൊക്കെ കാരണം ആ പേരവിടെ ബാക്കിയുണ്ട്. അങ്ങനെ ഇക്രാമുൽ ഹക്ക് എന്നുള്ള പേരക്കുട്ടിക്ക് പേരിട്ടത്. ഉപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മൊത്തത്തിൽ അബ്ദുൽ ഹക്ക് സുല്ലമി എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ ഒരു ഓർമ്മ തുടങ്ങിയ കാലം മുതൽ ഉപ്പാടെ ഒരു ജീവിതം, പിന്നെ ദാവാരംഗത്തുള്ള കാര്യങ്ങൾ? എൻ്റെ ഓർമ്മ എന്ന് പറയുമ്പോൾ ഓർമ്മ മുതലേ വാപ്പ പ്രസംഗിക്കാൻ പോകുന്നു. വാപ്പ നല്ലൊരു പ്രസംഗികനായിരുന്നു. വയസ്സായിട്ട് അസുഖം, ഷുഗറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ക്ഷീണം പ്രയാസമൊക്കെ വന്നതിന് ശേഷമാണ് പ്രസംഗത്തിൽ നിന്നൊക്കെ കുറച്ച് പിന്മാറിയത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ആമയൂരിൻ്റെ ഇപ്പോൾ മെയിൻ റൂട്ടിൽ അവിടെ ആമയൂർ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ വാപ്പ നടത്തിയിരുന്ന പ്രസംഗങ്ങളും ഈ പ്രദേശത്ത് തന്നെ വാപ്പ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ കല്ലേറുകളും അടിയും പിടിയൊക്കെ ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ ശരിക്ക് നമ്മൾ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വാപ്പ സുല്ലമുസ്സലാമിൽ നിന്ന് പഠിച്ചിറങ്ങി ഇവിടെ വന്നതിന് ശേഷമാണ് തുടങ്ങുന്നത്. അത് ആ തുടക്കം ഓരോ വീടുകളും കേന്ദ്രീകരിച്ച് ഖുർആൻ ക്ലാസ്സുകളായിരുന്നു. അന്ന് ഉപ്പ തന്നെ ഉണ്ടായിരുന്നു? അന്ന് വാപ്പ മാത്രമേ ഉണ്ടായിരുന്നു. ഖുർആൻ ക്ലാസ്സുകൾ തുടങ്ങി. പിന്നെ വാപ്പയാണ് പറഞ്ഞിട്ടാണ് ഇവിടെ പലവരും പല സ്ഥലങ്ങളിലും പോയിട്ട് പിന്നീട് പഠിക്കണതൊക്കെ. അങ്ങനെ വാപ്പേനെ ഇടപെട്ടിട്ടാണ് ഇവിടെ കുവൈത്തിലുള്ളൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ അറബിനായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ടും ആ അറബിയായിട്ട് സംസാരിച്ചിട്ടും പള്ളി ഇവിടെ ഉണ്ടാണത്. 40 കൊല്ലമായി. ഞാൻ മദ്രസയിൽ പഠിച്ചതും നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മദ്രസയിലാണ്. അപ്പം അന്ന് എന്നെ മദ്രസ ചേർക്കുന്നത് 3-ാം ക്ലാസ്സിലാണ്. ഇനി അതിൻ്റെ മുമ്പ് മറ്റ് സമസ്തൻ്റെ മദ്രസ പഠനമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല, വീട്ടിൽ നിന്ന് പഠിപ്പിക്കുകയായിരുന്നു. 3-ാം ക്ലാസ്സിലാണ് മദ്രസ തുടങ്ങിയതിന് ശേഷം പഠിക്കുന്നത്. അപ്പോൾ അത് മദ്രസയിൽ പള്ളി ഒക്കെ തുടങ്ങിയത് വാപ്പാൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ അന്ന് പള്ളിയില്ലാത്ത കാലത്ത് ഓരോ വീടുകളിലും ഖുർആൻ ക്ലാസ്സുകൾ എല്ലാ വീടും എല്ലാ ആഴ്ചയും ഉണ്ടാവും. അപ്പോൾ പരിസരത്തുള്ള ആളുകളൊക്കെ വരും. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ കുറേ ആളുകൾ, എല്ലാ ആളുകളും അങ്ങനെ വന്നു, അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വല്യാപ്പയും നമ്മളെ മഹല്ല് പള്ളിയിലെ ഖത്തീബായിരുന്നു. അദ്ദേഹം എവിടെ പഠിച്ച? അപ്പോൾ ഒരു മാഷ, പഴയ കാലത്തെ അറബി മാഷാണ്. അന്നത്തെ മാഷന്മാർക്ക് കുറച്ച് അറിവുള്ളവരാണ്. ഒപ്പം ചെറിയൊരു വൈദ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന ആളും കൂടിയാണ്. ചികിത്സ ആൾക്കാർ വേണ്ടി വന്നിരുന്നു. അപ്പോൾ വല്യാപ്പ വാപ്പാനെ സുല്ലമുസ്സലാമിൽ പഠിപ്പിച്ചു. അന്ന് വല്യാപ്പയുടെ അറബിയിൽ ഖുതുബ പറയുന്ന പള്ളിയിലെ ഖത്തീബ. വാപ്പ വന്നതിന് ശേഷം വാപ്പ ഒരു ദിവസം വല്യാപ്പാടെ പറഞ്ഞു, ഇനി ഒരു ദിവസം നിങ്ങൾ മലയാളത്തിൽ ഖുതുബ പറഞ്ഞു നോക്കി. വല്യാപ്പ ആവേശത്തിൽ പോയിട്ട് അന്ന് ഖുതുബ മലയാളത്തിൽ പറഞ്ഞ് അതോടുകൂടി ഖത്തീബ് സ്ഥാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പള്ളിയിൽ. ആളുകളുടെ അറിവില്ലായ്മയാണ്. ഇപ്പോൾ വല്യാപ്പ വാപ്പുരുഷ പറയണ്ടായി. വല്യാപ്പ കുത്തുബ പറയുമ്പോൾ മിമ്പറിൽ വന്നിട്ട് ഒരായത്തെങ്കിലും ഒമൻ ദഖലഹൂക്കാന ആമീന അന്നിങ്ങനെ നീട്ടിയിട്ട് പോകുന്നില്ല. ഒമൻ ദഖലഹൂക്കാന ആമീന എന്ന്. അപ്പോൾ ആമീന എന്ന് കേട്ടപ്പോൾ ആൾക്കാരെ കൂടെ റളിയല്ലാഹു അൻഹാ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, വല്യാപ്പ അങ്ങനെ കണ്ണട വെച്ചിരുന്നു. കണ്ണട ഉള്ളിൽ കൂടെ വാപ്പാനെ ഇങ്ങനെ നോക്കി ചിരിക്കുമല്ല, ചിരി വരുന്ന രൂപത്തിൽ. വാപ്പാക്ക് മനസ്സിലായി, വല്യാപ്പാക്ക് മനസ്സിലായി. ആമീന എന്ന് കേട്ടപ്പോൾ പേരെന്തായിരുന്നു? മുഹമ്മദ് മാഷ് എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇവിടെയുള്ള പല ആളുകളെ അധ്യാപകനാണ്. പണ്ട് ഈ മദ്രസയും ഇതൊന്നും ഇല്ലാത്ത കാലത്ത്, സ്കൂളില്ലാത്ത കാലത്തൊക്കെ വീട്ടിൽ വെച്ചിട്ട് പലകയിൽ എഴുത്തൊക്കെ പഠിപ്പിച്ചിരുന്ന ആളായിരുന്നു വല്യാപ്പ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു വേണ്ടപ്പെട്ട ആളും കൂടിയായിരുന്നു. അങ്ങനെ വാപ്പാൻ്റെ സുല്ലമുസ്സലാമുള്ള പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇവിടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. 40-40 വർഷമായി ഇവിടെ. അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് സ്ഥാനങ്ങൾ
അന്ന് പല ഒന്ന് സേവനങ്ങളും വാപ്പ കരിങ്ങാട് സലഫിയ അറബിക് കോളേജ് ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഈ ഉയർച്ചയ്ക്ക് എത്തിച്ചത് വാപ്പയാണ്. വിദേശ രാജ്യത്ത് പോയിട്ടുള്ള കളക്ഷനും പിരിവൊക്കെ എടുത്തിട്ടുള്ള ഹുസൈൻ സലഫിയൊക്കെ അവിടെ ഹുസൈൻ ഈ സലഫി അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ്. ബാച്ചിലാണ്. ഹുസൈൻ സലഫി ഉണ്ട്, അവിടെ ഒരു ഹദിയത്തുള്ള സലഫി ഉണ്ട്. ഇതിൽ ഇപ്പോൾ പ്രസംഗ രംഗത്തുള്ളത് ഇപ്പോൾ ഹുസൈൻ സലഫി തന്നെ ഉള്ളൂ. പിന്നെ ജമിയത്തുൽ ഉലമയിലെ മെമ്പർ ആയിരുന്നു. എല്ലാ ഞായറാഴ്ചയും അങ്ങോട്ട് മീറ്റിങ്ങിന് പോകും. ജമിയത്തുൽ ഉലമേൻ്റെ അന്ന് എന്നൊക്കെ പറഞ്ഞാൽ പഠനം ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മീറ്റിങ്ങും യോഗങ്ങളൊക്കെ ചേർന്നിട്ടാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കൽ. പിന്നീടാണ് കുറച്ച് അവസാന സമയത്തായപ്പോൾ വ്യക്തി താല്പര്യങ്ങളൊക്കെ അവിടെ കടന്നു വന്നതും വാപ്പാക്ക് അതിനോട് എതിർപ്പ് തോന്നിയതും ആയിരുന്നു വാപ്പ വിട്ടു നിൽക്കാനൊക്കെ ഉണ്ടായത് കാരണം. വാപ്പാൻ്റെ ഒരു മൊത്തത്തിലുള്ള വായനയും പഠനവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ രാവിലെ വായന വാപ്പ എഴുത്തിലായിരുന്നു ഞാൻ കൂടുതൽ കണ്ടത്. എഴുത്ത്. അപ്പോൾ എഴുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ ഇപ്പോൾ സ്കൂളിൽ പോയാൽ അന്ന് ഇപ്പോൾ ഇവിടുത്തെ പോലെ ബസ്സിന് സൗകര്യമൊന്നുമില്ല. അങ്ങനെ അമേരിക്കയിൽ നടക്കണം, ഒരു 3 കിലോമീറ്റർ ഉണ്ട്. വസ്ത്രം കൊടുത്തേക്ക് മെയിൻ റോഡിൽ നടക്കണം. നടന്നു പോയി പിന്നെ അവിടുന്ന് പ്രസംഗം ഉണ്ടെങ്കിൽ അതിന് പോകും. അതും കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെയാണ് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അവിടുന്ന് ചിലപ്പോൾ ജീപ്പിലോ ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. ഇനി ജീപ്പൊന്നും ഇല്ലാത്ത ചില സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ നടന്നു വരുന്നതാണ് രാത്രി. എന്നാലും ഒക്കെ എല്ലാം കഴിഞ്ഞ് വന്നാലും രാത്രി ഒരു 1 മണി 1:30 മണി വരെ വാപ്പ ഇരുന്നിട്ട് എഴുതും. കുറേ എഴുതിയിട്ടുണ്ട് ആ പുസ്തകം. എത്ര പുസ്തകങ്ങൾ കറക്റ്റ് പറയാൻ പറ്റില്ല. വാപ്പ എഴുതിയപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ആ ഇവിടെ എഴുതിയതിനെ മുഴുവനാകാതെ ചില പിന്നെ പെട്ടെന്ന് അസുഖം വന്നാൽ പറയും. അതായത് കിഡ്നി പ്രശ്നം പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ കാരണം എഴുതി പകുതിയാക്കി വെച്ച ചിലതുണ്ട്. എഴുതി വായിക്കാൻ കൊടുത്തിട്ട് ആരെ കയ്യിലാണ് കൊടുത്തതെന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്തിട്ട് തിരിച്ച് കിട്ടാതെ നഷ്ടപ്പെട്ട ഇതുകളുണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളൊക്കെ ഒന്ന് വാപ്പാൻ്റെ പിന്നെ നമ്മുടെ കേരളം പ്രസിദ്ധീകരണം തന്നെയാണ്. അള്ളാഹു തുടങ്ങിയ വിശ്വാസകാര്യങ്ങളാണ് അപ്പം. മലക്കളിലുള്ള വിശ്വാസം, പിന്നെ സീന താഴ്വരയിൽ എന്നുകൊണ്ട് മൂസാ നബിൻ്റെ ചരിത്രം, പിന്നെ അൽ അസ്ഹാറുൽ മുഫത്തഹ സ്വഹാബികൾ ഇസ്ലാമിലേക്ക് വന്നിട്ട് അവരെ പുതിയ ജീവിതം, വിടർന്ന പൂക്കൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്. ബുഖാരിൻ്റെ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അവസാനം മരിക്കുന്നതിന് മുമ്പേ ഖാലിദ് ബിൻ വലീദ് എഴുതിയിരുന്നത് അള്ളാഹുവിൻ്റെ പടവാൾ എന്ന് പറഞ്ഞിട്ട്. അത് പകുതിയായപ്പോഴാണ് മരിച്ചു. അത് പിന്നെ ബാക്കി ഞാൻ എഴുതിയിട്ട് നമ്മളെ വിസ്ഡം ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ട്. പിന്നെ എൻ്റെ വാപ്പ കുറച്ച് പുസ്തകങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നു. ഇത് ഇരിക്കണൊക്കെ അതാണ്. അതായത് കാണിച്ചോ ചരിത്രങ്ങൾ. വാപ്പാക്ക് ചരിത്രത്തോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതല്ലല്ലോ കുറച്ച് പുസ്തകങ്ങൾ അവിടെ. അതായത് പിന്നെ സഹാബികളും താബികളൊക്കെ ആയിട്ട് ഇപ്പോൾ സഅദ് ബിൻ അബി വക്കാസ്, താരിഖ് ബിൻ സിയാദ്, അതായിരിക്കുന്ന പുസ്തകങ്ങൾ. അപ്പോൾ അതൊക്കെ വാപ്പ അന്ന് എഴുതാൻ വേണ്ടിയിട്ട് അന്ന് ആവശ്യപ്പെട്ടതാണ്. ആ ചെറുത് ആ 4 എണ്ണം. അപ്പോൾ ഇതൊക്കെ ചരിത്രങ്ങളാണ്. അപ്പോൾ അബൂ സുഫിയാനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതുണ്ട് മൂസ ബിൻ നുസൈർ, ഹയാത്ത് അമർ ബിൻ ആസ്, താരിഖ് ബിൻ സിയാദ്, ഫാത്തിഹുൽ ഉന്ദുലസ്. അപ്പം ഇങ്ങനത്തെ വിഷയങ്ങൾ വാപ്പാക്ക് ഭയങ്കര താല്പര്യം. മുആവിയൻ്റെ ചരിത്രമൊക്കെ എഴുതിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മൂഡ് വേറെ ഇതിലേക്കാണ് പോകാൻ. ഇത് വേണ്ട വെച്ചിട്ടല്ല, ഞാൻ നല്ല മാറ്റി വെച്ചിട്ടുണ്ട് സൗകര്യം പോലെ. ഞാൻ നമ്മൾ ഈ തെസ്കിയത്തായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ അധികം പുസ്തകങ്ങൾ നമ്മൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ മിക്കവാറും അങ്ങനെയാണ്. ഏതാണ്ടെന്നല്ല, പക്ഷേ അപ്പോടെ ഒരു ഉദ്ദേശമുള്ളത് കൊണ്ട് ഞാനവിടെ ഇങ്ങനത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അവസാനം വിസ്ഡം ബുക്സിൻ്റെ ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് അൽ ഖിസ്സത്തുൽ കാമില ഖവാർജികളുടെ ചരിത്രം എഴുതി പൂർത്തിയായി അത് കൊടുത്തു. അപ്പോൾ കൂടുതൽ ചരിത്രമായിരുന്നു വാപ്പാൻ്റെ താല്പര്യം അതേ. പിന്നെ ഉസ്താദിൻ്റെ ഓർമ്മയിൽ പിന്നെ വീട്ടിൽ അന്നത്തെ മുജാഹിദ് പണ്ഡിതന്മാർ, അന്നത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വരാറുണ്ടായിരുന്നു? അതോ വീട്ടിൽ വീട്ടിൽ അങ്ങനെ അവിടെ ഞങ്ങളെ വാപ്പ ആദ്യം ഞങ്ങളെ തറവാട് കുറച്ച് ദൂരത്താണ്, മഹല്ല് പള്ളിൻ്റെ അവിടെയാണ്. ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഈ അടുത്തുള്ള ഇവിടെ താമസം മാറിയത്. അതിന് മുമ്പ് ഞങ്ങൾ അവിടെയായിരുന്നു. ആമയൂർ ടൗണിലല്ല, ടൗണിൽ നിന്ന് പോന്നിട്ട് വരുന്ന വഴിക്ക് ഒരു പള്ളിയുണ്ട്, മഹല്ല് പള്ളിയുണ്ട്. ആ പള്ളീൻ്റെ മുന്നിൽ തന്നെ ആയിരുന്നു വീട്. അന്നൊക്കെ ചെറിയ വീടാണ്, വീടിട്ട് ഒരു ചെറിയ വീട്, സൗകര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം അന്ന് അവിടെ നിന്ന് അങ്ങനെ പണ്ഡിതന്മാരൊന്നും കാര്യമായിട്ടൊന്നും. ഇവിടെ ആയതിനു ശേഷം നമ്മളെ പ്രധാനപ്പെട്ട ആളുകൾ KP വാപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദായിരുന്നു KP മുഹമ്മദ്. അദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഉമർ മൗലവി, പല നേതാക്കന്മാരും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട്. എന്നാൽ വാപ്പ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാൻ കണ്ടത് പിന്നെ KPനോടായിരുന്നു. കാരണം അൻസാറിൽ സുല്ലമിൽ KP അന്ന് പ്രിൻസിപ്പാളോ
ഉണ്ടായിരുന്നു അപ്പോൾ പഠിച്ചിരുന്ന കാലം. അപ്പം ആ മരത്തുമെന്ന് കയറാറില്ല. പക്ഷെ KP വന്നാൽ തെങ്ങുമ്പോൾ കയറി തേങ്ങ ഉണ്ടായി കണ്ടു. ഇന്ന കുട്ടിയുടെ പോയത് ആദ്യമായിട്ട് ഞാൻ കാണാൻ തെങ്ങുമ്പോൾ കയറി, പിന്നെ കണ്ടിട്ടില്ല. അതൊക്കെ ഇന്ന് KP വരുന്നുണ്ട്, ഇന്ന് KP ആണ്. എനിക്ക് KP എന്ന് പറയില്ല, ചെറിയ കുട്ടിയല്ലേ. ആ വാപ്പാൻ്റെ ഒരു ആ ഉസ്താദിനോട്ടിനെ കാണിച്ച അന്നത്തെ ഒരു സ്നേഹം ബഹുമാനമാണ്. ഇന്ന കുട്ടി പോയി മടാളെടുത്തിട്ട് ഏതോ കാട്ടിൽ പോയിട്ട് തെങ്ങുമ്പോൾ കയറി തേങ്ങ ഇളന്നിട്ട് കൊടുക്കുന്നത്. ഉപ്പാനൊരു സമകാലിക സുഹൃത്തുക്കളൊക്കെ ആരായിരുന്നു കൂടുതൽ ബന്ധപ്പെടുന്ന, കൂടുതൽ പരിചയം നല്ല പണ്ഡിതന്മാരിൽ ഇപ്പോൾ അടുത്ത വാപ്പാക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് നമ്മുടെ ജക്കരിയ സലാഹിയാണ്. ജക്കരിയ സലാഹി ഇടക്ക് വീട്ടിൽ വരും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ദൂരം നിന്നൊക്കെ രണ്ടാൾ പ്രോഗ്രാം കഴിഞ്ഞ് വരാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവിടെ ജക്കരിയ സലാഹി അവിടെ കിടന്നിട്ടുണ്ട്. സലാഹിക്ക് പിന്നെ അങ്ങനെ സ്ഥലമാണെന്നില്ല, കുട്ടികൾക്ക് കിടക്കും. ഒരു എളിമത്തുള്ള നല്ല പണ്ഡിതനായിരുന്നു. അപ്പോൾ അങ്ങനെ ആ നിലക്കുള്ള പിന്നുള്ളവരൊക്കെ ഒരു സംഘടനാ രംഗത്തൊരു ഇത് ഉള്ള ആളുകളായതുകൊണ്ട് അവരായിട്ടും അത്ര ബന്ധം ഞാൻ വാപ്പാനെ കണ്ടിട്ടില്ല. അത് പറപ്പൂരിനെ വലിയ ഇഷ്ടവും കാര്യമായിരുന്നു. പറപ്പൂരിനായിട്ടും നല്ല ബന്ധമായിരുന്നു. അതേമാതിരി പിന്നെ നമ്മളെ പുളിക്കലെ നമ്മളെ കുവൈത്തിലെ നമ്മളെ ലത്തീഫ് പേരിട്ടില്ല. അതൊക്കെയാണ് വാപ്പാൻ്റെ ബന്ധങ്ങളുള്ള കൂടുതൽ അടുപ്പം ഞാൻ കണ്ടിട്ടുള്ള. വീട്ടിൽ വാപ്പ എങ്ങനെയായിരുന്നു? ഒരു പുറത്ത് ഇപ്പോൾ ഈ KJയിലും ഒക്കെ ഉള്ള പണ്ഡിതന്മാരൊക്കെ ആണല്ലോ, അപ്പം അങ്ങനെയുള്ള ചർച്ചകളൊക്കെ വീട്ടിൽ ഉസ്താദ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വാപ്പയിൽ അങ്ങനെയല്ല. വാപ്പ സ്കൂളിൽ ചിലപ്പോൾ പ്രസംഗമൊന്നും ഇല്ലാത്ത ദിവസം വീട്ടിൽ 4 മണിക്ക് എത്തുകയാണെങ്കിൽ ഇരുന്ന് വായിക്കാൻ ചെയ്യും. മാവരിബ് വരെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഇരുന്നിട്ട് വായനയിലായിരിക്കും. പിന്നെ ചില മറ്റുള്ള ആളുകൾ വ്യത്യസ്തമായ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്വന്തം ആളുകളെ അതിന് തെസ്കിയത്ത് ആയിട്ട് തോന്നുന്നു വെച്ചിട്ട് ഞാനത് പറയാത്തത്. അപ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ നിൽക്കിച്ചിട്ട് പോകാം. എല്ലാ സുന്നത്തും ദൂരം കൊടുത്താൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ടാണ് പള്ളിയിൽ പോവുക. പള്ളിയിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടാണ് സുന്നത്ത് നിസ്കരിക്കുക. തഹജ്ജുദിന് കൃത്യമായിട്ട് രാത്രി ആ കിഡ്നിൻ്റെ പ്രയാസം വന്നിട്ട് ഡയാലിസിസ് തുടങ്ങണ വരെയും, ഡയാലിസിസ് തുടങ്ങിയിട്ട് ആദ്യ സമയത്തൊക്കെ വാപ്പ നേരത്തെ എണീക്കും. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഈ പള്ളിയിലൊന്നും പിന്നെ ബാങ്ക് കൊടുക്കാൻ ആളില്ല. ഇല്ലാതെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇവിടുത്തെ പ്രവർത്തകന്മാർ തന്നെയാണ് ബാങ്കും ഇഖാമത്തും ജമാഅത്തും. കുത്തുബ വാപ്പയാണ്. പള്ളിയിൽ നിന്ന് സ്കൂൾ ഇട്ടിട്ട് ഓടി വരും. അമീർ നടന്നിട്ട് വരാം. ഓടി വന്നിട്ട് കുത്തുബ പറഞ്ഞിട്ട് 10, 15, 20 കൊല്ലം വാപ്പൻ്റെ ആയിരുന്നു. ശമ്പളം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വാങ്ങാതെ കുത്തുബ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് സുബൈക്ക് താജുദ് വെച്ചിട്ട് സുബൈക്ക് പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുക വാപ്പയെ. അന്ന് ഞങ്ങൾ പള്ളിയിലാണ് കിടന്നിരുന്നു. കുറേ കുട്ടികൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഒരു തുടക്കത്തിലുള്ള ആവേശം കൊണ്ട് എല്ലാവരൊക്കെ പള്ളിയിൽ തന്നെ കടന്നിരുന്നു. ഞങ്ങളെ വന്നിട്ട് വിളിക്കലും, ഞങ്ങൾ കിടക്കുന്ന പള്ളിയിലാണെങ്കിലും വാപ്പ വന്നിട്ട് ഞങ്ങളെ വിളിക്കുക. വാപ്പ പറയും ചെയ്യും, നിങ്ങളിവിടെ കടന്നിട്ടൊരു കാര്യമില്ല, വാങ്ങി കൊടുക്കാൻ വയ്യാന്ന് പറഞ്ഞു. ഈ വാപ്പനെ കണ്ടിട്ടാണോ ഉസ്താദിന് എഴുത്തും ഭയങ്കര ഒരു ഇത്? അത് വാപ്പൻ്റെ ഒരു ആവശ്യമല്ല, വാപ്പയുടെ ഒരു ആഗ്രഹം പറഞ്ഞതായിരിക്കാം, ഒരു എഴുത്തുകാരനാകണം. എഴുത്ത് ഞാൻ വാപ്പ പറഞ്ഞോട് കൂടി തന്നെ ഉമറാബാദിൽ വാപ്പയ്ക്ക് തോന്നി അല്ല എഴുതണം. അപ്പോൾ എഴുത്ത് വേണമെങ്കിൽ വായിക്കണം, വായനയിലാണ് നമുക്ക് എഴുത്ത്. അപ്പോൾ അന്ന് ഉമറാബാദിൽ മലയാളികൾക്കായിട്ട് ലൈബ്രറി ഉണ്ട്, മലയാള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. IPHൻ്റെ എല്ലാ പുസ്തകങ്ങളുണ്ട്. അപ്പം അന്ന് ഞാൻ KNMനും IS പിന്നെ യുവതക്കും കത്തെഴുതിയിട്ട് എല്ലാ ബുക്കുകളും അതിൻ്റെയും വരുത്തി ഒക്കെ അവിടെ ലൈബ്രറിയിലുണ്ട്, എല്ലാ പുസ്തകങ്ങളും മിക്കവാറും അന്നത്തെ കാലത്ത് ഇറങ്ങിയൊക്കെ. പുതിയ ബുക്കൊന്നും ഉണ്ടാവില്ല. ആ ബുക്കുകളൊക്കെ ഇരുന്നിട്ട് വായിച്ചു. അത് ജമാഅത്ത് ഇസ്ലാമിൻ്റെയും വായിച്ചു, ഖാദിയാനിസത്തിൻ്റെയും വായിച്ചു. അതിൻ്റെ ഒപ്പം ബഷീറിൻ്റെ കുറേ ബുക്കുകളുണ്ടായിരുന്നു, വൈക്കം ബഷീറിൻ്റെ ആ ബുക്കുകളും വായിച്ചു. അപ്പം കുറേ വായിക്കുമ്പോൾ എഴുത്തിൻ്റെ ശൈലി നമ്മളെ മനസ്സിൽ പതിയും. അങ്ങനെ എഴുതാൻ ആഗ്രഹം തുടങ്ങി. അപ്പോൾ ആ അസബാഹിൽ അന്ന് ആദ്യം ലേഖനം എഴുതാൻ വേണ്ടി എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എഴുതാൻ കിട്ടുന്നില്ല. അങ്ങനെ വാപ്പാക്ക് കത്തെഴുതി, ഇവിടെ അസബാഹ് കണ്ടൊരു മാഗസിൻ ഉണ്ട്, എനിക്ക് എഴുതണം, എന്താ കാട്ടുക വെച്ചു. അങ്ങനെ വാപ്പ ഒരു ലേഖനം എഴുതി തന്നു. ആ ലേഖനം ഞാൻ അതിൽ കൊടുത്തു. അസബാഹിലെ ആദ്യത്തെ ലേഖനം എൻ്റെ ലേഖനം, വാപ്പാടെ ലേഖനം. അതിൻ്റെ ആഗ്രഹം കൊണ്ടാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി, കുറേശ്ശെ സ്വന്തമായിട്ട് വെറുതെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് കൂട്ടി എഴുതുക. ഒരേ വിഷയമാണ് 2-3 പുസ്തകം എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കുക, ഒരു മാറ്റമൊന്നുമില്ല. അതിൽ നിന്ന് കുറച്ചെടുക്കുക, അതിൽ നിന്ന് കുറച്ചെടുക്കുക, അതിൽ നിന്ന് അങ്ങനെ കൂട്ടിയിട്ട് ഒരു ലേഖനാക്കുക. അപ്പോൾ കുറേ ഇതുമായിട്ട് ഇങ്ങനെ ഇടപെടുമ്പോൾ നമുക്ക് ആണ് ശീലമാവുമല്ലോ. അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ തോന്നാൻ തുടങ്ങി. അപ്പോൾ അതിന് ഉറുദു കുറച്ചേ പഠിച്ചു തന്നുകൊണ്ട് ഉറുദു ബുക്കുകൾ എടുത്തിട്ട് അതിൻ്റെ മലയാളം സ്വന്തമായിട്ടൊന്നും വരണില്ലല്ലോ. എഴുതാൻ പോകുന്ന എഴുത്ത് ശൈലി നന്നാക്കണം, നമ്മളെ മനസ്സിൽ നിന്ന് വരും വേണം. സ്വന്തമായിട്ട് വരണമെങ്കിൽ അതിൽ ഇൽമു വേണം. അപ്പോൾ ഇൽമു അവിടെ ഉറുദു പുസ്തകത്തിലായിട്ട് കിടക്കുന്നു. ഉറുദു ഞാൻ എന്ത് ചെയ്തു, മലയാളത്തിൽ. അപ്പോൾ
പരിഭാഷപ്പെടുത്താൻ മുഴുവൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു ഉറുദു ബുക്ക് എടുത്തിട്ട് അതിലൊരു അധ്യായം, ആ അധ്യായത്തിലെ ഫുള്ള് അറിയാത്ത വേർഡുകളൊക്കെ നോട്ട് ബുക്കിലേക്ക് എഴുതി. എന്നിട്ട് അന്ന് മലയാളം ഉറുദു ഡിക്ഷണറി ഉണ്ട്, അത് വെച്ചിട്ട് ഈ ഉറുദുവിൻ്റെ മലയാളം വാക്കുകളൊക്കെ അർത്ഥം എഴുതിയെടുത്തു. എന്നിട്ട് ഈ ഉദ്ധരണി വായിച്ചിട്ട് ആ വാക്ക് നോക്കി അതിൻ്റെ ആശയം കിട്ടും. അങ്ങനെ ഒരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഉമറാബാദിൽ 3-ാം വർഷം മുതൽ തന്നെ ഷബാബിലാണ് അന്ന് ലേഖനം എഴുതിയത്. അന്ന് ഷബാബിൽ ലേഖനമാണ്. അപ്പോൾ വലിയ സന്തോഷമായി. കോളേജിൽ പഠിക്കണ കാലത്ത് അന്ന് കാദ്യാനികൾക്കെതിരെയാണ് ഞാൻ ആദ്യം ചെയ്തത്. പിന്നെ എഴുത്തിൽ വളർത്തിയതും ഷബാബ് തന്നെയാണ്, പ്രോത്സാഹനം കിട്ടിയതൊക്കെ. പിന്നെ വിചിന്തനായി. അതിൽ നമ്മൾ കൊടുത്ത പല ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തത്, ആ വാപ്പനുണ്ട് പറഞ്ഞത്, എഴുത്ത് എന്ന് പറയുമ്പോൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രം വന്ന പോലെ കുറച്ചൊക്കെ ഒരു സാഹിത്യം, ഇതൊക്കെ ഒരു മാഗസിനെ പോലെ അതൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവനാൻ അറിയണ ഇൽമു എഴുതാൻ എന്ത് സാഹിത്യം എഴുതാനല്ലല്ലോ. വാപ്പാനോട് ഞാൻ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ, അതിലൂടെ അല്ല. അപ്പോൾ പിന്നെ പന്നൂരിനെ അന്ന് ഇ കെ പന്നൂരാണ് എഡിറ്റർ, പന്നൂരിനെ വിളിക്കുമ്പോൾ അതിലിങ്ങനെ ലേഖനം തന്നിട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പറയണത്. ആ ഇൻഷാ അല്ലാഹ് അടുത്ത് പ്രസിദ്ധീകരിക്കും. പിന്നെ അങ്ങനെയൊക്കെ വന്ന് പിന്നെ സ്ഥിര എഴുത്തായി അതിൽ. അതിനുശേഷം പിന്നെ വിചിന്തനം വന്നപ്പോൾ വിചിന്തനത്തിലേക്കായി പിന്നെ എഴുത്ത്. ഉസ്താദിന് പിന്നെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഒരു ദീനീ മേഖലയിലേക്ക് തന്നെ ജീവിതം അത് തിരിക്കണം അങ്ങനെയൊക്കെ തോന്നിയത് ഉമറാബാദിൽ പോയതിന് ശേഷമാണ്? അതോ ഇങ്ങനെ? അല്ല, ദീനീ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ വാപ്പാൻ്റെ ഒരു ഇതിൽ കൂടെ വളർന്നു വന്നതുകൊണ്ട് അങ്ങനെ വേറൊരു വഴി വിട്ട ഇതിലേക്ക് നമ്മൾ പോയിട്ടില്ല. പിന്നെ ഉമറാബാദിലായാലും അവിടെയും നമുക്ക് നല്ല നിയന്ത്രണം. അവിടുന്ന് എങ്ങോട്ട് പോകണമെങ്കിലും എഴുതി ഒപ്പിട്ടിട്ട് വേണം ചെയ്യാൻ പോകാൻ. കോളേജിൽ നിന്ന് അനുവാദമില്ലാണ്ട് പുറത്ത് ആ ഗ്രൗണ്ടിലൊക്കെ പോകാമെന്നല്ലാണ്ട് ബസ് കയറി പോകാൻ. ഞാൻ ഉദ്ദേശിച്ചതല്ല, ദാവാ മേഖലയിൽ ഇങ്ങനെ പ്രസംഗിക്കണം, എഴുതണം, ഒരു ആ നിലയിൽ തന്നെ അതിനുള്ള പ്രചോദനം കിട്ടിയത് വാപ്പാടൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ അന്ന് നമ്മൾ ജീവിച്ചിരുന്ന ഇപ്പം ഇന്നത്തെ പോലെയല്ല, അന്ന് കുറച്ചും കൂടിയൊക്കെ ഈ പ്രഭാഷണങ്ങളും പൊതുവായതുകളും കൂടുതലായിരുന്നു. മുക്കിൻ്റെ മൂലയിലൊക്കെ തൗഹീദി വായതുകൾ, മാലി മൗലൂദൊക്കെ ഓതിക്കൊണ്ട് ജക്കരിയ സ്വലായി പ്രസംഗിക്കണത്. ഇന്നിപ്പോൾ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രസംഗ അപ്പോൾ നമ്മുടെ നാട് പറഞ്ഞാൽ പേരോട് അലവി സഖാഫി വരാത്ത ഒരു നേതാക്കന്മാർ ഇവിടെ അല്ല. അന്ന് കക്കാട് പൈസ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇത് സൂക്കിയാത്തൊരിയൊക്കെ തെറ്റി നടക്കുകയാണ്. അന്ന് കക്കാടും പേരോടാണ് ഒന്നിച്ച് പ്രസംഗിച്ചിരുന്നത്. ഞങ്ങളെ തറവാട് നിൽക്കുന്ന സ്ഥലത്ത് സ്റ്റേജ് കെട്ടി പോലെ പ്രസംഗിച്ച സ്ഥലമാണത്. അപ്പം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര ഖണ്ഡനം മണ്ണനം നടന്ന സ്ഥലമാണ് ഈ ആമയിൽ. അപ്പം നമുക്ക് തോന്നിയിരുന്നു നന്നായി പഠിക്കണം ഈ വിഷയങ്ങളൊക്കെ. അങ്ങനെയാണ് പിന്നെ ഇവിടെ വടക്ക് എന്താ പറയുക, അബ്ദുറഹ്മാൻ സലഫിയും പേരോടും തമ്മിൽ വാഴക്കാട് ഖണ്ഡന പ്രസംഗങ്ങൾ, അതിൻ്റെ എല്ലാ പ്രസംഗങ്ങളും ഓഡിയോ കാസറ്റാണ്. എല്ലാം വാങ്ങി ഞാൻ എല്ലാം അബ്ദുറഹ്മാൻ സലഫിൻ്റെ ഫുള്ള് പ്രസംഗം. സലഫി നല്ല അവതരണമാണ്, നല്ല വിഷയത്തിലൊക്കെ നല്ല ഇൽമുമാണ്, കഴിവാണ്. അതൊക്കെ ശരിക്കും കേട്ട് വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുങ്ങിയിരുന്നു. അപ്പോൾ ആ ഒരുങ്ങിയത് പിന്നെ നമുക്കിത് അവതരിപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ കുറച്ച് പിന്നെ പ്രസംഗിക്കാൻ, അന്ന് കാര്യമായിട്ട് പ്രസംഗിക്കാനൊന്നും പോയിരുന്നില്ല. പക്ഷെ ആ പ്രസംഗം തുടങ്ങിയത് 2012 സംഘടന 12 സംഘടനാ കുളർപ്പ് വന്നതിന് ശേഷമാണ് കൂടുതലായിട്ട് ആ വിഷയത്തിലേക്ക് പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പ് ഗൾഫിലാണ്, സൗദി അറേബ്യയിൽ കുറച്ച് 5-6 വർഷം ഉണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ സൗദിയിൽ പിന്നെ 3 വർഷം റിയാദ് അടുത്ത് കുവൈയ എന്ന് പറയും. അതൊരു കണ്ണ് കാണാത്ത അറബിയാണ്. അയാളെ ഔക്കാഫിൻ്റെ ഇതായ. അപ്പോൾ അദ്ദേഹം ക്ലാസ് എടുക്കാൻ പോകും. ഔക്കാഫ് ലിസ്റ്റ് കൊടുക്കും, ഒരു മാസം തന്നെ പള്ളിയിലൊക്കെ ക്ലാസ് എടുക്കണം. അപ്പോൾ ആ ലിസ്റ്റിൽ ഇന്ന വിഷയം സംസാരിക്കണം. അപ്പോൾ അതിനുള്ള ബുക്കും ഒക്കെ ഇയാൾ സംഘടിപ്പിക്കും. ഇയാൾ കണ്ണ് കാണില്ല. അപ്പോൾ ആ ബുക്ക് ഞാൻ വായിച്ചു കൊടുക്കും, രാത്രി വായിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ പ്രസംഗം ക്ലാസ് എടുക്കും. ആ ഖുർആൻ ഉപ്പർ ഇഫലാക്കി കാസറ്റ് കേട്ട്. അപ്പോൾ അയാളെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഡ്രൈവർ ആൻഡ് ഒരു മുപ്പരി. അപ്പോൾ അന്ന് കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് അപ്പോൾ തന്നെ ഈ ബുക്കുകളോട് ഇടപാടാനുള്ള നമുക്ക് ഇദ്ദേഹം നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ടി ബുക്ക് വായിക്കലും. പിന്നെ അദ്ദേഹം സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ പോകും. ഷേഖന്മാരാകൊണ്ട് പലപ്പോഴും ബന്ധമുണ്ടാവും. അപ്പോൾ പല സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറേ നേരം സംസാരിക്കുക, ഗർവ കുടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ചാൽ തിരിച്ചു പോയത്. അപ്പോൾ അവർ ഇരിക്കുക വല്ലൊരു മജ്ലിസിൻ്റെ മിക്കവാറും ഇങ്ങനെ കിതാബുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാൾ വർത്തമാനം പറയും, ഞാൻ എന്തെങ്കിലും കിതാബുകൾ ഇഷ്ടമുള്ള രസമുള്ളതൊക്കെ എടുത്തിട്ട് അൽഫു ലൈലത്തിൻ ലൈല 1001 രാവുകളും അത് മലയാളം കണ്ടില്ല, അതിങ്ങനെ സ്ഥലത്ത് പോയി പെട്ടിട്ട് ഫുള്ള് വായിച്ചു തീർത്താം. അപ്പം അങ്ങനെ ഒരു പുസ്തക വായനയും ഈ ഇബാറത്ത് വായിച്ചാൽ മനസ്സിലാകുക എന്നുള്ളൊരു ഇത് വരുന്നത്
കൂടുതൽ വായനയിൽ നിന്ന് കിട്ടിയ തന്നെയാണ്. അപ്പോൾ ഇയാൾക്ക് കിതാബ് വായിച്ചു കൊടുക്കണം. അന്ന് ഇയാൾ ഓഫീസ് ഔഖാഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അറബികളായിട്ടുള്ള ബന്ധങ്ങളും അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. ഉസ്താദിൻ്റെ അപ്പോൾ വായനയിൽ എങ്ങനെ ഏറ്റവും സ്വാധീനിച്ച ഏറ്റവും കൂടുതൽ ഇതുള്ള ഒരു കിതാബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് കിതാബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉസ്താദ് കൂടുതൽ എന്താണ് വായിക്കുക സാധാരണ താല്പര്യം? അതിനങ്ങനെ ഒരു വായന ഇല്ല സത്യത്തിൽ. ഒരു വിഷയം വന്നാൽ ആ വിഷയത്തിനെടുത്ത് വായിക്കുക എന്നല്ലാണ്ട് വെറുതെ ഇപ്പം ഞാൻ കുറച്ച് ചരിത്രത്തിൽ നിന്ന് വായിക്കുക അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് വായിക്കുക ചില ശ്രമിച്ചിട്ടുണ്ട്. അല്ലാണ്ട് കിതാബുകളൊക്കെ ഹദീസിൻ്റെ കയ്യിലോടത്തോളം ഇങ്ങനെ ഇരുന്ന് വായിക്കാൻ നോക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം വായിക്കും, പിന്നെ വേറെ വിഷയം നാളെ വേറെ ക്ലാസ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കാൻ എടുത്തു പിന്നെ അവിടെ ഇരിക്കും. അങ്ങനെയാണ്. പക്ഷേ മൊത്തത്തിൽ നമുക്കൊക്കെ ഉള്ളൊരു പോരായ്മയാണ് അത്. ഒരു വിഷയം എടുത്തിട്ട് അത് ഇന്ന വിഷയത്തോട് താല്പര്യമുണ്ട്, ആ വിഷയം ഫുള്ളൊന്നും വായിക്കാനുള്ള ഏർപ്പാട് നമുക്ക് ആർക്കും ഇല്ല. നമുക്കൊരു വിഷയത്തിന് ആവശ്യം വന്നാൽ ആ ആവശ്യമുള്ള വിഷയം നോക്കാൻ വേണ്ടിയിട്ട് ആ കിതാബ് തുറക്കും. പക്ഷെ ഇപ്പം ഈ നെറ്റും ഇതും വന്നുകൊണ്ട് ഉള്ള കിതാബ് തുറക്കലും കൂടി ഇല്ലാതായിട്ടുണ്ട്. പിന്നെ ഈ പ്രസംഗ രംഗത്തെ കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിലെ അത്യാവശ്യം എല്ലാ ജില്ലകളിലും ഉസ്താദ് പോയി പ്രസംഗിച്ചിട്ടുണ്ടാവും. സംവാദം അങ്ങനത്തെ കുറേ മുഖാമുഖങ്ങളും ഒരു അങ്ങനെ യാത്ര ചെയ്യുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ. അതിലേക്കൊക്കെ വന്നത് ഒരു 2013 2012 2012 ഞാൻ ദുബായ് അൽബറാഹയിൽ അവിടുത്തെ ഒരു ദാവ സെൻറ്ററിൽ ദായിയായിട്ട് നിൽക്കുകയാണ്. അപ്പം അന്ന് ചില ഇഷ്യൂസുകളൊക്കെ ഉണ്ടായി. അന്ന് സംഘടനാ രംഗത്തെ പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയമാണ് ഈ ജിന്ന് പിശാച് സിഹിർ ആ വിഷയങ്ങളൊക്കെ. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടൊരു വിഷയാവതരണത്തോടു കൂടിയാണ് അവിടുന്ന് ഇനി ഇവിടെ വേണ്ട, ഇത് KNMൻ്റെ നയത്തിനെതിരാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജിന്ന് പിശാച് ജിന്ന് സിഹിർ റുഖിയ സറയ്യ എന്നുള്ളൊരു ബുക്ക് എഴുതാൻ തന്നെ തോന്നിയത്. എന്നാൽ ഇതൊന്ന് പഠിക്കണമല്ലോ, ബുക്കും പഠിക്കണം, ആളുകളെയും പഠിപ്പിക്കണം. അങ്ങനെ ആ വിഷയത്തേക്ക് ഇറങ്ങി. അന്ന് എങ്ങനെ ആ വിഷയം പഠിച്ചത്? ആരെങ്കിലും ചോദിച്ചോ അതോ? അല്ല, ആ വിഷയത്തിൽ ഞാൻ കുറേ കിതാബുകൾ സംഘടിപ്പിച്ചു. ആ കിതാബുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ ആ കിതാബുകളിൽ നമ്മൾ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചത്. പിന്നെ സക്കരിയ സ്വലാഹി ഈ വിഷയത്തെക്കുറിച്ചൊരു രൂപം ഏതാണ് ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നും കുറേ വായിച്ചിട്ടൊക്കെയാണ് ആ പുസ്തകം അന്ന് എഴുതുന്നത്. അത് അന്ന് ആരായിരുന്നു പ്രസിദ്ധീകരിച്ച? അത് അഹ്ലുസുന്ന ഷാഫി സ്വലാഹി ചങ്ങലേരിയാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. പിന്നെ ഈ പ്രസംഗ രംഗത്തൊക്കെ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ജാമ്യയിൽ ഹിന്ദിലെ ആർട്സിൽ മുഖാമുഖം പിന്നെ ഇതിൽ അവതരിപ്പിച്ചപ്പോൾ ആദ്യത്തെ വർഷം ഉസ്താദും ജഡ്ജിയാണ്, രണ്ടാമത്തെ വർഷവും ഉണ്ടായിരുന്നു ഉസ്താദ്. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ മുഖാമുഖത്തിന് വിഷയം അവതരിപ്പിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഉസ്താദ് ആദ്യത്തെ വർഷം എൻ്റെ പ്രസംഗത്തിൽ കണ്ട പോയിന്റുകൾ തെറ്റുകൾ ഇത് തിരുത്തണമെന്ന് എനിക്ക് കൊണ്ട് തന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് എങ്ങനെ ഉസ്താദ് സൂക്ഷിച്ച് അവിടെ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ കൊണ്ടുവന്നല്ലോ എന്ന്. ഇത് രണ്ടാമത്തെ വർഷം കയറുന്നതിന് 10 മിനിറ്റ് മുമ്പ് ഉസ്താദ് തരുന്നത്. അപ്പോൾ ഈ പ്രസംഗം അതിൽ ശ്രദ്ധിക്കേണ്ട സംഗതികൾ, പിന്നെ പുറത്തൊക്കെ പോയി പ്രസംഗിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ, അതൊക്കെ എന്താണ്? എങ്ങനെയൊക്കെയാണ് ഒരു വിഷയം അവതരിപ്പിച്ച ഉസ്താദ് എങ്ങനെയാണത് ചെയ്തിരുന്നത്? ആ നാട്ടുകാരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ. പ്രസംഗത്തിൽ നമ്മൾ ഇപ്പം സാധാരണ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഞാൻ ചെയ്യാം ആ നാട്ടിലെ ആളുകളെ വിളിച്ചിട്ട് അതിന് ഇത് ഏൽപ്പിച്ച ആളുകളെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ആദ്യം ഞാൻ കൃത്യമായി ചോദിച്ചറിയും. ചിലപ്പോൾ പിന്നെ ചോദിക്കും. കാരണം ഒരു വിഷയത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ആ വിഷയത്തിൻ്റെ ഇപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ തൗഹീദിന് പല തലങ്ങളുണ്ട്. ആ നാട്ടിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം നിങ്ങളൊന്നും ഉദ്ദേശിച്ച് ഞാൻ വേറെ തലത്തിൽ കൂടെ പറഞ്ഞ് സംസാരിച്ച് പോയാൽ നിങ്ങൾ നാളെ മീറ്റിംഗ് കൂടിയാൽ പറയും നമ്മൾ ഉദ്ദേശിച്ചതൊന്നും നടന്നില്ല എന്ന് പറയും. അപ്പോൾ ആ ഒരു പേര് വരരുത്. അപ്പോൾ ആ നാട്ടിൽ, കാരണം ഓരോ നാട്ടിലെ സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് അവരുടെ കൃത്യമായി ചോദിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രധാന മെയിൻ പോയിന്റുകൾ എന്താ. അപ്പോൾ അവർ പറഞ്ഞു തരും. അത് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായ, പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ നമ്മുടെ വാക്കല്ല, പിന്നെ തെളിവുകളാണ്. അതിലേക്ക് വേണ്ട പ്രമാണങ്ങൾ നമ്മൾ ആയത്തുകളായിട്ടോ ഹദീസുകളായിട്ടോ ചരിത്രങ്ങളായിട്ടോ എന്തൊക്കെ വേണം വെച്ചാൽ അതിലേക്ക് യോജിപ്പിച്ചുണ്ടാക്കുക, എന്നിട്ട് തെർത്തീബാക്കും. ഏത് പ്രസംഗത്തിന് പോവുകയാണെങ്കിലും ഞാനൊരു വലുപ്പത്തരം പറയല്ല, ഞാനങ്ങനെ ഓടിപ്പോകാറില്ല. അപ്പം എൻ്റെ കയ്യിൽ 10, 200, 300, 500ഓളം കുത്തുബകളുണ്ട്. എന്നാലും ഇനി അടുത്ത ആഴ്ചക്കുള്ള കുത്തുബ ഞാൻ ഉണ്ടാക്കി വെച്ചു, പുതിയ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ പ്രസംഗത്തിന് വാപ്പ പറഞ്ഞിരുന്നു, എപ്പോൾ നിങ്ങൾക്ക് ആയത്തും ഹദീസും അറിയുമെങ്കിലും അത് എഴുതി വെച്ചിട്ടേ പോകാവും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പെട്ടെന്ന് കിട്ടാത്തൊരു സാഹചര്യം വരും, അതൊന്ന്. രണ്ടാമത്തത് ആയത്തും ഹദീസും ഓതുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകളിൽ ഒരു ധാരണ നമ്മളെക്കുറിച്ച് വരും, ഇയാൾ ആയത്ത് ഓതുന്നതൊക്കെ തെറ്റാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പ്രസംഗത്തിൽ എന്തുണ്ടാവില്ല, സ്വാധീനം. കാരണം നമുക്കറിയാത്ത നാടന്മാർക്ക് ചില ആയത്തുകൾ നന്നായിട്ട് അറിയും. അപ്പോൾ അത് കണക്കിലെടുത്തിട്ട് വിഷയങ്ങൾ കൃത്യമായിട്ട് എഴുതുക, അത് നോട്ടാക്കുക, പോയിൻ്റ് എഴുതി വെക്കുക.
ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ചരിത്ര സംഭവം പറയുകയാണെങ്കിൽ ചരിത്രത്തിൻ്റെ പ്രധാന പോയിന്റെങ്കിലും ഇതൊന്നും എന്ത് ചെയ്യണം നമ്മളെ കയ്യിൽ രേഖയായിട്ട് വേണം. അങ്ങനെ എഴുതി വെച്ചിട്ട് പോയിട്ടാണ് പ്രസംഗിക്കാറുള്ളത്. പിന്നെ പ്രസംഗം കേൾക്കുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വിശദീകരണം മോശമായി എന്ന് ആരും നമ്മൾ മുഖത്ത് നോക്കി പറയൂല, ആയാലും ഇല്ലെങ്കിലും ഒരു നല്ല അഭിപ്രായം നല്ല കാര്യങ്ങളാണ് ജനങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ചില ആളുകൾ പറയുന്നത് ഈ മേഖല കൂടി ഒന്ന് അവിടെ പറയേണ്ടി വരും. അപ്പം നോട്ട് ചെയ്യും നിങ്ങൾ ഈ ഇന്ന ഭാഗം കൂടി അവിടെ സ്പർശിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കാത്ത ചിലപ്പോൾ ആൾക്കാർ പല പ്രസംഗം കേൾക്കുന്നതാണ്, അവർക്ക് പല ഇൽമും ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു തരും കേട്ട് അങ്ങനെയുള്ള പ്രതികരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ പല നാട്ടിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ? പിന്നെ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. എതിർപ്പുകളോ? എതിർപ്പുകളും. എതിർപ്പ് എന്ന് പറഞ്ഞാൽ പല നാട്ടിലും പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗം നടക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അന്ന് നമ്മൾ മംഗലാപുരത്ത് പ്രോഫ്കോൺ നടക്കുന്ന സമയത്താണ് കണ്ണൂർ മാട്ടൂരിൽ പ്രസംഗം നടക്കുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ആദ്യം നേരിട്ടല്ല, പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. അന്ന് സാധാരണ നേരെ വരിക. ഈ നേരെ വരുന്ന നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഈ വരുന്നത് ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ നിന്നിട്ട് ബിൽഡിങ്ങിൻ്റെ മുകൾക്ക് എറിയാം. എന്നിട്ട് ഇങ്ങനെ വരിക, നല്ല കനത്തിലാണ് വരിക. അപ്പോൾ എന്ത് ചെയ്തു, ആളുകൾ പ്രസംഗം നിർത്താൻ പറ്റില്ല, കാരണം കുറച്ച് സ്ട്രോങ് ഉള്ളൊരു സ്ഥലമായിരുന്നു. ഈ സ്ട്രോങ്ങിൽ പറയേണ്ടടുത്ത് ചിലപ്പോൾ ആൾക്കാരെ സ്ട്രോങ്ങിൽ പറയാൻ വേണ്ടി വിളിക്കലുണ്ട്. വേറിട്ടാണ് നേരെ കിട്ടിക്കോട്ടെ ചിട്ടാ അതെന്തും അറിയില്ല. ഏതായാലും അവിടുന്ന് ആളുകൾ ചെയറെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നിന്നിട്ട് കുറച്ച് നേരം എന്നാലും പിന്നെ സൈഡിൽ കൂടി പിന്നെ വരാൻ തുടങ്ങി. അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് ഗ്ലാസ് പൊത്തിച്ചിട്ട് ഒരു 10 മിനിറ്റ് പിന്നെ പ്രസംഗിച്ചു. ചെന്നിട്ട് നിൽക്കാഞ്ഞപ്പോൾ നമ്മുടെ ആളുകളുടെ സ്റ്റേജിൻ്റെ ബാക്കിലൂടെ ബൈക്കേറ്റ് വന്നിട്ട് പിന്നെ മതി എന്നാണ് കൂട്ടിക്കൊണ്ടായി. അതൊക്കെ ഓരോ നാട്ടിലെ ഇന്നിപ്പോൾ അവിടെയൊക്കെ മാറി. ഞങ്ങളീ നാട്ടിലെ അത് മാട്ടൂല കണ്ണൂര, ഇത് ഇവിടെ നമ്മളെ സ്ഥലത്തിൻ്റെ ഇവിടെ വല്ലപ്പോഴൊന്ന് കുറച്ച് ഉള്ളിലേക്ക് പോയ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മളെ പള്ളിയായിട്ട് ഹുസൈൻ സലഫി പണ്ട് നമ്മൾ പ്രസംഗിക്കാൻ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പറഞ്ഞയച്ചിട്ട് പിന്നെ മഗ്‌രിബിന് നമ്മൾ 2 ബസ് പോലീസായിട്ട് പോയിട്ട് പ്രസംഗിച്ച് പോകുന്ന സ്ഥലമാണ്. നമ്മളെ മുഹമ്മദ് അലി ഉണ്ടല്ലോ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ജാമ്യയിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ മപ്പാട്ടുകാരാണ്. അവിടെ പോയി പ്രസംഗം കയ്യോളം കോഴിമുട്ടോണ്ട് അരക്കിന് ഇവിടെ കൊണ്ട് ഞാനിന്ന് വെളുക്കരുന്നു. ഞാൻ ചെരുപ്പ് ഇങ്ങനെ കാലിൻ്റെ അടി വെച്ചിട്ട് നിൽക്കാൻ കഴിയാണ്ട്. എന്നിട്ട് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനം ഞാൻ കുറച്ച് നേരം നീട്ടി തുറക്കും. കാരണം ഈ കേൾക്കണേലെല്ലാ ആളുകളുണ്ടല്ലോ, ഈ ആളുകൾ അവിടെ നിന്ന് താമിയും പറഞ്ഞു. അതുവരെ എന്നെ കോഴിമുട്ടോണ്ട് അതാണ് ആളുകളുടെ അറിവില്ലായ്മ. അപ്പോൾ ആ നമ്മൾ എന്താക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്ങനെ വെച്ചാൽ വാപ്പനോട് തമാശയിൽ പറഞ്ഞു, വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു കോഴിമുട്ടോണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു എന്നാൽ എനിക്ക് പറയാറുന്നില്ലേ, നിങ്ങളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ എറിഞ്ഞൊക്കെ പിടിക്കാൻ കഴിയൂല, പ്രസംഗിച്ച് ഒന്നിച്ച് പൊതിഞ്ഞാൽ തന്നെ കൊണ്ടേക്കോളാം എന്ന് പറയാറുന്നില്ലേ ചോദിച്ചു. പറയാം. പിന്നെ ഉസ്താദിൻ്റെ ഇപ്പം ഈ അടുത്താണല്ലോ എനിക്കൊന്ന് ലക്ഷദ്വീപിലൊക്കെ പോയതിനു ശേഷമായിരിക്കും കുറേ കൂടെ പുസ്തകങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് എഴുതിയതെന്ന് തോന്നുന്നു, കൊറോണയ്ക്ക് ശേഷമൊക്കെ. ഇപ്പോൾ ഉസ്താദ് ഈ കൊറോണയ്ക്ക് ശേഷം ലക്ഷദ്വീപിലും അവിടെയൊക്കെ ആയിരുന്നപ്പോഴാണ് കുറച്ചും കൂടി എഴുതാനും അടുപ്പിച്ചടുപ്പിച്ച് കുറേ പുസ്തകങ്ങൾ. അതിനെക്കുറിച്ചൊന്ന് എന്താണ് ഉസ്താദിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ഇത്, പിന്നെ തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ? ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടാവും. ഉസ്താദിനിങ്ങനെ കിട്ടിയത് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ ഇന്ന പുസ്തകം, അതോ? അത് അങ്ങനെ ആരും പറഞ്ഞു തന്നതല്ല. എനിക്ക് ഇങ്ങനെ ചിലപ്പോൾ നമ്മളല്ലേ ചില സമയത്ത് ഇരുന്ന് കുറച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ തോന്നുന്നു ഇന്ന വിഷയം എഴുതാം. അതിൽ നമ്മൾ കുത്തുബക്കോ മറ്റു തെസ്കിയത്ത് ക്ലാസ്സുകൾക്കൊക്കെ വിഷയം നോക്കുമ്പോൾ ചില ബുക്കിൽ നോക്കുമ്പോൾ ഇത് എഴുതാൻ തരക്കേടില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പം പിന്നെ അതിൻ്റെ പിന്നാലാണ് കൂടുതലാണ്. പിന്നെ ആ എഴുത്തിനൊരു മനസ്സിലൊരു ഇഷ്ടമുണ്ട്. നമ്മളൊരു വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് വേണം ഒരു കട്ടൻ ചായ അടിക്കാൻ, ഒന്ന് ഇരിക്കാൻ, അതൊരു ആവേശമാണല്ലോ. അത് ഞാൻ അവിടെ പോയിട്ട് വേണം കുറച്ച് നേരം എഴുതാൻ. ആ എഴുത്തിനെന്തുണ്ട്, അതൊക്കെ ഒരു ടെൻഷൻ. അതിപ്പോൾ നമ്മൾ ചെറിയൊരു പാനിക് അറ്റാക്ക് പോലത്തെ ഒരു രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഞാൻ. അതുണ്ടെങ്കിലും എഴുതാനുണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ ആ എഴുത്തിയിട്ട് ചിലപ്പോൾ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 12 മണി 12-ൻ്റെയും 1 മണി ചിലപ്പോൾ എന്ത് ചെയ്യും അപ്പുറം പോകും. ആ എഴുതി കഴിഞ്ഞ് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഫുള്ളാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുള്ളൂ കിടക്കുള്ളൂ. എഴുത്തിനോട് എന്തില്ല മടുപ്പില്ല. കുറച്ചൊരു 10 മിനിറ്റ് ഇടയിൽ ഒഴിവിട്ടാൽ എഴുതിയത് ഇത് വായിച്ചിട്ട് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ദ്വീപിൽ ഇങ്ങനെ പോയിരുന്നപ്പോൾ ഇഷ്ടം പോലെ ഫ്രീ സമയമാണ്. അപ്പോൾ ഇരുന്നിട്ട് ഈ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മൾ 4, 5, 6 പുസ്തകങ്ങൾ ഇതിപ്പോൾ നമ്മൾ നമസ്കാരം സമഗ്ര പഠനതല്ലേ, ഇത് ഈ നമസ്കാരം സമഗ്ര പഠനത്തിൽ പൂർത്തിയാക്കി നമ്മൾ ദ്വീപിൽ നിന്നാണ്. അതേപോലെ അത് 2 കൊല്ലം ഇതിലാണ് നമസ്കാരം ഫുള്ളുണ്ടത്, എല്ലാ നമസ്കാരങ്ങളും
നമസ്കാരത്തിന് ഷർത്തും വർണ്ണവും മുതൽ തുടങ്ങിയിട്ട് ഇസ്ലാമിലെ എല്ലാ തരം നമസ്കാരങ്ങളും ഉണ്ട്. പിന്നെ ഇസ്ലാമിലെ സ്ത്രീ ഇത് നമ്മൾ അവിടുന്ന് എഴുതി തന്നെയാണ്. ഇത് അതുപോലെ തന്നെ ഇത് ഒരു 3 കൊല്ലത്തെ അധ്വാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന ചരിത്രം. ഇത് ഏതാനുള്ള കാരണം മദീനത്ത് ഞാൻ പോയപ്പോൾ ആ ഷെയ്ഖ് ഇബ്രാഹിം തുവൈജിരിയുടെ സീറത്തുർ റസൂൽ സഹിഹായ ഹദീത്തിൻ്റെയും പിന്നെ ആയത്തുകളുടെയും വെളിച്ചത്തിലുള്ള ബുക്ക് കിട്ടിയപ്പോൾ അത് എഴുതണം തോന്നി. അപ്പോൾ അതിൽ എഴുതണം തോന്നിയപ്പോൾ അതും മാത്രമല്ല, ആ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ പിന്നെ നമ്മൾ മദീനയിലെ മ്യൂസിയം ഉണ്ടല്ലോ മത്തുഹാഫ്, അതിലും കയറിയിട്ട് നബിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ അത് കുറച്ച് ഉള്ളിലിരുന്നു, ഞാൻ എഴുതണം എന്നുള്ളത് വാശിയിലെ ഒരു തീരുമാനം വന്ന് ഒരു 3 കൊല്ലം കൊണ്ടാണിത് എഴുതിത്തീരുന്നത്. ഇത് നബി ജാഹിലിയ കാലഘട്ടം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെയുള്ള പിന്നെ നബിൻ്റെ ഭാര്യമാരും കുടുംബം പറയുന്ന എല്ലാ വിഷയങ്ങളും ഇതിലുണ്ട്. പിന്നെ ഇത് സെർഫാണ്, നമ്മൾ കുറച്ച് മുമ്പേ ഇറക്കിയതാണ്, ദീപേറ്റൊന്നും തന്നല്ല. ഇതും നോമ്പ്, ഇതും നമ്മൾ ദീപിൽ നിന്നിട്ട് എഴുതിയ ബുക്കാണ്. ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെയാണ് അൽഹംദുലില്ലാഹ് പുസ്തകങ്ങളായിട്ട് ചെയ്തത്. അപ്പോൾ അതാ പറയുന്നത് തസ്കിയത്തിൻ്റെ വഴി കൂടെ പോകണം. പിന്നെ പരലോക വിശ്വാസം, ഖിയാമത്ത് നാൾ അടയാളങ്ങൾ മുതൽ നരക സ്വർഗം വരെയുള്ള ഫുള്ള് വിശദീകരിക്കുന്നത്. بددوا الظلم دواما باستقامة أهل حرب بسيوف الله جالوا فاستثار البغي أرداه حساما عطر دار المؤمنين بذلوا الروح سنين وتعالى بثبات صرح قوم صالحين بصمود وجهاد ورسوخ ويقين ثرى للفرسان ثأر ഇപ്പം ഏതെങ്കിലും എഴുതിക്കൊണ്ട് ഇപ്പം നമ്മൾ അവസാനം ഇപ്പം എഴുതി നിർത്തിയത് കൊടുത്തത് ഇപ്പം നമ്മൾ പ്രിൻറ്റിങ്ങിന് ബാക്കിയുള്ളതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈഫ ആമലഹും, നബി ജനങ്ങളോട് എങ്ങനെ പെരുമാറും, ഭാര്യയോട്, മക്കളോട്, സൈനികരോട്, യുദ്ധത്തടവുകാരോട്, അന്യനാട്ടുകാരോട്, അതേപോലെ വഫുദുകൾ, ദൗത്യ സംഘങ്ങളോട്, അങ്ങനെ ഓരോരുത്തരോടുമുള്ള പെരുമാറ്റ മര്യാദകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ പുസ്തകമായിട്ടാണ് അത് വിസ്ഡം ബുക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ മദീനയുടെ വഴിയടയാളങ്ങൾ, മഹാലിമകൾ, അതും വിസ്ഡം ബുക്സിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് ഖവാരിജികളുടെ ചരിത്രം, സൗദി അറേബ്യയിലുണ്ടായ സ്ഫോടനങ്ങൾ, മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ സുഡാൻ, അതേപോലെ തന്നെ മൊറോക്കോ, ജസീറത്തുൽ അറബിയിൽ ഉണ്ടായ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം, അത് എവിടുന്ന് വന്നു എന്നുള്ള ചരിത്രം പറയുന്ന പുസ്തകം. സയ്യിദ് ഖുത്ബ് മുതൽ മൗലാന മൗദൂദി മുതൽ താഴോട്ട് ഇങ്ങോട്ട് ഉസാമ ബിൻ ലാദൻ, അതിനപ്പുറം ഉണ്ടായ പിൽക്കാലത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല തീവ്രവാദ ചിന്താഗതികളും അത് വന്ന വഴികൾ മുഴുവൻ വിശദീകരിക്കും. നല്ലൊരു പുസ്തകം എഴുത്തുപണി കഴിഞ്ഞ അത് അടുത്ത മാസം നമ്മൾ ഷാർജ പിന്നെ ബുക്ക് ഫെയറിൽ അത് ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പീസ് റേഡിയോൻ്റെ അലിജാബ നമ്മൾ പുസ്തകമാക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഓൺലൈൻ പുസ്തകം. അപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത് കേൾക്കണം, എന്നിട്ട് അത് എഴുത്തും എഡിറ്റിങ്ങും നടക്കണം. പിന്നെ അതിലേക്ക് ആവശ്യമായ ആയത്ത് ഹദീസും സംഘടിപ്പിക്കണം, അത് ആഡ് ചെയ്യണം. പെട്ടെന്ന് സ്പീഡിൽ നീക്കണമെന്നല്ല, എന്നാലും പണി എടുത്തുകൊണ്ടിരിക്കണം. മദീനയിലെ മുഅദ്ദിൻ ഷെയ്ഖ് യാദ് ശുക്രി അദ്ദേഹം പറഞ്ഞ പുസ്തകം, അദ്ദേഹം തന്ന ബുക്ക് മറ്റേ ഇതായിരുന്നു, പിന്നെ ഈ നമ്മളെ ബ്രിട്ടീഷ് ചാനൽ ഹംഫറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ വസ്തുതയും ആ പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട്. പണ്ടെടുക്കണം എന്നുള്ള ഉദ്ദേശിച്ചത് അതായത് ചോദിച്ചു വാങ്ങിയതാണ് അദ്ദേഹത്തിന്. പിന്നെ നമ്മളെ മദീനയിലെ മുഅദ്ദിൻ യാദ് ശുക്രിൻ്റെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് സന്ദർശിച്ച സന്ദർഭത്തിൽ തന്ന പുസ്തകമാണ്. അതും ഇവിടെ പണി ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. പരിശോധന പറഞ്ഞാലും മറ്റു പലരും എഴുതുന്ന ബുക്കുകൾ ചിലർ എനിക്ക് അയച്ചു തരാറുണ്ട്. ചില സംഘടനാ രംഗത്തുള്ളതല്ല, വ്യക്തിപരമായ ചില അളക്കുന്ന ബുക്കുകളുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു തരുമെന്ന് വെച്ചിട്ട്, അപ്പോൾ ബുക്ക് എഴുതും വായിക്കും ചെയ്യുന്ന ആളായതുകൊണ്ട് എന്നെ വിളിക്കലാണ്. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പം നമ്മളെ അമാനി മൗലവിൻ്റെ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് പരിഭാഷ ഇറക്കിയത്, അതുപോലെ തന്നെ അതിൻ്റെ ഉറുദു നമ്മൾ മാറ്റിയിട്ടുണ്ട് പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട്. ആളെ കിട്ടാത്തതുകൊണ്ട് ഇരിക്കണം. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ജാമ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഉസ്താദിൻ്റെ അനുജൻ ആരോ പ്രിന്റിങ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. മുബാറക്പൂരിൻ്റെ അനുജൻ അപ്പോൾ അത് അവിടെ കൊടുക്കാനുള്ളൊരു ചർച്ചയ്ക്ക് ഇറങ്ങണം. കാരണം ഇത് ഈ ബുക്കിന് വേണ്ടി ക്യാഷ് ഇറക്കുന്നത് പണിയെടുക്കുന്ന ആളായപ്പോൾ നാട്ടിലായത് മകളുടെ കല്യാണമായിട്ട് നാട്ടിലുണ്ട്. അപ്പോൾ
കല്യാണത്തിരക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇൻഷാല്ല അദ്ദേഹത്തെ ഇയാളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉറുദു നമ്മൾ ഇൻഷാല്ല ഖുർആൻ പരിഭാഷ അതും ഇറക്കും. പിന്നെ ഉറുദുവിൽ ചില ആളുകൾ പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ട് അത് ഉറുദുക്ക് പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു യൂസുഫ് ഫാറൂഖി എന്ന് പറയുന്നവർ നമ്മുടെ ഒരു പിന്നെ പക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അവിടെ ഊരിന്ന് ഇപ്പോൾ പറയണില്ല, അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ നമസ്കാരം എന്നൊരു ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് പല ഭാഷകളിലും ഇറക്കാൻ ഉദ്ദേശിച്ചിട്ട് ഉറുദുവിലാക്കി കൊടുക്കാൻ പറഞ്ഞു. ഞാനത് ഉറുദു ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ പുളിക്കൽ ഭാഗത്തുള്ള ഒരു പിന്നെ സ്ത്രീയുണ്ട്, അതിൻ്റെ കുട്ടിക്ക് അസുഖമാണ്, പിന്നെ ശാരീരികമായിട്ട് ചലനം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കുട്ടീനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയിലും ഒതുങ്ങി ഇരിക്കുമ്പോൾ കുറേ കവിതകൾ മലയാളത്തിൽ എഴുതിയിട്ട് അത് പല ഭാഷയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉറുദുക്ക് ആക്കി തരാൻ വേണ്ടി പണ്ട് ഉറുദുവിലേക്ക് അവരൊക്കെ കൊടുത്തതിന് അടുത്ത മാസം അതിൻ്റെ പ്രസിദ്ധീകരണം നടക്കുകയാണ്. അപ്പം അങ്ങനെ മറ്റുള്ളവർ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഉറുദുവിൽ വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ മുമ്പ്? ഉറുദുവിൽ അങ്ങനെ എഴുതിയിട്ടില്ല. ഉറുദുവിൽ ക്ലാസ്സുകളും പ്രസംഗങ്ങളും എടുത്തിട്ടുണ്ട്. സൗദി അറേബ്യയിലായിരുന്ന കാലത്ത് അവിടെ ജാലിയാത്തിൽ പിന്നെ പാകിസ്ഥാനികൾ കുറേ ഉണ്ട്. അപ്പോൾ അവർക്ക് നോമ്പ് തുറക്കാൻ നേരത്തെ അരമണിക്കൂർ ക്ലാസ്സും നോമ്പുറായിട്ട് സംഘടിപ്പിച്ചു. ഒരു മാസം അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് ഈ ഉറുദുവും തമിഴും അവിടെ നിന്ന് പഠിച്ചത് ജീവിതത്തിൽ പിന്നെ നല്ല ഉപകാരപ്പെട്ടു. അത് ഉപകാരപ്പെട്ടു ഉറുദു. കാരണം ഭാഷ തമിഴ് പുറത്തിറങ്ങിയ നമുക്ക് തമിഴ് ആളുകളായിട്ട് ഇടപെടുമ്പോൾ പഠിയും. ഉറുദു പിന്നെ ക്ലാസ് എടുക്കലും കേൾക്കലും കുട്ടികളുടെ ബന്ധമൊക്കെ എല്ലാം ഉറുദു ആയതുകൊണ്ട് നമുക്ക് പിന്നീടത് ഭാവിക്കത് പല മേലെ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. ഹുസൈൻ്റെ പ്രസംഗത്തിൽ ഈ മാലപ്പാട്ടുകൾ ഇതൊക്കെ പാടാറുണ്ടല്ലോ, അത് എവിടെ നിന്ന് ഇങ്ങനെ എങ്ങനെ എങ്ങനെ ആരിൽ നിന്ന് എങ്ങനെ തോന്നിയത് അങ്ങനെ പഠിക്കണം എന്നൊക്കെ? നമ്മളെ വിഷയത്തിക്കണ ഇറങ്ങിയപ്പോൾ ഖുർആനെതിരായ പല സംഗതികളും മൗലൂദിലുണ്ടെന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ വായന കേട്ടിട്ട് അതിൽ മാത്രം എടുത്ത് പ്രസംഗിക്കാൻ പറ്റൂല എന്ന് നിലയ്ക്ക് ഞാൻ മൗലൂദിനെ കിതാബുകൾ സംഘടിപ്പിച്ചു. 333 വാക്യം എല്ലാ വാക്കുകളും ഇവിടെ ഉണ്ട്. പിന്നെ മങ്കൂസും ഷറഫലാലാമും തറഫലാലമും കുത്തുബിയത്തും അതുപോലെ പല ആളുകളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനമാണ് പിന്നെ അവർ സ്വന്തം ബെയ്ത്ത്. ശേഖരനെ പറ്റിയിട്ടുള്ള അവർ സ്വന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബെയ്ത്ത് ഉണ്ട്. അൽ മആസിറു എന്താണ് ഏതായാലും ഖാദിരിയാത്തുറക്കത്തിലുള്ള ദിക്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ പച്ചയായ ശിർക്കും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ ഞാൻ ഈ പ്രസംഗത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഖനനത്തിന് വേണ്ടി ഇറങ്ങുന്നൊരവസ്ഥ വന്നപ്പോൾ ആ വിഷയങ്ങളിരുന്ന് പഠിച്ചു. അങ്ങനെ ഇരുന്ന് നോട്ടുണ്ടാക്കി ഒരു ഡയറി ഫുള്ള് മൗലൂദിലുള്ള വിഷയങ്ങളും അതിനെതിരായിട്ട് ഖുർആന് വരുന്ന ആയത്തും ഹദീസും വിഷയങ്ങളും ഇരുന്ന് ക്രോഡീകരിച്ച് പണിയെടുത്തുണ്ടാക്കി. ഇതൊക്കെ ഏത് സമയത്താണ്? അത് 2012 ശേഷമാണ്. 12, 13, 14, 15, 16, 17 വർഷങ്ങളിലാണ് കണക്ക്. ഇവിടെയുള്ള ഈ കിതാബുകളൊക്കെ ഉസ്താദ് എങ്ങനെ സംഘടിപ്പിച്ച പഠിക്കുന്ന സമയത്ത് വാങ്ങിയതൊക്കെ ഉണ്ടോ? അല്ല, ഈ കിതാബുകളൊക്കെ ഞാൻ പിന്നെ ഒരു 10-16 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഹജ്ജിന് പോകാറുണ്ട്. അങ്ങനെ ഹജ്ജിന് പോകുമ്പോൾ അവിടെയുള്ള ഹജ്ജിൻ്റെ സമയത്ത് ചില ഈ മുഹ്സിനീങ്ങളായ ആളുകൾ കിതാബുകൾ തബറു ചെയ്യാറുണ്ട്. അവർ 1 ലക്ഷം റിയാൽ 2 ലക്ഷം റിയാൽ നിങ്ങൾ ഫത്തുൽ ബാരി കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കിതാബ് കൊണ്ട് അവർ പൈസ കൊടുക്കും. ഈ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജാലിയാത്തുകൾ ദേവാ സെൻ്ററുകൾ എന്ത് ചെയ്യും, അതിട്ട് ബുക്ക് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിട്ട് ഹാജിമാർക്ക് എന്ന് പറഞ്ഞിട്ട് ബാനർ നോട്ടീസൊക്കെ അടിക്കും. നോട്ടീസല്ല, ബാനർ കെട്ടിയിട്ടുണ്ടാവും, പലയിടത്ത് ബോർഡ് കൊടുത്തിട്ടുണ്ടാവും. ഞാൻ അതൊക്കെ കണ്ടിട്ട് ഇത് കൊടുക്കുന്ന സ്ഥലങ്ങൾ തേടി പിടിച്ചിട്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് മക്കയിൽ മഹാബിദയിൽ വലിയ ദേവാ സെൻ്റർ ഉണ്ട്. അതിൽ പോയാൽ ഞാനൊരു ദായിയാന്ന് പറഞ്ഞാൽ നമ്മൾ റാഗിങ് കാണിച്ചു കൊടുത്താൽ അതിൽ സ്ഥാപനത്തിൽ അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ കിതാബുകളൊക്കെ അവർ തരും. അതുപോലെ മദീനത്തെ പള്ളിയിലും മുകളിൽ പോയിട്ട് കിതാബുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറാമിലും പിന്നെ കിതാബുകൾ കൊടുത്തിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓഫീസുകളിലും വ്യക്തികളൊക്കെ ബന്ധപ്പെട്ടിട്ട് സംഘടിപ്പിച്ചതാണ്. ഒന്നും കാശ് കൊടുത്ത് വാങ്ങിയതല്ല. ഇനി അടുത്തതായി എഴുതാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പ്ലാനുകൾ? ഉദ്ദേശിക്കുന്നത് പലതുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിലുള്ള സംഗതികളൊക്കെ എഴുതാനുള്ള ആഗ്രഹത്തിലുള്ളതാണ്. പിന്നെ ഇഖ്വാൻ മുസ്ലിമാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നൊരു പുസ്തകം അത് എഴുതണം എന്ന് നമ്മളെ മാലിക് സലഫി മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പണിയൊക്കെ ഇറങ്ങണം. പക്ഷേ പീസ് റേഡിയോൻ്റെ ഈ അലിജാവ് പെട്ടെന്ന് തീർന്നാലല്ല, ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കുറേ നേരം ഇരിക്കണം. അതാണെങ്കിൽ 5-6 കൊല്ലത്തെ ഒരു വെബ്സൈറ്റ് ആയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു കുറച്ച് അത്യാവശ്യം ആയിക്കഴിഞ്ഞാൽ അത് വെബ്സൈറ്റ് ചെയ്തിട്ട് പിന്നെ അത് ലോഞ്ചിങ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറേശ്ശെ കയറ്റിടാന്നുള്ള പ്ലാനിലാണുള്ളത്. എല്ലാം കൂടി ഒന്നിച്ചായിട്ട് കയറ്റി നടക്കില്ല. എന്നാൽ
പിന്നെ ഏതായാലും അൽഹംദുലില്ലാ വളരെ വിശദമായിട്ട് ഉസ്താദിൻ്റെ ഒരു ഉമറാബാദ് ജീവിതവും പിന്നെ ഉസ്താദിൻ്റെ ഉപ്പ അബ്ദുൽ ഹഖ് സുല്ലമി അള്ളാഹു മഗ്ഫിർ ലഹു വറഹം അദ്ദേഹത്തിൻ്റെ ഒരു ചുരുക്കത്തിലുള്ളൊരു ചരിത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. പിന്നെ മൊത്തത്തിൽ പിന്നെ നമ്മൾ ഒക്കെ ഇപ്പോൾ ഉസ്താദിൻ്റെ മകൻ ഇഹ്സാൻ നമ്മളിവിടെ ജാമിഅൽ ഹിന്ദിലും പഠിക്കുന്നു, ഇപ്പോൾ മദീനയിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെയുള്ള ഇഹ്സാൻ ഖാദർ ആയിരുന്നാലും നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഉസ്താദ് സത്യം പറഞ്ഞാൽ അന്ന് കേരളത്തിലുള്ളൊരു പിന്നെ ആളുകൾ ദീനീ പഠനം അത് കണ്ടു. ഉമറാബാദിൽ പോയി അങ്ങനെ ഒരു വലിയ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് അങ്ങനെ വന്നു. അപ്പോൾ ഇത് രണ്ടും ഉസ്താദിന് മനസ്സിലാവും എന്താണ് ഉള്ള ഒരു വ്യത്യാസം, ഒരു ഉമരിയുടെ ഒരു നിലവാരമൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് ദീന് പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ഒരു അസലുണ്ടാക്കണമെങ്കിൽ, ഒരു നല്ലൊരു തിരിച്ച് വന്ന് നമ്മൾ കേരളത്തിലൊക്കെ ഒരു ദാവത്ത് ചെയ്യാനൊക്കെ പറ്റിയ രൂപത്തിൽ നല്ലൊരു അസലുണ്ടാക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള? ഒന്ന് നമ്മൾ പഠനത്തിലൊരു ഭൗതിക ലക്ഷ്യം കാണാതിരിക്കുക. അതായത് ദുനിയാവ് സമ്പാദിക്കുക എന്നുള്ളത് ദീനീ പഠനത്തിൻ്റെ ലക്ഷ്യമാകരുത്. അത് അതായത് ഇഖ്ലാസ് അതുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് ദുനിയാവും തരും ആഖിറും തരും. അതിൻ്റെ അർത്ഥം നമ്മൾ ദുനിയാവിൻ്റെ കാര്യങ്ങൾ വേണ്ടാന്നോ അത്തരം പഠനങ്ങളിൽ ഇത് കൂടെ വേണ്ട എന്നല്ല പറയണത്. പക്ഷെ നമ്മൾ ഇഖ്ലാസിൽ നിയ്യത്തിൽ മാറ്റം വരരുത്. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പിന്നെ തുടക്കം മുതലേ അതിലാദ്യം ഒരു ഭാഷാ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ള പുസ്തകങ്ങളും ഇൽമുകളും നമുക്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ കിതാബുകൾ വായിച്ചുണ്ടാക്കാൻ വേണം. അത് നമുക്ക് വായിക്കാനുള്ള താല്പര്യം തോന്നണമെങ്കിൽ ഭാഷ അറിയണം. അതായത് ഗ്രാമർ നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാത്ത ആൾക്ക് പുസ്തകത്തിനോട് വായിക്കാൻ താല്പര്യം സ്വാഭാവികമായിട്ടും തോന്നൂല, എനിക്ക് രസം തോന്നൂല, മനസ്സിലാവില്ല. ആ ഭാഷാ പഠനത്തിന് എന്ത് ചെയ്യാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതിന് കുറച്ച് സമയം എടുത്താലും ശരി. അപ്പോൾ അതിനെന്ത് ചെയ്യണം, എല്ലാവർക്കും ഒരുപോലെ അതിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതറിയുന്ന അതിന് കഴിവുള്ള പ്രത്യേകം പണ്ഡിതന്മാരെ ഉസ്താദന്മാരെ നമ്മൾ പ്രത്യേകം കണ്ടിട്ട് പോലെ കൂടെ ഒന്ന് ഇരുന്നിട്ടെങ്കിലും ആ വിഷയങ്ങളൊരു കഴിവ് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു നോട്ട് ബുക്ക് എപ്പോഴും കയ്യിൽ വെക്കുക. അതിൽ നമുക്കിപ്പോൾ അറിയാത്തൊരു വാക്ക് കിട്ടിയാൽ എഴുതാം, അറിയാത്തൊരു പോയിന്റ് കിട്ടിയാൽ എഴുതാം. അതായത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നൊരു രൂപം. ഇപ്പം നമുക്ക് അതിൻ്റെ വില അറിയില്ല. കുറച്ച് കാലം കഴിഞ്ഞൊരു ആവശ്യം വന്നുകൊണ്ട് പഴയ നോട്ട് ബുക്ക് എടുക്കുമ്പോഴാണ് ചിലപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും വിലപ്പെട്ടതായിട്ട് ഈ പഴയതിൽ കിടക്കുന്നുണ്ടാകും. അങ്ങനത്തെ ചില കാര്യങ്ങൾ. അതുപോലെ തന്നെ പഠന വിഷയങ്ങൾ എന്താ പറയുക, ഒരു ലക്ഷ്യം നമ്മൾ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് നമ്മൾ പഠിച്ചത് എത്തിച്ചു കൊടുക്കലാണ്. അപ്പോൾ അത് പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും അത് നമുക്ക് സാധ്യമാകണമെങ്കിൽ നമ്മിൽ കുറച്ച് അറിവുകൾ കൂടുതൽ വേണം. അപ്പോൾ അത് എഴുതാനാണെങ്കിലും ശരി പ്രസംഗിക്കാനാണെങ്കിലും ശരി വായനാശീലം നല്ലതാണ്. വായനാശീലം അല്ലാണ്ട് ഇപ്പോൾ ഒരാൾ ഒരു ശേഖരൻ്റെ കുത്തുബ കേട്ട് നോട്ടുണ്ടാക്കേണ്ടതെന്നല്ല, നമുക്ക് ഇൽമിയായിട്ട് കൂടുതൽ കാര്യങ്ങളിൽ നിന്ന് കിട്ടും. എങ്കിലും ആ വിഷയത്തെക്കുറിച്ച് നമ്മളൊരു പുസ്തകം ഉണ്ടെങ്കിൽ ആ പുസ്തകം ഒന്ന് ഫുള്ളായിട്ട് വായിക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനൊരു വായനാശീലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു കുത്തുബ പറയുമ്പോൾ നമുക്ക് തോന്നും കുത്തുബേൻ്റെ ഇടയ്ക്കാർ ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള വിഷയം കിട്ടും. ഒരു വിഷയം പറഞ്ഞു പോകുമ്പോൾ ഒരു വിഷയം പെട്ടെന്ന് വന്നാൽ നമുക്ക് അടുത്ത ആഴ്ചക്കുള്ള വിഷയം മീമ്പറമെന്ന് കിട്ടും. അപ്പോൾ അത് നമുക്ക് പിന്നെ അവതരിപ്പിക്കാൻ പറ്റണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ഫുള്ളായിട്ട് വായിച്ചിരിക്കണം. അപ്പോൾ എഴുതുന്ന ആളുകളും പ്രസംഗിക്കുന്ന ആളുകളും കൂടുതൽ നന്നായിട്ട് വായിക്കുക. പിന്നെ ഞാനൊരു എത്ര വായിച്ചാലും പഠിച്ചാലും അറിഞ്ഞാലും ഞാൻ ഇൽമുള്ള ഒരാളായി എന്നൊരു തോന്നൽ, അഹങ്കാരം ഒരിക്കലും ആർക്കും വരരുത്. എത്രത്തോളം നമുക്ക് ഇൽമു കിട്ടണം അത്രത്തോളം തവാലുവ താഴ്ന്നു വരിക. ഞാൻ പണ്ഡിതനാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊരു തോന്നൽ നമ്മളാരും മനസ്സിൽ വരരുത്. അന ഖൈറും മിൻഹു എന്നുള്ളൊരു തോന്നൽ വന്ന അള്ളാഹു ഇബ്ലീസിനെ ഒതുക്കിയതും അന ഖൈറും മിൻഹുമേലാണ്, ഖാറൂനിനെ ഒതുക്കിയതും അന ഖൈറും മിൻഹും എന്നുള്ള ആ ചിന്താഗതിമേലാണ്. അത് ചരിത്രത്തിൻ്റെ ഇതാണ്. അപ്പോൾ എത്ര ഉണ്ടായാലും അത് എനിക്കും എൻ്റെ പരലോകത്തേക്കുള്ളതാണ്, മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അഭിമാനം കൊള്ളാനുള്ളതല്ല എന്നുള്ള വിനയം എല്ലാ ആളുകൾക്കും ഉണ്ടാകും. പിന്നെ നിങ്ങൾ കൂടുതൽ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ ചോദിച്ച് പഠിച്ച കാര്യങ്ങൾ അതൊക്കെ എന്നെ പോലത്തെ ആൾക്കാർ പറഞ്ഞു തരേണ്ട ആവശ്യം എല്ലാവരെയും മനസ്സിലാക്കണം. സമയം ചിലവഴിച്ചതിലും പിന്നെ അതുപോലെ തന്നെ സംസാരിച്ചതിലൊക്കെ വളരെയധികം ശുക്ർ രേഖപ്പെടുത്താണ്. പിന്നെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ ഇനിയും നമുക്ക് ഉസ്താദിൻ്റെ മനസ്സിലും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാവാം, എഴുത്തിൻ്റെ രംഗത്തും സേവനങ്ങൾ ചെയ്യണമെന്നെങ്കിൽ അതൊക്കെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നിങ്ങളെ സതുദ്യമത്തെ ഒരു ഖൈറായ വഴിയിൽ സ്വീകരിക്കട്ടെ. എന്താണോ നിങ്ങൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അത് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തിക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ.
ആഫിയത്തുള്ള ആയുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക